ഹലോ. അപ്പൊ നമ്മുടെ ക്രിസ്മസ് എക്സാംസ് ഒക്കെ എത്തി ടൈം ടേബിൾ ഒക്കെ കിട്ടിയല്ലേ? നിങ്ങൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. എക്സാംസ് ഒക്കെ എഴുതാനുണ്ട്. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ കിട്ടിയാൽ മതി. എല്ലാം ജില്ലെന്ന് കൊടുക്കാനായിട്ട് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണോ? അപ്പൊ നിങ്ങൾക്ക് എന്താണ് എക്സാംസിനെ പറ്റി ഒരു ടെൻഷനും വേണ്ട, പ്രത്യേകിച്ച് നമ്മുടെ എക്കണോമിക്സിനെ പറ്റി ഒരു ടെൻഷനും വേണ്ട. നമ്മൾ ഒരു പാർട്ട് ഓഫ് നമ്മുടെ മാരത്തോൺ കംപ്ലീറ്റ് ചെയ്തു. രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. കഴിഞ്ഞ പാർട്ട് നമ്മുടെ കുഞ്ഞനായിട്ടുള്ള മൈക്രോ എക്കണോമിക്സിനെ പറ്റി നമ്മൾ ഡീൽ ചെയ്തു. ഇന്നത്തെ പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാക്രോ എക്കണോമിക്സിനെ പറ്റിയാണ്. മാക്രോയെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. മാക്രോ എക്കണോമിക്സിൽ നിന്ന് നിങ്ങൾക്ക് 3 ചാപ്റ്റേഴ്സ് ആണ് പരീക്ഷയ്ക്കുള്ളത്. ഏതൊക്കെയാണ് ആ 3 ചാപ്റ്റേഴ്സ്? നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, മണി ആൻഡ് ബാങ്കിങ്, ദെൻ ഇൻകം ഡിറ്റർമിനേഷൻസ്. ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഏതാണ് മക്കളെ? നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഡീൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ മണി ആൻഡ് ബാങ്കിങ് ആണ്. ഓക്കെ, നിങ്ങൾ മണി ആൻഡ് ബാങ്കിങ് ആണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ 3 മണി ആൻഡ് ബാങ്കിങ്. ഓക്കെ, മണി ആൻഡ് ബാങ്കിങ്ങിന് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ലെ തിയറി ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും ചോദിക്കുന്നത്. കൂടുതലായിട്ടുള്ള ആ ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ ഈ ചാപ്റ്റർ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ബാർട്ടർ സിസ്റ്റത്തിനെ പറ്റിയാണ്. നിങ്ങൾ കേട്ടില്ലേ ബാർട്ടർ സിസ്റ്റം? നിങ്ങൾ സോഷ്യൽ സയൻസ് ഒക്കെ ഹൈസ്കൂൾ ലെവലിൽ പഠിച്ചപ്പോഴൊക്കെ അല്ലെങ്കിൽ ആ സമയത്തും സ്കൂൾ സോഷ്യൽ സയൻസ് ഒക്കെ പഠിച്ചപ്പോൾ കേട്ടതാണ് ബാർട്ടർ സിസ്റ്റംസ്. പണ്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ട് കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത്, എനിക്കിപ്പോൾ ഒരു ഷർട്ട് വേണം, എനിക്കൊരു ഷർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഷർട്ട് വിൽക്കുന്ന ഒരാളുടെ അടുക്കൽ ചെല്ലുന്നു. ഓക്കെ, എന്റെ കയ്യിൽ കൊടുക്കാനായിട്ട് ഗുഡ്സ് ആയിട്ടുള്ളത് എന്താണ്? അരിയാണുള്ളത്, റൈസ് ആണുള്ളത്. ഞാൻ എന്റെ കയ്യിലുള്ള റൈസ് ആ ഷർട്ട് വിൽക്കുന്ന കച്ചവടക്കാരന് കൊടുത്തിട്ട് അയാളുടെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങുന്നു? ഞാൻ എന്ത് വാങ്ങുവാണ് കുട്ടികളെ? ഞാൻ എന്താ വാങ്ങുന്നത്? ഷർട്ട് വാങ്ങുന്നു. മനസ്സിലാകുന്നുണ്ടോ? എന്റെ കയ്യിലുള്ള ഒരു കമ്മോഡിറ്റി കൊടുത്തിട്ട് അതിന് പകരമായിട്ട് മറ്റൊരു കമ്മോഡിറ്റി ഞാൻ വാങ്ങുന്നു. ഈ ഒരു സിസ്റ്റം ആയിരുന്നു പണ്ടുണ്ടായിരുന്നത്. ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് ഇൻ വിച്ച് വൺ കമ്മോഡിറ്റി ഈസ് എക്സ്ചേഞ്ച് ഫോർ അനദർ. ഒരു സാധനത്തിന് വേണ്ടി മറ്റൊരു സാധനം കൊടുത്ത് വാങ്ങുന്നു. അങ്ങനെ ഗുഡ്സ് കമ്മോഡിറ്റീസ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്? ഓക്കെ, നേരത്തെ ബാർട്ടർ സിസ്റ്റം ആയിരുന്നു നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ബാർട്ടർ സിസ്റ്റത്തിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് കാരണം നമ്മൾ ആ സിസ്റ്റം പിന്നീട് ഫോളോ അപ്പ് ചെയ്യാതെ വന്നു. എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങൾ? എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് മക്കളെ. എന്താണ് ബാർട്ടർ സിസ്റ്റത്തിന്റെ ലിമിറ്റേഷൻസ് പറഞ്ഞത്? ബാർട്ടർ സിസ്റ്റത്തിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ലാക്ക് ഡി സി എസ് എസ് അല്ലെങ്കിൽ ലാക്ക് ഡി സി സ്ക്വയർ എന്ന് വിളിക്കാം. ഓക്കെ, ലാക്ക് ഡി സി സ്ക്വയർ എന്ന് നമുക്ക് വിളിക്കാം. എന്താണ് ലാക്ക് ഡി സി സ്ക്വയർ എന്ന് പറഞ്ഞാല്? lack of double coincidence. Okay, D for double coincidence, lack of double coincidence. പിന്നെ lack of common measure, C for common measure of value. Then lack of first S, standard of deferred payment. അടുത്ത എന്താണ്? lack of store of value. എന്താണ് ഫസ്റ്റ് പോയിന്റ്? lack of എന്താ? ഡബിൾ കോയിൻസിഡൻസ് ഓഫ് ബോൺസ്. എന്താണ്? ലാക്ക് ഓഫ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് ബോൺസ്. സ്ക്രീൻ നോക്കിക്കേ. എന്താണ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് ബോൺസ് എന്ന് പറഞ്ഞാല്? അതായത് എനിക്കിപ്പോ ഒരു ഗുഡ്സ് വാങ്ങാൻ പോകണം. ഞാൻ എന്താ വാങ്ങാൻ പോയത്? ഞാൻ ബാർട്ടർ സിസ്റ്റത്തിൽ എന്താ വാങ്ങാൻ പോയത്? ഞാൻ വാങ്ങാൻ പോയത് ഷർട്ടാണ് വാങ്ങാൻ പോയത്. അപ്പൊ എനിക്കൊരു ഷർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്റെ കയ്യിലുള്ള എന്തെങ്കിലും ഗുഡ്സ് കൊടുത്തിട്ട് വേണം ഷർട്ട് വാങ്ങാനായിട്ട്. എന്റെ കയ്യിൽ എന്താ കൊടുക്കാനുള്ളത്? റൈസ് ആണ് കൊടുക്കാനുള്ളത്. അപ്പൊ എന്റെ കയ്യിൽ റൈസ് ഞാൻ കൊടുത്തിട്ട് ഞാൻ ഷർട്ട് വാങ്ങുന്നു. റൈസ് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഷർട്ട് വാങ്ങുന്നു. പക്ഷേ ആ ഷർട്ട് വിൽക്കുന്ന കടക്കാരന് റൈസ് വേണ്ടെങ്കിലോ? ഞാൻ റൈസ് വാങ്ങിയിട്ട് ഷർട്ട് തരുന്ന ആളെ കണ്ടുപിടിച്ച് പോകണം. അപ്പം ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സിന് രണ്ടുപേർക്കും ആ ഗുഡ്സിന്മേൽ ബോണ്ട് ഉണ്ടായിരിക്കണം. അതായത് ഞാൻ വിൽക്കാനും തയ്യാറാകുന്ന ഗുഡ്സ് എന്താണ്? മറ്റൊരാൾ വാങ്ങാൻ തയ്യാറാകണം. എങ്കിലും അയാളുടെ കയ്യിലുള്ള ഗുഡ്സ് എനിക്ക് എടുത്തുള്ളൂ. അവിടെ ഡബിൾ കോയിൻസിഡൻസ് ഓഫ് ബോൺസ് അവിടെ ഉണ്ടാകുന്നു. അടുത്തത് സി, ലാക്ക് ഓഫ് കോമൺ മെഷർ ഓഫ് വാല്യൂ. അതായത് ഷർട്ട് മെഷർ ചെയ്യുന്നത് മക്കളെ, ഷർട്ട് മെഷർ ചെയ്യുന്നത് മീറ്ററിലാണെങ്കിൽ നമ്മുടെ റൈസ് മെഷർ ചെയ്യുന്നത് എന്താണ്? കിലോഗ്രാമിലാണ് മെഷർ ചെയ്യുന്നത്. കിലോഗ്രാമില് അവിടെ ഒരു വ്യത്യാസം ഉണ്ടല്ലേ? അവിടെ മെഷറിംഗ് വാല്യൂവിന് വ്യത്യാസമുണ്ട്. ഒരു കോമൺ മെഷർമെന്റ് വാല്യൂ യൂണിറ്റ് എവിടെ വരുന്നില്ല? ബാർട്ടർ സിസ്റ്റത്തിൽ അവിടെ വരുന്നില്ല. പക്ഷേ മണി വരുമ്പോഴത്തേന് ആ ഇഷ്യൂ സോൾവ് ചെയ്യുന്നുണ്ട് കേട്ടോ. Then lack of standard of deferred payment. അല്ലെങ്കിൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്, ഫ്യൂച്ചർ പേയ്മെന്റ്സ് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഡിഫേർഡ് പേയ്മെന്റ് എന്ന് പറയുന്നതാണ് ഫ്യൂച്ചർ ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിഫേർഡ് പേയ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഡിഫേർഡ് പേയ്മെന്റ്സ് ഒന്നും എവിടെ സംഭവിക്കുന്നില്ല? ബാർട്ടർ സിസ്റ്റത്തിൽ സംഭവിക്കുന്നില്ല. ലാക്ക് ഓഫ് സ്റ്റോർ ഓഫ് വാല്യൂ. ബാർട്ടർ
അനുസരിച്ച് നമുക്ക് സ്റ്റോർ ഓഫ് വാല്യൂ വെൽത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആകുന്നില്ല. ഇതാണ് ബാർട്ടർ സിസ്റ്റത്തിന്റെ പോരായ്മകൾ, ലിമിറ്റേഷൻസ്. ഓക്കെ, ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത് സിസ്റ്റം ഇൻ വിച്ച് വൺ കമ്മോഡിറ്റി ഈസ് എക്സ്ചേഞ്ച് ഫോർ അനദർ. അതിനെന്തുണ്ട്? ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് അതിനുള്ള ലിമിറ്റേഷൻസ്? ലാക്ക് ഓഫ് ഡബിൾ കോയിൻസിഡൻസ്, ലാക്ക് ഓഫ് കോമൺ മെഷർ ഓഫ് വാല്യൂ, then lack of deferred payment, then lack of എന്താണ്? സ്റ്റോർ ഓഫ് വാല്യൂ. അടുത്ത നമ്മുടെ രംഗപ്രവേശം നടത്തിയപ്പോൾ നമ്മുടെ നായകൻ വരികയാണ്. മണി. എന്താണ് പണം? പണത്തിന് കൃത്യമായ ഒരു ഡെഫിനിഷൻ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. വി കനോട്ട് ഗിവ് എ പ്രോപ്പർ ഡെഫിനിഷൻ ഫോർ മണി. എന്താണ് മണി? നമുക്കിത് പറയാനായിട്ട് ക്രൗച്ചർ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ അനുസരിച്ച് മണി ഈസ് എനിത്തിങ് that is generally accepted. ആരാടാ ഇവിടെ കൊണ്ട് വന്നിട്ടത്? ഞാൻ തന്നെ ആയിരിക്കും. Money can be defined as anything that is generally accepted as a means of exchange, that same time act as a measure and store of value. Okay, അപ്പൊ എന്താണ് നമ്മുടെ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിച്ച് ഈസ് എനിത്തിങ് ഡിഫൈൻഡ് ആസ് ജനറലി അക്സെപ്റ്റഡ്. നമ്മള് എക്സ്ചേഞ്ച്, മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് ഞാനൊരു ഗുഡ്സ് വാങ്ങണം എന്നുണ്ടെങ്കിൽ പകരമായിട്ട് എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്? മണി കൊടുക്കാൻ പറ്റുന്നുണ്ട്. പണം കൊടുത്ത് വാങ്ങാൻ പറ്റും. എന്തിന്റെ ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് ഇന്ന് എന്ത് പ്രവർത്തിക്കുന്നു? പണം പ്രവർത്തിക്കുന്നു. ദെൻ അടുത്ത എന്താണ്? മെഷർ ഓഫ് വാല്യൂ ആണ്. നമ്മുടെ മെഷർ ഓഫ് വാല്യൂ എന്ന് പറഞ്ഞ പ്രശ്നം എവിടെ ഉണ്ടായിരുന്നു? ബാർട്ടർ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നു. ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ ആരെ കൊണ്ട് സാധിക്കുന്നു? മണിയെ കൊണ്ട് സാധിക്കുന്നു. ഓക്കെ, ദെൻ സ്റ്റോർ ഓഫ് വാല്യൂ. എന്താണ് സ്റ്റോർ ഓഫ് വാല്യൂ? വാട്ട് ഈസ് സ്റ്റോർ ഓഫ് വാല്യൂ? നമുക്ക് വെൽത്ത് സൂക്ഷിക്കാം, പണമായിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റുന്നു. ഓക്കെ, ദെൻ അടുത്ത പ്രൊഫസർ DH റോബ്സ്റ്റൺ ഒരു ഡെഫിനിഷൻ കൊടുത്തു. എന്താണ്? മണി ഈസ് എനിത്തിങ് വിച്ച് ഈസ് വൈഡ്ലി അക്സെപ്റ്റഡ് ഇൻ ദ പേയ്മെന്റ് ഓഫ് ഗുഡ്സ് ഓർ ഇൻ ഡിസ്ചാർജ് ഓഫ് എനി കൈൻഡ് ഓഫ് ബിസിനസ് ഒബ്ലിഗേഷൻസ്. അതായത് ഗുഡ്സ് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ അതിന് പകരമായിട്ട് പേയ്മെന്റ് ആയിട്ട് കൊടുക്കുന്ന കാര്യമാണ് മണി, അല്ലെങ്കിൽ ബിസിനസ് ഒബ്ലിഗേഷൻസിനെ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മീഡിയമാണ് എന്ത്? മണി. കൃത്യമായിട്ട് ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റില്ല. ഇനിയും പല ഡെഫിനിഷൻസ് ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ പഠിച്ചു വെക്കുക മണിക്ക് വേണ്ടി. ഓക്കെ, ഇനി മണി ചെയ്യുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണ്? പണത്തിന്റെ ദൗത്യം എന്താണ്? ധർമ്മം എന്താണ്? ആ ഒരു ഫങ്ഷൻസ് എന്തൊക്കെയാണ്? നമുക്ക് പ്രൈമറി ഫംഗ്ഷൻ, സെക്കൻഡറി ഫംഗ്ഷൻ, കണ്ടിജന്റ് ഫംഗ്ഷൻസ് എന്ന് തിരിക്കാൻ പറ്റും. പ്രൈമറി ഫംഗ്ഷൻ, സെക്കൻഡറി ഫംഗ്ഷൻ, കണ്ടിജന്റ് ഫംഗ്ഷൻസ്. നിങ്ങൾ പല ടെക്സ്റ്റുകളായിരിക്കും സ്കൂളിൽ ഫോളോ അപ്പ് ചെയ്യുന്നത്. എക്കണോമിക്സിനെ സംബന്ധിച്ച് പല ടെക്സ്റ്റുകൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ? പല ടെക്സ്റ്റുകൾ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ എന്താണ് ആ ഒരു ഇഷ്യൂ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല ടെക്സ്റ്റ് ആകുമ്പോൾ ചില പോയിന്റ്സ് ചില ടെക്സ്റ്റ് കാണത്തില്ല, ചില പോയിന്റ് കാണാൻ. അപ്പൊ നിങ്ങൾ എന്താണ്, ഞാൻ പഠിപ്പിക്കുന്നതിൽ നിങ്ങളുടെ പോയിന്റുകൾ, നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള പോയിന്റുകളൊക്കെ മനസ്സിലാക്കുക. എക്സ്ട്രാ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ ഗ്രാസ്പ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇല്ലാത്ത ചിലപ്പോൾ ചില പോർഷൻസ് ഉണ്ടെങ്കിൽ അയ്യോ എന്റെ ടെക്സ്റ്റ് ഇല്ല, ഇത് എവിടുന്നാണ് വന്നതെന്ന് പേടിക്കണ്ട. നമ്മളെല്ലാവരെയും പരിഗണിക്കണ്ടേ? നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവർക്കും വളമിട്ട് കൊടുക്കണ്ടേ? എന്നാലേ എല്ലാവരും വളർന്നു വരത്തുള്ളൂ. അപ്പൊ എല്ലാവർക്കും കൊടുക്കണ്ടേ? അപ്പൊ എന്താണ്, ചില സ്റ്റുഡൻസിന് കണ്ടിജന്റ് ഫംഗ്ഷൻ ഉണ്ട്, ചില സ്റ്റുഡൻസിന് ടെക്സ്റ്റിൽ കണ്ടിജന്റ് ഫംഗ്ഷൻ ഇല്ല എന്ന് പറഞ്ഞ് കണ്ടിജന്റ് ഫംഗ്ഷൻ ഇല്ലാത്തവരിൽ നിന്നും ഞാൻ പഠിപ്പിക്കുന്നത് എവിടെ നിന്നോ എന്ന് വിചാരിക്കരുത്. ചിലവരുടെ ടെക്സ്റ്റിലുണ്ട്. അപ്പൊ അവങ്ങളെ കൂടെ നമുക്കൊന്ന് കൺസിഡർ ചെയ്തേക്കാം. പ്രൈമറി ഫംഗ്ഷൻസ്. എന്താണ് പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ money is act as a medium of exchange. എന്താണ്? money is act as a medium of exchange. പണത്തിന്റെ ഏറ്റവും വലിയ ധാർമ്മികത ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ്ചേഞ്ച്, മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഗുഡ്സോ സർവീസസോ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഗുഡ്സിന്റെ ഒക്കെ പേയ്മെന്റ് ആയിട്ട് നമുക്ക് എന്ത് കൊടുക്കാനായിട്ട് പറ്റുന്നു? മണി കൊടുക്കാനായിട്ട് പറ്റുന്നു. ബാർട്ടർ സിസ്റ്റത്തിൽ അവിടെ എന്താണ്? നമ്മൾ ഒരു കമ്മോഡിറ്റി വാങ്ങുന്നതിന് പകരമായിട്ട് എന്താ കൊടുത്തിരുന്നത്? എക്സ്ചേഞ്ച് ചെയ്തത് മറ്റൊരു കമ്മോഡിറ്റിയാണ്. ഷർട്ട് വാങ്ങാനായിട്ട് റൈസ് കൊടുത്തു. പക്ഷെ എന്താണ്? ഇന്നൊരു ഗുഡ്സ് വാങ്ങാനായിട്ട് പകരം എന്ത് കൊടുക്കുന്നു? എക്സ്ചേഞ്ച് ആയിട്ട് എന്ത് കൊടുക്കുന്നു? നമ്മള് മണി കൊടുക്കുന്നു. ഓക്കെ, then measure of value, അതായത് കോമൺ മെഷർമെന്റ് ഓഫ് വാല്യൂ ബാർട്ടർ സിസ്റ്റത്തിലായിരുന്നു. അതായിരുന്നു ബാർട്ടർ സിസ്റ്റത്തിലെ വലിയൊരു പ്രശ്നമായിരുന്നു, ഡിഫിക്കൽട്ട് ആയിരുന്നു, നമ്മൾ പഠിച്ചു, ലിമിറ്റേഷൻ ആയിരുന്നു. ആ ഒരു കോമൺ മെഷർമെന്റ് ഓഫ് വാല്യൂ എന്ന് പറയുന്ന ഒരു ഇഷ്യൂ. അതായത് നമുക്ക് എന്താണ്, ചില മീറ്ററിലാണ് ക്ലോത്ത് അളക്കുന്നത്, മീറ്ററിലാണ് എങ്കിൽ റൈസ് അളക്കുന്ന കിലോഗ്രാമിലാണ്. ഒരു കോമൺ മെഷർമെന്റ് ഓഫ് വാല്യൂ എവിടെ ഇല്ലായിരുന്നു? ബാർട്ടർ സിസ്റ്റത്തിൽ ഇല്ലായിരുന്നു. ആ ഒരു ഇഷ്യൂവിനെ സോൾവ് ചെയ്യാനായിട്ട് ആർക്ക് സാധിച്ചു? മണിക്ക് സാധിച്ചു. സെക്കൻഡറി ഫങ്ഷൻസ്. Money stand as a deferred payment. Money stand as a standard of deferred payment. എന്താണ്?
ഡിഫേർഡ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ട്രാൻസാക്ഷൻസ് ആണ്. ഫ്യൂച്ചർ ട്രാൻസാക്ഷൻ ഇന്ന് നമ്മൾ ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ അത് റീപേ ചെയ്യുന്നത് കുറെ കാലം കഴിഞ്ഞിട്ടായിരിക്കും, കുറെ കാലം കഴിഞ്ഞിട്ടാണ്. അങ്ങനെ ഫ്യൂച്ചർ ട്രാൻസാക്ഷൻസിനെയാണ്, ഫ്യൂച്ചറിന്റെ കാര്യങ്ങളാണ്, ട്രാൻസാക്ഷൻസിന്റെ പേയ്മെന്റുകളെയാണ് ഡിഫേർഡ് പേയ്മെന്റ്സ് എന്ന് വിളിക്കുന്നത്. മണി ആക്ട് ആസ് എ സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെന്റ്. അടുത്ത എന്താണ്? സ്റ്റോർ ഓഫ് വാല്യൂ. എന്താണ്? സ്റ്റോർ ഓഫ് വാല്യൂ. മണി ആക്ട് ആസ് എ സ്റ്റോർ ഓഫ് വാല്യൂ. മണി ഈസ് ബീങ് ദ മോസ്റ്റ് ലിക്വിഡ് ഓഫ് ഓൾ അസറ്റ് ഈസ് കൺവീനിയന്റ് ഫോം ഇൻ വിച്ച് സ്റ്റോർ വാല്യൂ. അതായത് നമ്മുടെ വെൽത്ത് സ്റ്റോർ ചെയ്യാനായിട്ട് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള ഏറ്റവും ബെറ്റർ ഓപ്ഷൻ മണിയിൽ കൺവേർട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ഗോൾഡ് മറ്റു അസറ്റുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലും നമ്മുടെ വെൽത്ത് ഏറ്റവും നല്ലത് എവിടെയാണ്? മണി. ബിക്കോസ് ഈസിലി കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും, ഈസിലി കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, കാരണം ഡിറ്ററേഷൻ വാല്യൂസ് ഒന്നും വരുന്നില്ല, തേയ്മാനമോ ഡിപ്രീസിയേഷൻ ഇങ്ങനെയുള്ള വിലക്കയറ്റമോ വിലക്കുറവോ ഒന്നും മണിക്ക് വരുന്നില്ല. ഇറ്റ്സ് ഹാവിങ് എ ഫിക്സഡ് വാല്യൂ. കണ്ടിജന്റ് ഫംഗ്ഷൻസോ ഉള്ളവർ മാത്രം പഠിക്കുക. ലിക്വിഡിറ്റി മോസ്റ്റ് ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ് ആണ്. പിന്നെന്താണ്? ട്രാൻസ്ഫർ ഓഫ് വാല്യൂസ് ഏതെങ്കിലും ഒരു 2 or 3 പഠിച്ചു വെക്കുക. ട്രാൻസ്ഫർ ഓഫ് 3 പഠിച്ചാൽ കേട്ടോ. ട്രാൻസ്ഫർ ഓഫ് വാല്യൂ, അതായത് മണി എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ലേ? മണി എക്സ്ചേഞ്ചുകളില്ലേ? Then distribution of national income being a common measure of value, money serves as a best medium to distribute national income among the 4 factors of production. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസിന് വേണ്ടി ഡിവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട് മണി ആക്ട് ചെയ്യുന്നു. നാഷണൽ ഇൻകംസ് ഒക്കെ മെഷർ ചെയ്യുന്നത് മണി വാല്യൂലാണ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസിന് ഫാക്ടർ പേയ്മെന്റുകൾ കൊടുക്കാനായിട്ട് ഇതിലൂടെയാണ് കൊടുക്കുന്നത്? മണിയിലൂടെയാണ് കൊടുക്കുന്നത്. പിന്നെ ക്രെഡിറ്റ് സിസ്റ്റംസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ഒരു മാർക്കറ്റിൽ ഒരു ഫോം ഫ്ലറിഷ് ആകാനായിട്ട് കാരണം ഈ മണി സിസ്റ്റം ഫോം ചെയ്തതിന് ശേഷം ആണ്. ഓക്കെ, റെഡിയാണോ? അടുത്തത് ഡിമാൻഡ് ഫോർ മണി. എന്താണ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറഞ്ഞാൽ? ഡിമാൻഡ് ഫോർ മണി, മണി ഡിമാൻഡ്, പണത്തിന്റെ ഡിമാൻഡ് എന്താണ്? അതായത് ഡിസയർ ഓഫ് പീപ്പിൾ ടു ഹോൾഡ് മണി ഇൻ ഹാൻഡ്. നമ്മളെല്ലാം പണം പല ആവശ്യങ്ങൾക്കായിട്ട് കൈ കരുതുന്നു അല്ലെ? നമുക്ക് പല ആവശ്യങ്ങളുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് നിറവേറ്റാനായിട്ട്, നമ്മുടെ ഡിസയേഴ്സ് നിറവേറ്റാനായിട്ട് നമ്മൾ പണം കയ്യിൽ കരുതുന്നതിനെയാണ് ഡിമാൻഡ് ഫോർ മണി എന്ന് വിളിക്കുന്നത്. ഡിമാൻഡ് ഫോർ മണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസയർ ഓഫ് പീപ്പിൾ ടു ഹോൾഡ് മണി ഇൻ ഹാൻഡ്. കൈ കരുതുന്ന കൈ വെച്ചോണ്ട് നടക്കുമെന്നല്ല, നമ്മൾ സൂക്ഷിക്കുന്നു. പണം സൂക്ഷിക്കുന്നതിന്റെ കാര്യം എന്താണ്? ഡിമാൻഡ് ഫോർ മണിയാണ്. ഓക്കെ, ഡിമാൻഡ് ഫോർ മണി നമുക്ക് മറ്റൊരു പേര് പറയാം, ലിക്വിഡിറ്റി പ്രിഫറൻസ്, MCQ. ഓക്കെ, ഡിമാൻഡ് ഫോർ മണിയുടെ മറ്റൊരു പേര് ഓൾസോ നോൺ ആസ് ലിക്വിഡിറ്റി പ്രിഫറൻസ്. MCQ ക്വസ്റ്റ്യൻസ് ആണ്. 10 മാർക്കിന്റെ MCQവിൽ 8 ആൻസർ ചെയ്യണം. ആ 8 ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. മറക്കാതെ പഠിച്ചിട്ട് പോവാ, ഓർത്തിരിക്കുക. ഡിമാൻഡ് ഫോർ മണി ഈസ് ലിക്വിഡിറ്റി പ്രിഫറൻസ്. ഡിമാൻഡ് ഫോർ മണി ലിക്വിഡിറ്റി പ്രിഫറൻസ്. മണി മോസ്റ്റ് ലിക്വിഡ് ആണ്, അതുകൊണ്ട് ലിക്വിഡിറ്റി പ്രിഫറൻസ് എന്നറിയപ്പെടുന്നു. ഓക്കെ, ആളുകളെ പണം പ്രധാനമായിട്ട് 3 കാര്യങ്ങൾക്കാണ്. നമുക്ക് ആ ഡിമാൻഡ് ഫോർ മണിയെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാണ്? ട്രാൻസാക്റ്റീവ് മോട്ടീവ്, സ്പെക്കുലേറ്റീവ് മോട്ടീവ്, പ്രിക്വേഷണറി മോട്ടീവ്. എന്താണ്? ആളുകള് പണം കയ്യിൽ കരുതുന്നതിനെ നമുക്ക് 3ആയിട്ട് കൂട്ടാം. എങ്ങനെ? ട്രാൻസാക്റ്റീവ് മോട്ടീവ്, സ്പെക്കുലേറ്റീവ് മോട്ടീവ്, പ്രിക്വേഷണറി മോട്ടീവ്. ട്രാൻസാക്റ്റീവ് മോട്ടീവ്, സ്പെക്കുലേറ്റീവ് മോട്ടീവ്, പ്രിക്വേഷണറി മോട്ടീവ്, TSP. ഓക്കെ, ട്രാൻസാക്റ്റീവ്, സ്പെക്കുലേറ്റീവ്, എന്താണ് അടുത്ത? പ്രിക്വേഷണറി മോട്ടീവ്. എന്താണ് ട്രാൻസാക്റ്റീവ് മോട്ടീവ്? ട്രാൻസാക്റ്റീവ് മോട്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പണം വളരെ ആവശ്യമല്ലേ? നമുക്ക് ഒരു ദിവസം നടന്നു പോകണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് പണം വേണം? രാവിലത്തെ ബസ് ഫെയർ, ഫുഡ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലോൺസ് അടയ്ക്കണം, ലോൺ റീപേയ്മെന്റ്, ഇങ്ങനെ നമ്മൾ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് നടത്തിക്കൊണ്ട് പോകാനായിട്ട് പണം നമുക്ക് ആവശ്യമാണ്. അങ്ങനെ നമ്മൾ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് ഡേ ടു ഡേ എക്സ്പെൻസിനെ മീറ്റ് ചെയ്യാനായിട്ട് ആളുകൾ കയ്യിൽ പണം കരുതുന്നു. അതിനെയാണ് നമ്മൾ എന്താണ്? ട്രാൻസാക്റ്റീവ് മോട്ടീവ്. ടു മീറ്റിംഗ് ദ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് വി ഹോൾഡ് മണി. That is called as transactive motive of money. Transaction depend upon the volume of transactive demand for money depend upon the volume of transactions. അതായത് ഞാൻ എന്റെ ഒരു ലൈഫ് എക്സ്പെൻസ് ആയിരിക്കും നിങ്ങൾക്കുണ്ടാകുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്റെ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് അല്ലായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ എല്ലാം ട്രാൻസാക്ഷൻസിന്റെ വോളിയത്തിന് വ്യത്യാസം ഉണ്ടായിരിക്കാം അല്ലെ? നിങ്ങൾ ചിലപ്പോൾ 1-2 ട്രാൻസാക്ഷൻ ചെയ്യുന്നു. ചിലപ്പോൾ ഞാൻ കുറച്ച് ഏജ് ഉള്ളതുകൊണ്ട് ഞാൻ എന്താണ് മറ്റു കുറച്ച് ട്രാൻസാക്ഷൻ ചെയ്യുന്നു. എന്നെക്കാളും കുറച്ചുകൂടെ ഡേ ടു ഡേ എക്സ്പെൻസ് ഉള്ളവരുണ്ടായിരിക്കാം. അങ്ങനെ പല നമ്മുടെ വോളിയം ഓഫ് ട്രാൻസാക്ഷൻസ് വ്യത്യാസം വരും. അപ്പം വോളിയം ഓഫ് ട്രാൻസാക്ഷൻസ് അനുസരിച്ചാണ് ട്രാൻസാക്റ്റീവ് ഡിമാൻഡ് ഓഫ് മണിയുടെ വാല്യൂ പറയുന്നത്. ഓക്കെ, അപ്പൊ ട്രാൻസാക്റ്റീവ് ഡിമാൻഡ് ഓഫ് മണി കൂടണമെങ്കിൽ എന്തുണ്ടാകണം? വോളിയം ഓഫ് ട്രാൻസാക്ഷൻസ് കൂടേണ്ടതായിട്ട് ഉണ്ട്. അപ്പൊ ട്രാൻസാക്റ്റീവ് ഡിമാൻഡ് ഓഫ് മണിയെ നമുക്ക് ട്രാൻസാക്റ്റീവ് ഡിമാൻഡ് ഓഫ് മണി എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയാൻ പറ്റും? വോളിയം ഓഫ് ട്രാൻസാക്ഷന്റെ ഒരു ഫ്രാക്ഷൻ എന്ന് പറയാം. ട്രാൻസാക്റ്റീവ് ഡിമാൻഡ് ഫോർ മണി ഈസ് എ fraction of the volume of transaction in an economy over a period of time. Transactive demand for money is a fraction of
വോളിയം ഓഫ് ട്രാൻസാക്ഷൻ ഇൻ ആൻ എക്കണോമി ഓവർ എ സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈം എന്ന് പറയാനായിട്ട് പറ്റും. ഇതിനെ നമുക്കൊരു ഇക്വേഷനെ റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, ട്രാൻസാക്റ്റീവ് ഡിമാൻഡ് ഫോർ മണി ഇക്വേഷൻസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? എം ഡി ടി ഇസ് ഈക്വൽ ടു കെ ടി. എം ഡി ടി ഇസ് ഈക്വൽ ടു കെ ടി, അല്ലെങ്കിൽ ചില ടെക്സ്റ്റില് കെ പി വൈ എന്ന് പറയും. കെ പി വൈ. വാട്ട് ഈസ് എം ഡി ടി? എം ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസാക്റ്റീവ് ഡിമാൻഡ് ഫോർ മണി. ട്രാൻസാക്റ്റീവ് ഡിമാൻഡ് ഫോർ മണി അതല്ലേ കണ്ടുപിടിക്കുന്നത്. ടി എന്താണ്? ടോട്ടൽ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ. എന്താണ് ടോട്ടൽ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ? എത്ര വോളിയം ഓഫ് ട്രാൻസാക്ഷൻ ചെയ്തു അതിന്റെ ഒരു ഫ്രാക്ഷൻ ആണ്, ഒരു പാർട്ട് ആണ് ട്രാൻസാക്റ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. കെ ഫോർ എന്താണ്? എ പോസിറ്റീവ് ഫ്രാക്ഷൻ. കെ ഫോർ എ പോസിറ്റീവ് ഫ്രാക്ഷൻ. കെ ഫോർ എ പോസിറ്റീവ് ഫ്രാക്ഷൻ. അപ്പൊ ട്രാൻസാക്റ്റീവ് ഡിമാൻഡ് ഫോർ മണിയുടെ ഇക്വേഷൻ എന്താണ്? കെ ടി. ഓക്കെ, എം ഡി ടി ഇക്വൽ ടു കെ ടി. കെ ഫോർ എ ഫ്രാക്ഷൻ, എ പോസിറ്റീവ് ഫ്രാക്ഷൻ ആണ്. ടി എന്താണ്? ടോട്ടൽ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ ആണ്. രണ്ടാമത്തെ ഡിമാൻഡ് എന്താണ്? സ്പെക്യുലേറ്റീവ് ഡിമാൻഡ്. എന്താണ് സ്പെക്യുലേറ്റീവ് ഡിമാൻഡ്? സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഡിസയർ ഓഫ് പീപ്പിൾ ടു ഹോൾഡ് മണി ഇൻ ഓർഡർ ടു ഗെയിൻ ഫ്രം ബോണ്ട്സ്. അതായത് ആളുകൾ ബോണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യും. ഇവിടെ ബോണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സെക്യൂരിറ്റീസ് ഒക്കെ മാത്രമല്ല, അസറ്റുകൾ, ഗോൾഡ്, ലാൻഡിലൊക്കെ പണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് അല്ലെ. നമ്മൾ അസറ്റ് ഗോൾഡ് വാങ്ങുന്നു, അല്ലെങ്കിൽ ഗോൾഡ് ബിസിനസ്, ഗോൾഡുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ലാൻഡ് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ഇത് എന്തിനു വേണ്ടിയാണ്? ചുമ്മാതാണോ? നമുക്കൊരു ഗെയിൻ പ്രതീക്ഷിച്ചാണ് അല്ലെ, നമുക്കൊരു ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടാണ്, നമുക്കൊരു വരുമാനം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ബോണ്ടുകളിലെ, ഷെയറുകളിലെ, സെക്യൂരിറ്റീസിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആളുകൾ പണം കയ്യിൽ കരുതുന്നു. ഓക്കെ, ബോണ്ടുകളുടെ പ്രൈസ് കൂടുന്നു, അല്ലെങ്കിൽ ലാഭം ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്ന സമയത്ത് നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഗെയിൻ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ നഷ്ടം ഉണ്ടാകുന്നു. അപ്പം സ്പെക്യുലേറ്റീവ് ട്രാൻസാക്ഷൻസ് ചെയ്യാനായിട്ട്, ബോണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആളുകൾ പണം കയ്യിൽ കരുതുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പെക്യുലേറ്റീവ് മോട്ടീവ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? സ്പെക്യുലേറ്റീവ് മോട്ടീവ് എന്ന് വിളിക്കുന്നത്. Okay, the relationship between interest rate and bond price is inverse. ഇൻട്രസ്റ്റ് റേറ്റും ബോണ്ട് പ്രൈസും ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. ഇൻട്രസ്റ്റ് റേറ്റും ബോണ്ട് പ്രൈസും ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. അതായത് മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്, മാർക്കറ്റിലെ ജനറൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ് എങ്കിൽ എന്തായിരിക്കും? ബോണ്ടിന്റെ പ്രൈസ് വളരെ കുറവായിരിക്കും. ഇഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ഹൈ, ബോണ്ട് പ്രൈസ് വിൽ ബി ലെസ്. അവർ തമ്മിൽ എന്ത് റിലേഷൻഷിപ്പ് ആണ്? ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണുള്ളത്. ഇക്വേഷനിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും നമുക്ക് സ്പെക്യുലേറ്റീവ് മോട്ടീവ്? സ്പെക്യുലേറ്റീവ് മോട്ടീവ് എങ്ങനെ പറ്റും? എം ഡി എസ് is equal to R max minus R divided by R minus R min. R max minus R divided by R minus R min. എന്താണ് R max എന്ന് പറഞ്ഞാൽ? എന്താ മക്കളെ R max എന്ന് പറഞ്ഞാൽ? R max എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാർക്കറ്റിൽ ഉണ്ടായിരുന്ന മാക്സിമം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, മാർക്കറ്റിലെ മാക്സിമം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ആർ മിൻ എന്ന് പറഞ്ഞാലോ മാർക്കറ്റിലെ മിനിമം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, മാർക്കറ്റിലെ മിനിമം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ആർ എന്ന് പറഞ്ഞാലോ കറന്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, കറന്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പം എന്താണ് സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറഞ്ഞാൽ? എന്താണ് ആളുകള് ബോണ്ടുകളിലും കാര്യങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്, അതുവഴി ഗെയിൻ ഉണ്ടാകാനായിട്ട് കയ്യിൽ പണം ഹോൾഡ് ചെയ്യുന്നു. അതിനെയാണ് സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് വിളിക്കുന്നത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻട്രസ്റ്റ് ആൻഡ് ബോണ്ട് പ്രൈസ് ഈസ് ഇൻവേഴ്സ്. ഓക്കെ, അതിനൊരു ഗ്രാഫ് ഉണ്ട്. നിങ്ങൾക്ക് 5 മാർക്ക് 8 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഗ്രാഫ് കൂടെ വരച്ചു വെക്കുക. ഡിമാൻഡ് ഫോർ മണി ടോട്ടൽ ഒരു എക്കണോമിയിലെ ഡിമാൻഡ് ഫോർ മണി നമുക്ക് 3 ആയിട്ട് ഇരിക്കാൻ പറ്റും: ട്രാൻസാക്റ്റീവ്, സ്പെക്യുലേറ്റീവ്, പ്രിക്കോഷണറി. പക്ഷെ ഡിമാൻഡ് ഫോർ മണിയുടെ വാല്യൂ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് മാത്രം എടുക്കുന്നുള്ളൂ? ട്രാൻസാക്റ്റീവും സ്പെക്യുലേറ്റീവും. എന്തുകൊണ്ട് പ്രിക്കോഷൻ എടുക്കുന്നില്ല നമുക്ക് പറയാം. അപ്പൊ ഇക്വേഷൻ എന്താണ്? എം ഡി മണി ഡിമാൻഡ് ഈസ് ഈക്വൽ ടു എം ഡി ടി പ്ലസ് എം ഡി എസ്. അതായത് ട്രാൻസാക്റ്റീവ് ഡിമാൻഡ് ഫോർ മണി പ്ലസ് സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഓഫ് മണി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? മണി ഡിമാൻഡ്, ഒരു എക്കണോമിയിലെ മണി ഡിമാൻഡ് കിട്ടും. അതായത് എം ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്? കെ ടി. ഓക്കെ അല്ലെ? കെ ടി നമ്മളിത് പഠിച്ചു. ദെൻ എം ഡി എസ് എന്താണ്? സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്താണ്? ആർ മാക്സ് മൈനസ് ആർ ഡിവൈഡഡ് ബൈ ആർ മൈനസ് ആർ മിൻ. ആർ മാക്സ് മൈനസ് ആർ ഡിവൈഡഡ് ബൈ ആർ മൈനസ് ആർ മിൻ. അതാണ് എന്ത് ടോട്ടലി നമുക്ക് വരുന്നത്. പ്രിക്വേഷണറി മോട്ടീവ്. നമ്മുടെ ഫ്യൂച്ചർ അൺസർട്ടൻ ആണ് അല്ലെ, നമ്മുടെ ഫ്യൂച്ചർ അൺസർട്ടൻ ആണ്. എനിക്ക് ഇന്ന് എന്ത് സംഭവിക്കും? ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നിടയ്ക്ക് എനിക്ക് എന്ത് സംഭവിക്കുന്നോ, അതല്ലെങ്കിൽ നാളെ ഞാൻ എവിടെ ആയിരിക്കുന്നോ, നാളെ എന്ത് സംഭവിക്കുമെന്നോ, നാളെ നിങ്ങൾ ഡോക്ടറാണോ, നാളെ നിങ്ങൾ ടീച്ചറാണോ, നാളെ നിങ്ങൾ എഞ്ചിനീയർ ആണോ, നിങ്ങൾ നാളെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണോ, ഒരു എന്താണെന്ന് നമുക്കൊന്നും അറിയത്തില്ല. നമുക്കൊരു പ്ലാൻ കാണും, നമ്മുടെ പ്ലാൻ പോലെ എല്ലാം നടക്കണമെന്ന് നമുക്ക് അറിയത്തില്ല. നമുക്ക് എല്ലാവരും പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ നടക്കണമെന്നില്ല അല്ലെ. നമ്മുടെ ഫ്യൂച്ചർ ഈസ് അൺസർട്ടൻ ആണ്. നമ്മുടെ ഫ്യൂച്ചേഴ്സ് അൺസർട്ടൻ ആണ്, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്താണ് ഈ അൺപ്രഡിക്റ്റബിൾ അൺസർട്ടൻ ആയിട്ടുള്ള ഫ്യൂച്ചറിൽ പല കാര്യങ്ങളുണ്ടാവും. നമുക്ക് പെട്ടെന്ന് തന്നെ അത്യാവശ്യം വരാം.
ഇമ്മീഡിയറ്റ് പേയ്മെന്റുകൾ ഉണ്ടാകാം അല്ലെ. പെട്ടെന്ന് ഹോസ്പിറ്റൽ കേസ് വന്നു, പെട്ടെന്ന് എന്താണ് കാർ റിപ്പയർ വന്നു, എന്തെങ്കിലും അൺഎക്സ്പെക്ടഡ് കുറച്ച് എക്സ്പെൻസുകൾ വന്നു. ഇങ്ങനെയുള്ള ഇമ്മീഡിയറ്റ് പേയ്മെന്റുകളെ മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾക്ക് കയ്യിൽ പണം കരുതാറുണ്ട്. അതിനെയാണ് പ്രിക്വേഷണറി മോട്ടീവ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് അതിനൊരു വാല്യൂ കൃത്യം പറയാൻ പറ്റില്ലല്ലോ. അതിനൊരു കൃത്യം വാല്യൂ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ടോട്ടൽ ഡിമാൻഡ് ഓഫ് മണിയിൽ പ്രിക്വേഷണറി മോട്ടീവ് എടുക്കാനിത്. ഓക്കെ ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡിമാൻഡ് ഫോർ മണി ഏതൊക്കെയാണ് 3 ഡിമാൻഡ് ഫോർ മണി വരുന്നത്? ട്രാൻസാക്റ്റീവ് ട്രാൻസാക്ഷൻസ് അനുസരിച്ച്, സ്പെക്യുലേറ്റീവ് ട്രാൻസാക്ഷൻസ് അനുസരിച്ച്, പ്രിക്വേഷണറി പ്രിക്വേഷൻസ് അനുസരിച്ച് 3 എണ്ണമാണ് ഡിമാൻഡ് ഫോർ മണി. ഓക്കെ, അടുത്തത് സപ്ലൈ ഓഫ് മണി. സപ്ലൈ ഓഫ് മണി ഡിമാൻഡും പഠിക്കണം, സപ്ലൈയും പഠിക്കണം. മണി സപ്ലൈ അല്ലെങ്കിൽ സപ്ലൈ ഓഫ് മണി എന്ന് പറഞ്ഞാൽ എന്താണ്? The total amount of money available in an economy at a specific point of time is called money supply. The total amount of money available in an economy at a point of time is called money supply. The total amount of money available in an economy at a specific point of time is called. അതായത് ഒരു എക്കണോമിയിൽ ഒരു പ്രത്യേക ടൈം എടുത്ത് ഒരു സ്പെസിഫിക് പീരീഡ് എടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് ആ എക്കണോമിയിൽ അവൈലബിൾ ആയിട്ടുള്ള ടോട്ടൽ മണിയാണ് എന്ത് വിളിക്കുന്നത്? മണി സപ്ലൈ. ഒരു എക്കണോമിയിൽ അവൈലബിൾ ആയിട്ടുള്ള ടോട്ടൽ മണിയെ എന്ത് വിളിക്കുന്നത്? നമ്മൾ മണി സപ്ലൈ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ മണി സപ്ലൈ കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ആരെയാണ്? RBI ആണല്ലേ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് റെഗുലേറ്റ് ചെയ്യുന്നത്. 1 April 1977 മുതൽ RBI ആണ് മണി സപ്ലൈ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. RBI 3 ഓൾട്ടർനേറ്റീവ് മണി സപ്ലൈസ് ആണ് പറയുന്നത്. M1, M2, M3, M4 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, മണി സപ്ലൈ വയ്ക്കുമ്പോൾ എഴുതണം M1, M2, M3, M4 മണി സപ്ലൈസിന്റെ ഓൾട്ടർനേറ്റീവ്സ് ആണ്. M1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CU പ്ലസ് DD എന്ന് പറയും. CU പ്ലസ് DD. CU എന്ന് പറഞ്ഞാൽ കറൻസി, അതായത് ഒരു എക്കണോമിയിൽ ഉള്ള ടോട്ടൽ കറൻസി പ്ലസ് എന്താണ് DD ഡിമാൻഡ് ഡെപ്പോസിറ്റ്, അതാണ് M1. മണി സപ്ലൈ വരുമ്പോൾ M1, M2, M3, M4 ഉണ്ട്. M1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്കണോമിയിലുള്ള ടോട്ടൽ കറൻസി പ്ലസ് എന്ത് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. ടോട്ടൽ കറൻസി പ്ലസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആണ് വരുന്നത്. അടുത്തത് M2 ആണ് വരുന്നത്. M2 എന്ന് പറഞ്ഞാൽ എന്താണ്? M1 പ്ലസ് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസ്. സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസ്. നമ്മൾ ഓൾറെഡി M1 കണ്ടുപിടിച്ചു അല്ലെ. M1 എന്താണ്? CU പ്ലസ് DD കറൻസി പ്ലസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. അതിന്റെ കൂടെ സേവിംഗ് പോസ്റ്റ് ഓഫീസിലുള്ള സേവിംഗ് ഡെപ്പോസിറ്റുകൾ, സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ട്. പോസ്റ്റ് ഓഫീസിൽ സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? M2 കിട്ടും. M2. M3 എന്ന് പറഞ്ഞാലോ M1ന്റെ കൂടെ എന്ത് കൂട്ടണം? നെറ്റ് ടൈം ഡെപ്പോസിറ്റ് വിത്ത് കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കിലുള്ള നെറ്റ് ടൈം ഡെപ്പോസിറ്റുകൾ കൂട്ടിക്കഴിഞ്ഞാൽ M3 കിട്ടും. M4 എന്ന് പറഞ്ഞാലോ ഈ M3 കണ്ടുപിടിക്കണം. M3 എന്ന് പറഞ്ഞാൽ എന്താണ്? CU പ്ലസ് DD പ്ലസ് നെറ്റ് ടൈം ഡെപ്പോസിറ്റ് വിത്ത് കൊമേഴ്ഷ്യൽ ബാങ്ക്. അതിന്റെ കൂടെ ടോട്ടൽ പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ്. പോസ്റ്റ് ഓഫീസിലെ ഡെപ്പോസിറ്റ് ആണ്, പക്ഷെ ഏത് കുറയ്ക്കണം? നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് കുറയ്ക്കണം. ഓക്കെ, M1 മനസ്സിലായോ? എങ്ങനെയാണ്? കറൻസിയും ഡിമാൻഡ് ഡെപ്പോസിറ്റും കൂട്ടിയാൽ M1 കിട്ടും. M2 എന്ന് പറഞ്ഞാലോ ആ കറൻസിയുടെ കൂടെ ആ ഡിമാൻഡ് ഡെപ്പോസിറ്റിന്റെ കൂടെ എന്ത് കൂട്ടണം? സേവിങ്സ്, പോസ്റ്റ് ഓഫീസിലുള്ള സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റുകൾ കൂട്ടണം. M3 എന്ന് പറഞ്ഞാലോ ഈ കറൻസി ഡിമാൻഡ് ഡെപ്പോസിറ്റിന്റെ കൂടെ കൊമേഴ്ഷ്യൽ ബാങ്കിലുള്ള നെറ്റ് ടൈം ഡെപ്പോസിറ്റ് കൂട്ടണം. M4 എന്ന് പറഞ്ഞാലോ M3 ഉണ്ട്. M3 ആരൊക്കെ ഉണ്ട്? CU ഉണ്ട്, DD ഉണ്ട്, പിന്നെ ആരാണ്? കൊമേഴ്ഷ്യൽ ബാങ്കിലെ നെറ്റ് ടൈം ഡെപ്പോസിറ്റ് ഉണ്ട് അല്ലെ. നെറ്റ് ടൈം ഡെപ്പോസിറ്റ് ഉണ്ട്. അതിന്റെ കൂടെ പോസ്റ്റ് ഓഫീസിലെ ടോട്ടൽ ഡെപ്പോസിറ്റ് എടുക്കണം. പോസ്റ്റ് ഓഫീസിലെ ടോട്ടൽ ഡെപ്പോസിറ്റ് എടുക്കണം എക്സെപ്റ്റ് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്. M4 എന്ന് പറഞ്ഞാൽ കറൻസി പ്ലസ് ഡിമാൻഡ് ഫോർ ഡെപ്പോസിറ്റ്, പിന്നെ കൊമേഴ്ഷ്യൽ ബാങ്കിലുള്ള നെറ്റ് ടൈം ഡെപ്പോസിറ്റുകൾ, അതിന്റെ കൂടെ പോസ്റ്റ് ഓഫീസിലുള്ള ടോട്ടൽ ഡെപ്പോസിറ്റ് എടുക്കണം, പക്ഷേ നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് എടുക്കരുത്. ഓക്കെ, ഇതാണ് RBI പറഞ്ഞിരിക്കുന്ന മണി സപ്ലൈയുടെ മെഷർമെന്റ്. ഈ M1 ഉം M2 ചേർത്ത് നമ്മൾ എന്ത് വിളിക്കും? നാരോ മണി. MCQ നാരോ മണി. എന്താണ്? M1 M2 നാരോ മണി. M1 M2 നാരോ മണി ആണ്. ഓക്കെ, M3 M4 ബ്രോഡ് മണി. M3 M4 ബ്രോഡ് മണി. ഓക്കെ, RBI പറഞ്ഞിരിക്കുന്ന M1 M2 M3 M4 ഉണ്ട്. M1 M2 എന്ത് വിളിക്കും? നാരോ മണി. M3 M4 എന്ത് വിളിക്കും? ബ്രോഡ് മണി. അതിന് രണ്ടോട് ചേർത്താണ്, ഒറ്റക്കെട്ടല്ല ചേർത്ത് വിളിക്കും. M1 ആണ് ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള മണി. ഓക്കെ, ഏറ്റവും ലിക്വിഡിറ്റി ഉള്ള മണി M1 ആണ്. ഏറ്റവും ലിക്വിഡിറ്റി കുറവുള്ള മണി M4 ആണ്. M3 എന്ത് വിളിക്കും? ആഗ്രിഗേറ്റ് മണി റിസോഴ്സ്. എത്ര MCQ ക്വസ്റ്റ്യൻ ആയി? M1 M2 എന്ത് വിളിക്കും? നാരോ മണി.
M3 M4 എന്ത് വിളിക്കും? ബ്രോഡ് മണി. M1 ആണ് മോസ്റ്റ് ലിക്വിഡിറ്റി ഉള്ളത്, M4 ആണ് ലീസ്റ്റ് ലിക്വിഡിറ്റി ഉള്ളത്, M3 എന്ത് വിളിക്കും? ആഗ്രിഗേറ്റ് മണി റിസോഴ്സ് എന്ന് വിളിക്കും. ആഗ്രിഗേറ്റ് മണി റിസോഴ്സ് എന്ന് വിളിക്കും. MCQ ഫുൾ ഓഫ് MCQ. നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഉണ്ട് അല്ലെ? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഉണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. വാട്ട് ആർ ദ ഫംഗ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്? കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? പ്രൈമറി ഫംഗ്ഷൻ ഉണ്ട് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ. പ്രൈമറി ഫംഗ്ഷൻ എന്തൊക്കെയാണ്? അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, ഡെപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുക. ഏറ്റവും വലിയ ഫംഗ്ഷൻ ആണ് ഡെപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ബാങ്കിന്റെ ഏറ്റവും വലിയ ഫംഗ്ഷൻസ്. അതിന്റെ ആ പൈസ ഉപയോഗിച്ച് ലോൺ കൊടുക്കുക. ബാങ്കിന്റെ ഏറ്റവും വലിയ ധർമ്മം എന്താണ്? ഫംഗ്ഷൻ എന്താണ്? അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്. അതിനോട് അതിനെ പ്രൈമറി ഫംഗ്ഷനിൽ ഉൾപ്പെടുത്തി. ബാങ്ക് ബോറോ ഇൻ ഫോം ഓഫ് ഡെപ്പോസിറ്റുകൾ. അതായത് ഞാൻ ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഞാൻ SBI കൊണ്ട് 1 ലക്ഷം രൂപ ഇടുന്നു. എന്നെ സംബന്ധിച്ച് എന്താണ്? അതിന്റെ ഒരു അസറ്റ് അല്ലേ? ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുമല്ലേ, എന്റെ അസറ്റ് അല്ലേ? പക്ഷെ ബാങ്കുകാരെ സംബന്ധിച്ച് ബാങ്കിന്റെ പൈസയല്ല. SBI സംബന്ധിച്ച് ഞാൻ ചോദിക്കുമ്പോൾ ബാങ്ക് എനിക്ക് തിരിച്ചു തരേണ്ടതല്ലേ? അപ്പൊ SBIക്ക് ആ ഒരു ബാധ്യതയാണ്. ബാങ്ക് നമ്മുടെ കയ്യിൽ നിന്ന് കടമെടുക്കുന്ന പോലെയാണ് ഡെപ്പോസിറ്റുകൾ. നമ്മൾ ബാങ്കിൽ പോയി ലോൺ എടുക്കും. ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ബാങ്കിന് നമ്മൾ കടം കൊടുത്ത പോലെയാണ്. This function is important because bank mainly depend on the fund deposit with them by public. അതായത് പൊതുജനങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പണം ഉപയോഗിച്ചാണ് ബാങ്കിന്റെ ട്രാൻസാക്ഷൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഏറ്റവും വലിയ ഫംഗ്ഷൻ എന്താണ്? അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആണ്. The deposit received by the bank can be 3 types. 3 type of deposit ഉണ്ട്. സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ്, കറന്റ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്. സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ്, കറന്റ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഓക്കെ, അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആണ് പ്രൈമറി ഫംഗ്ഷൻ. രണ്ടാമത്തെ പ്രൈമറി ഫംഗ്ഷൻ എന്താണ്? അഡ്വാൻസിംഗ് ലോൺ. എന്താണ്? അഡ്വാൻസിംഗ് ലോൺ. One of the primary function of commercial bank is to advance loan to its customers. അവരുടെ കസ്റ്റമേഴ്സിന് ലോൺ കൊടുക്കുക. അവരുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുക, ലോൺ കൊടുക്കുന്നതാണ് മറ്റൊരു ഫംഗ്ഷൻ ആണ് കസ്റ്റമേഴ്സിന് ലോൺ കൊടുക്കുക. A bank lend a certain percentage of cash lying in deposit on a high interest rate than it pays on such deposit. അതായത് ബാങ്കുകൾക്ക് ഡെപ്പോസിറ്റ് കിട്ടി, ബാങ്കിലേക്ക് ആളുകൾ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു. ആ പണത്തിന്റെ ഒരു ഭാഗം എടുത്ത് ബാങ്ക് എന്ത് ചെയ്യുന്നു? ലോൺ കൊടുക്കുന്നു. ബാങ്ക് എന്ത് ചെയ്യുന്നു? നീഡായിട്ടുള്ള പണം ആവശ്യമുള്ള ആളുകൾക്ക്, നീഡീസിന് എന്ത് ചെയ്യുന്നു? ലെൻഡ് ചെയ്യുന്നു അല്ലെ? ആ ലെൻഡ് ചെയ്ത പൈസ, അതായത് ഞാൻ ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു. എനിക്ക് ഒരു 8% പലിശ ബാങ്ക് തന്നു, 8% ഇൻട്രസ്റ്റ് തന്നു. ബാങ്ക് എന്ത് ചെയ്യുന്നു? എന്റെ പൈസ എടുത്തിട്ട് മറ്റൊരാൾക്ക് ലോൺ കൊടുക്കുന്നു. ബാങ്കിന് ലാഭം വേണ്ടേ? ബാങ്ക് എന്ത് ചെയ്യുന്നു? ഒരു 10% ഇൻട്രസ്റ്റ് അയാളുടെ നിന്ന് വാങ്ങുന്നു. 10% ഇൻട്രസ്റ്റ്. അപ്പൊ എന്ത് ചെയ്യുന്നു? ആ 10% ഇൻട്രസ്റ്റ് നിന്ന് കിട്ടുന്നത് 8% എനിക്ക് തരുന്നു. ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എനിക്ക് 2% ബാങ്കിന്റെ ഇൻകം ആകുന്നു. The bank earn profit carry on in business. ബാങ്ക് എന്താണ്? ഇൻട്രസ്റ്റിലൂടെയാണ് പ്രോഫിറ്റ് നേടുന്നത്. ബാങ്ക് അഡ്വാൻസ് ലോൺ. ബാങ്ക് എങ്ങനെയാണ്? ക്യാഷ് ക്രെഡിറ്റ്, കോൾ ലോൺസ്, ഓവർ ഡ്രാഫ്റ്റ്, ഡിസ്കൗണ്ട് ഓഫ് ബില്ലിംഗ്, അങ്ങനെ പല രീതിയിലൂടെ ബാങ്ക് എന്ത് ചെയ്യുന്നു? ലോൺസ് കൊടുക്കുന്നു. ക്രെഡിറ്റ് ക്രിയേഷൻസ്. ക്രെഡിറ്റ് ക്രിയേഷൻ ഇസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഓഫ് ബാങ്ക്. ബാങ്കിന്റെ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ആണ്. ലൈക്ക് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദേ എയിം അറ്റ് ഏർണിംഗ് പ്രോഫിറ്റ്. ബാങ്കിന്റെ ലക്ഷ്യം എന്താണ്? പ്രോഫിറ്റ്, ലാഭം ഉണ്ടാക്കുകയാണ്. For this purpose, they accept deposit and advance loan by keeping a small amount of cash as a reserve for day-to-day transactions. അതായത് ബാങ്ക് ഡെപ്പോസിറ്റ് സ്വീകരിക്കും, ആളുകളുടെ ഡെപ്പോസിറ്റ് സ്വീകരിച്ചിട്ട് ഡേ ടു ഡേ ട്രാൻസാക്ഷന് വേണ്ടി അതിൽ നിന്ന് കുറച്ച് പൈസ മാറ്റിയിട്ട് ബാക്കി എന്ത് ചെയ്യും? അഡ്വാൻസ് അല്ലെങ്കിൽ ലോൺ ആയിട്ട് കൊടുക്കുന്നു. When a bank advance a loan, it open an account in name of the customer, does not pay him cash but allow him to draw the money by check according to his needs. അതായത് ബാങ്ക് എന്ത് ചെയ്യുന്നു? ബാങ്ക് നമുക്ക് ഞാൻ കൊണ്ട് ലോൺ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ ബാങ്ക് എന്ത് ചെയ്യുന്നു? എന്റെ പേരിൽ ലോൺ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ബാങ്ക് എന്ത് ചെയ്യുന്നു? അതിനകത്തൊരു എനിക്ക് ചെക്ക് തന്നിട്ട് എനിക്ക് നമ്മുടെ കയ്യിലോട്ട് ക്യാഷ് തരുമല്ലോ, ആ ചെക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മണി വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. ഫൈനാൻസിങ് ഫോറിൻ ട്രേഡ്. അടുത്ത ഫംഗ്ഷൻ ആണ് എ കൊമേഴ്ഷ്യൽ ബാങ്ക് ഫൈനാൻസസ് ഫോറിൻ ട്രേഡ് ഓഫ് ഇറ്റ്സ് കസ്റ്റമേഴ്സ് ബൈ അക്സെപ്റ്റിംഗ് ഫോറിൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, കളക്ടിംഗ് ദം ഫോർ ഫോറിൻ ബാങ്ക്സ്. ഫോറിൻ ബിൽ ഓഫ് എക്സ്ചേഞ്ചുകൾ, ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യാനായിട്ട് ഫോറിൻ ട്രേഡിന് വേണ്ടി ആര് സഹായിക്കുന്നു? ബാങ്ക് സഹായിക്കുന്നു അല്ലെ? നമുക്ക് ഫോറിൻ കറൻസീസ്, വിദേശ നാണയങ്ങൾ കൈമാറ്റം ചെയ്യാനായിട്ട്, എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് ബാങ്കുകൾ പറ്റുന്നു. ഇൻവെസ്റ്റ്മെന്റ്. ഇറ്റ് ഈസ് ഒബ്ലിഗേറ്ററി ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ടു ഇൻവെസ്റ്റ് എ പാർട്ട് ഓഫ് ദെയർ ഫണ്ട് ഇൻ അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ്. അതായത് അപ്രൂവ്ഡ് സെക്യൂരിറ്റി, ഗവൺമെന്റ് അപ്രൂവ്ഡ് സെക്യൂരിറ്റിയിൽ നിർബന്ധമായിട്ടും ആരെന്ത് ചെയ്യണം? മാൻഡേറ്ററി ആയിട്ട് ബാങ്കുകൾ ഇൻവെസ്റ്റ് ചെയ്യണം. ബാങ്കുകൾ മാൻഡേറ്ററി ആയിട്ട് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള സെക്യൂരിറ്റികളിൽ ഇൻവെസ്റ്റ് ചെയ്യണം.
Other optional avenues of investment are also available. Investment in government security are useful in two ways. ഗവൺമെന്റ് എന്ത് ചെയ്യും? ഗവൺമെന്റിന്റെ സെക്യൂരിറ്റീസിൽ എന്ത് ബാങ്കുകൾ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഗവൺമെന്റിന് വരുമാനം കിട്ടും. ഗവൺമെന്റിന് പൈസ ആവശ്യമായിട്ടുണ്ട്, ഗവൺമെന്റിന്റെ പൈസ ഇല്ല. ഗവൺമെന്റ് എന്ത് പറയും? ഉത്തരവിറക്കും, ബാങ്കുകളെല്ലാം ഇൻവെസ്റ്റ് ചെയ്യണം, ഗവൺമെന്റിന്റെ ബോണ്ട് വാങ്ങണം, സെക്യൂരിറ്റി വാങ്ങണം. അപ്പം ഗവൺമെന്റിന് അവരുടെ ഡേ ടു ഡേ എക്സ്പെൻസിനുള്ള പൈസയും കിട്ടി, ബാങ്കുകൾക്കൊരു വരുമാനവും ആയി. അടുത്ത ഏജൻസി ഫംഗ്ഷൻസ് ആണ്. ബാങ്കുകൾ ചെയ്യുന്ന ഏജൻസി ഫംഗ്ഷൻസ്. ബാങ്കുകൾ അതെല്ലാം ചെയ്യുന്ന ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി ചെക്കുകൾ എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒക്കെ സ്വീകരിക്കുന്നു, കൊടുക്കുന്നു. നമുക്ക് വേണ്ടി ഡിവിഡൻഡ്, നമുക്ക് കിട്ടേണ്ട ഡിവിഡൻഡുകൾ റിസീവ് ചെയ്യുന്നു, പേ ചെയ്യുന്നു. നമ്മുടെ വാട്ടർ ബില്ല്, ഇലക്ട്രിക് ബില്ല്, നമ്മുടെ ഇൻഷുറൻസ് പ്രീമിയം, സബ്സ്ക്രിപ്ഷൻസ് എല്ലാം ബാങ്കുകൾ പേ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഇൻകം ടാക്സിന്റെ കാര്യങ്ങളിൽ കൺസൾട്ടേഷൻ തരുന്നു. ഇങ്ങനെ കുറെ ഫംഗ്ഷൻസ്, ഏജൻസി ഫംഗ്ഷൻസ് ആര് ചെയ്യുന്നുണ്ട്? ബാങ്കുകൾ ചെയ്യുന്നുണ്ട്. അടുത്തൊരു കോൺസെപ്റ്റ് ആണ് ഹൈ പവേർഡ് മണി. എന്താണ് ഹൈ പവേർഡ് മണി? എന്താണ് ഹൈ പവേർഡ് മണി? ടോട്ടൽ ലയബിലിറ്റി ഓഫ് മോണിറ്ററി അതോറിറ്റി ഓഫ് എ കൺട്രി ഈസ് കോൾഡ് ഹൈ പവേർഡ് മണി. അതായത് ഒരു രാജ്യത്തെ എന്താണ് മോണിറ്ററി അതോറിറ്റിയുടെ, ഒരു രാജ്യത്തെ മോണിറ്ററി കാര്യങ്ങൾ നോക്കുന്ന ഒരു അതോറിറ്റി ഉണ്ടല്ലോ, ആ അതോറിറ്റിയുടെ ടോട്ടൽ ലയബിലിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈ പവേർഡ് മണി. അപ്പൊ ഇന്ത്യയിലെ മോണിറ്ററി അതോറിറ്റി ആരാണ്? RBI അല്ലെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ടോട്ടൽ ലയബിലിറ്റി ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ടോട്ടൽ ലയബിലിറ്റി ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈ പവേർഡ് മണി എന്ന് വിളിക്കുന്നത്. അതായത് എന്താണ്, എന്തെല്ലാം വരും ഇവിടെ? കറൻസി, അതായത് ഒരു എക്കണോമിയിലുള്ള സർക്കുലേഷനുള്ള കറൻസി പ്ലസ് കൊമേഴ്ഷ്യൽ ബാങ്കും ഗവൺമെന്റും RBI വെച്ചിട്ടുള്ള റിസർവുകളും. അതായത് ഒരു എക്കണോമിയിലുള്ള സർക്കുലേഷനുള്ള കറൻസി പ്ലസ് ഗവൺമെന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക് RBI എന്ത് ചെയ്യും? റിസർവ് ഇടും, റിസർവ് ഫണ്ടുകൾ വെക്കും. അതോടെ ചേർത്താണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എന്താ ഹൈ പവേർഡ് മണി എന്ന് വിളിക്കുന്നത്. ഒറ്റയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ക്വസ്റ്റ്യൻ ആണ്, ഒറ്റയ്ക്ക് ചോദിക്കും. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് RBI. RBIയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? RBI ചെയ്യുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണ്? നോട്ട് ഇഷ്യൂയിങ് ഏജൻസി. RBIയുടെ മറ്റൊരു ഫംഗ്ഷൻ ആണ് നോട്ട് ഇഷ്യൂയിങ് ഏജൻസി. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നമ്മുടെ എല്ലാ രാജ്യത്തും അവരുടേതായിട്ടുള്ള മോണിറ്ററി അതോറിറ്റി ഉണ്ട്. നമ്മുടെ മോണിറ്ററി അതോറിറ്റി ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫസ്റ്റ് ഫംഗ്ഷൻ ആണ്, നോക്ക് വായിക്കേ, നോട്ട് ഇഷ്യൂയിങ് ഏജൻസി അല്ലെ. നോട്ട് ഇഷ്യൂയിങ് ഏജൻസി, നമ്മുടെ കറൻസികള് പ്രിന്റ് ചെയ്യുന്നത്, സർക്കുലേറ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ആരാണ്? RBI ആണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ദ കൺട്രി ഹാസ് ദ മൊണോപ്പൊളി ഓഫ് ഇഷ്യൂയിങ് നോട്ട് ഓർ പേപ്പർ കറൻസി ടു പബ്ലിക്. നോട്ടുകൾ അല്ലെങ്കിൽ പേപ്പർ കറൻസി പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യാൻ അധികാരമുള്ളത് അതാത് രാജ്യത്തെ ആർക്കാണ്? സെൻട്രൽ ബാങ്കുകൾക്കാണ്. Therefore, Central Bank of country exercise control over the supply of currency in the country. അപ്പോൾ കറൻസി സപ്ലൈയുടെ കൺട്രോൾ ആരുടെ കയ്യിലാണ്? അതാത് രാജ്യങ്ങളുടെ സെൻട്രൽ ബാങ്കിന്റെ കയ്യിലാണ്. ഇന്ത്യയിൽ 1 രൂപ നോട്ട് ഒഴിച്ച് 1 രൂപ നോട്ട് ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ ചോദിക്കും. ഇന്ത്യയിൽ 1 രൂപ നോട്ട് ഇഷ്യൂ ചെയ്യുന്ന ആരാണ്? മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ധനകാര്യ മന്ത്രാലയമാണ് 1 രൂപ നോട്ടുകൾ പ്രിന്റ് അടിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ നോട്ടുകളും പ്രിന്റ് അടിക്കുന്ന ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ബാങ്കേഴ്സ് ടു ഗവൺമെന്റ്, ഗവൺമെന്റിന്റെ ബാങ്ക് ആണ്. അതായത് ഗവൺമെന്റിന് വേണ്ടി ഒരു ഏജന്റ് ആയിട്ട്, ഗവൺമെന്റിന്റെ ഒരു ബാങ്ക് മോണിറ്ററി കാര്യങ്ങളിൽ അഡ്വൈസ് ചെയ്യാനായിട്ട് ഗവൺമെന്റിന്റെ ബാങ്ക് ആയിട്ട് ആരാണുള്ളത്? നമ്മുടെ RBI ആണ്. ഗവൺമെന്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ഗവൺമെന്റിന് ലോൺ കൊടുക്കുന്നത്, ഗവൺമെന്റിന് അഡ്വൈസ് കൊടുക്കുന്നത്, ഗവൺമെന്റിന്റെ ഏജന്റ് ആയിട്ട് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ ആരാണ്? RBI ആണ്. ഗവൺമെന്റിന്റെ ബാങ്കിങ് അക്കൗണ്ടുകൾ എല്ലാം ഡീൽ ചെയ്യുന്ന ആരാണ്? കീപ്പ് ചെയ്യുന്ന ആരാണ്? RBI ആണ്. പക്ഷെ എന്താണ്, ഗവൺമെന്റിന് RBI ഇൻട്രസ്റ്റ് കൊടുക്കുവോ? ഇല്ല. കൺട്രോൾ ഓഫ് ക്രെഡിറ്റ്, അതായത് ഒരു എക്കണോമിയിലെ ക്രെഡിറ്റുകൾ, അതായത് കടം കൊടുക്കുക, മണി സപ്ലൈസ് കൺട്രോൾ ചെയ്യുന്നത്, എക്കണോമിയെ സ്റ്റേബിൾ ആക്കുന്ന, ഇൻഫ്ലേഷൻ വരാതെ ഒക്കെ എക്കണോമിയെ സ്റ്റേബിൾ ആക്കുന്ന ഡ്യൂട്ടി ആർക്കാണ്? പ്രൈസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും എക്കണോമിക് സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്യുന്നതും ആരാണ്? സെൻട്രൽ ബാങ്ക് ആണ്. ഫോർ കൺട്രോളിംഗ് ദ ഇൻഫ്ലേഷണറി ആൻഡ് ഡിഫ്ലേഷണറി പ്രഷേഴ്സ് ഇൻ ദ എക്കണോമി, സെൻട്രൽ ബാങ്ക് അഡോപ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ. അതായത് എക്കണോമി ഡിഫ്ലേഷനോ ഇൻഫ്ലേഷനോ ഒന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് വേണ്ട മെഷേഴ്സ് ഒക്കെ എടുക്കുന്ന ആരാണ്? RBI ആണ്. ബാങ്കേഴ്സ് ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക്. ഇൻ ഇന്ത്യ, ഷെഡ്യൂൾഡ് ബാങ്ക് ഹാവ് ടു കീപ് ഡെപ്പോസിറ്റ് വിത്ത് റിസർവ് ബാങ്ക് നോട്ട് ലെസ് ദാൻ 5% ഓഫ് ദെയർ കറന്റ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. അതായത് ഇന്ത്യയിലെ ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്ത് ചെയ്യണം? അവരുടെ ഡിമാൻഡ് ഡെപ്പോസിറ്റുകളുടെ 5% കുറയാതെയും ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ 2% കുറയാതെയും എവിടെ ചെയ്യണം? സെൻട്രൽ റിസർവ് ബാങ്കിൽ കൊണ്ട് എന്ത് ചെയ്യണം? ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പൊ റിസർവ് ബാങ്ക് എന്ത് ചെയ്യുന്നു? ബാങ്കുകളുടെ ബാങ്കാണ്. ബാങ്കുകൾക്ക് പെട്ടെന്ന് പൈസ ആവശ്യമായിട്ട് വരുമ്പോൾ ഒക്കെ സൂക്ഷിച്ചല്ലേ, ബാങ്കുകൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എവിടെ കൊണ്ടാണ്? റിസർവ് ബാങ്കിൽ കൊണ്ട് ആണ്. ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്,
സെൻട്രൽ ബാങ്ക് ഹെൽപ്പ് കൊമേഴ്ഷ്യൽ ബാങ്ക് വെൻ ദേ ഫേസ് എനി ഡിഫിക്കൽട്ടി. അതായത് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് പണമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് വരുന്ന സമയത്ത് അവരെ ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ RBI ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഈവൻ എ വെൽ മാനേജ് കൊമേഴ്ഷ്യൽ ബാങ്ക് ക്യാൻ റൺ ഇൻ ടു ഡിഫിക്കൽട്ടി ഇഫ് ദർ ഇസ് ഗ്രേറ്റ് റഷ് ഓഫ് ഡിമാൻഡ് ഫോർ ക്യാഷ് ബൈ ഡെപ്പോസിറ്റേഴ്സ്. അതായത് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കാണ്, പക്ഷെ ബാങ്കിൽ പണം ഡെപ്പോസിറ്റ് ചെയ്ത ആളുകളെല്ലാം വന്ന് വിഡ്രോ ചെയ്യുന്നു. കാരണം നമ്മുടെ കയ്യിലെ പൈസ എന്താണ്? ബാങ്കുകളുടെ പൈസ മൊത്തം ലോൺ കൊടുത്തിരിക്കുകയാണ്. ലോൺ കൊടുത്ത ആളുകൾ തിരിച്ചു തന്നാലല്ലേ ഡെപ്പോസിറ്റ് വന്നവർക്ക് കൊടുക്കാൻ പറ്റൂ. അങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷൻസിലൊക്കെ ലാർജ് ഡിമാൻഡിനൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നു? RBI ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, കസ്റ്റഡി ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്. ഫോറിൻ എക്സ്ചേഞ്ച് കാര്യങ്ങൾ നോക്കുന്ന, ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റുകൾ കൺട്രോൾ ചെയ്യുന്നത്, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? RBI ഡ്യൂട്ടിയാണ്. അപ്പൊ RBI ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് മക്കളെ? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നോട്ട് ഇഷ്യൂയിങ് ഏജൻസി ആണ്, ഗവൺമെന്റിന്റെ ബാങ്കറാണ്, ഗവൺമെന്റ് അഡ്വൈസും ബാങ്കറും ഏജന്റ് അടക്കം പ്രവർത്തിക്കുന്നു, ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്യുന്നു, ബാങ്കേഴ്സ് ഓഫ് ബാങ്ക് ആണ്, ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് ആണ്. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിന്റെ കസ്റ്റഡിയും മാനേജ്മെന്റും ആർക്കാണ്? RBIക്കാണ്. അടുത്തൊരു കോൺസെപ്റ്റ് ആണ് കറൻസി ഡെപ്പോസിറ്റ് റേഷ്യോ. എന്താണ് കറൻസി ഡെപ്പോസിറ്റ് റേഷ്യോ? കറൻസി ഡെപ്പോസിറ്റ് റേഷ്യോ എന്താണ് കറൻസി ഡെപ്പോസിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ മണി ഹെൽഡ് ബൈ പബ്ലിക് ഇൻ കറൻസി ടു ദ ഡെപ്പോസിറ്റ് ദേ ഹോൾഡ് ഇൻ ബാങ്ക്. ഇറ്റ് ക്യാൻ ബി റിട്ടേൺ ആസ് CU ഡിവൈഡഡ് ബൈ DD. അതായത് ആളുകളുടെയുള്ള കറൻസി അതും ഡെപ്പോസിറ്റ് ബാങ്കുകളുള്ള ഡെപ്പോസിറ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് റേഷ്യോ ആണ് എന്ന് പറയുന്നത് CDR അല്ലെങ്കിൽ കറൻസി ഡെപ്പോസിറ്റ് റേഷ്യോ. കറൻസി ഡെപ്പോസിറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു കറൻസി ആളുകളുടെ കറൻസി ഇൻ സർക്കുലേഷൻ ടു എന്താണ് ഡെപ്പോസിറ്റ് ഹോൾഡ് ബൈ പബ്ലിക്. ഓക്കെ, അതാണ് CDR. റിസർവ് ഡെപ്പോസിറ്റ് റേഷ്യോ എന്താണ്? റിസർവ് ഡെപ്പോസിറ്റ് റേഷ്യോ. The ratio between reserve money and total deposit of commercial bank is called reserve deposit ratio. Reserve deposit ratio. അതായത് റിസർവ് മണിയും അതായത് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ റിസർവ് മണിയും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കിലുള്ള ടോട്ടൽ ഡെപ്പോസിറ്റും തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത്? റിസർവ് ഡെപ്പോസിറ്റ് റേഷ്യോ. റിസർവ് ബാങ്കിലുള്ള കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ റിസർവ്സും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കിലുള്ള ടോട്ടൽ ഡെപ്പോസിറ്റും തമ്മിലുള്ള ആ ഒരു റേഷ്യോ ആണ് റിസർവ് ഡെപ്പോസിറ്റ് റേഷ്യോ. RDR is equal to R divided by DD. റിസർവ് ഡെപ്പോസിറ്റ് റേഷ്യോ രണ്ട് ടൈപ്പ് ഉണ്ട്. ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. എന്താണ് ക്യാഷ് റിസർവ് റേഷ്യോ? ഫ്രാക്ഷൻ ഓഫ് റിസർവ് മണി കെപ്റ്റ് ഇൻ RBI ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക് ആസ് എ റേഷ്യോ ഓഫ് ദർ ഡെപ്പോസിറ്റ്. നമ്മൾ പഠിച്ചില്ലേ? എന്താണ് 5% ഡിമാൻഡ് ഡെപ്പോസിറ്റിന്റെ 5% കുറയാതെയും ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ 2% കുറയാതെയും കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്ത് ചെയ്യണം? RBI റിസർവ് വെക്കണം. അതിനെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. സ്റ്റാറ്റ്യൂട്ടറി റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്ത് ചെയ്യണം? അവരുടെ ഡെപ്പോസിറ്റുകളുടെ ഒരു പ്രത്യേക ഫ്രാക്ഷൻ, പ്രത്യേക പാർട്ട്, ഗവൺമെന്റ് പറയുന്ന പാർട്ട് അല്ലെങ്കിൽ RBI പറയുന്ന പാർട്ട് സ്പെസിഫിക് ലിക്വിഡ് അസറ്റുകൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് ഡെപ്പോസിറ്റുകളുടെ ഒരു ഇത്ര പെർസെന്റേജ് സ്പെസിഫിക് ലിക്വിഡ് അസറ്റുകളിൽ ബാങ്കുകൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതിനാണ് SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്ത കോൺസെപ്റ്റ് ആണ് സ്റ്റെറിലൈസേഷൻ ബൈ RBI. സ്റ്റെറിലൈസേഷൻ ബൈ RBI. Sterilization by RBI, intervention by the monetary authority of a country in the money market to keep the money supply stable against external shock is known as sterilization. അതായത് ഫോറിൻ മാർക്കറ്റിൽ വരുന്ന പ്രശ്നങ്ങൾ, ഫോറിൻ എക്സ്ചേഞ്ച് കൂടുക, ഫോറിൻ എക്സ്ചേഞ്ച് കുറയുക, ഫോറിൻ മാർക്കറ്റിൽ വരുന്ന ഇഷ്യൂസ് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ എക്കണോമിയെ ബാധിക്കും. അങ്ങനെ നമ്മുടെ മണി മാർക്കറ്റിനെ ഫോറിൻ ഷോക്സ്, എക്സ്റ്റേണൽ ഷോക്സ്, അതായത് ഫോറിൻ എക്സ്ചേഞ്ച് ഇൻഫ്ലോ കൂടുന്നു അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ കൂടുന്നു, ഇതൊക്കെ നമ്മളെ എന്ത് ചെയ്യും? നമ്മുടെ മണി മാർക്കറ്റിനെ അഫക്ട് ചെയ്യും. ഇങ്ങനെ അഫക്ട് ചെയ്യാതെ കൺട്രോൾ ചെയ്യുന്ന രീതിയാണ് അല്ലെങ്കിൽ RBI കൺട്രോൾ ചെയ്യുന്ന രീതിയാണ് എന്ന് വിളിക്കുന്നത് സ്റ്റെറിലൈസേഷൻ ബൈ RBI എന്ന് വിളിക്കുന്നത്. When foreign exchange come to an economy, അതായത് നമ്മൾ 4 സെക്ടർ മോഡൽ വരുമ്പോൾ എന്തുണ്ടാവുന്നു? ഫോറിൻ സെക്ടർ ഉണ്ടാകുന്നു അല്ലെ? ഒരു ഗ്ലോബലൈസേഷൻ കഴിഞ്ഞ ശേഷം നമ്മുടെ ഓപ്പൺ മാർക്കറ്റ് എക്കണോമിയാണ് ഇന്ത്യയുടേത്. അപ്പൊ നമുക്ക് ഇവിടെ എന്തുണ്ട്? ഫോറിൻ എക്സ്ചേഞ്ചുകളും ഉണ്ട്. ഒരു എക്കണോമിയിലേക്ക് ഫോറിൻ എക്സ്ചേഞ്ച് വരുമ്പോഴത്തേന് എന്ത് കൂടും? സപ്ലൈ ഓഫ് മണി കൂടും അല്ലെ? സർക്കുലേഷനും ഡിമാൻഡും ഡെപ്പോസിറ്റും ഒക്കെ കൂടും. എന്ത് കൂടും? സപ്ലൈ ഓഫ് മണി കൂടുന്നു. അപ്പൊ എന്ത് ചെയ്യും? RBI എന്ത് ചെയ്യും? RBI ഗവൺമെന്റ് കൺട്രോൾ ചെയ്തിട്ട് സപ്ലൈ ഓഫ് മണിയെ കൺട്രോൾ ചെയ്യണം. കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഇൻഫ്ലേഷനും ഡിഫ്ലേഷൻസ് ഒക്കെ ഉണ്ടാകാം. കോൺസ്റ്റന്റ് ആയിട്ട് മണി സപ്ലൈ കൺട്രോൾ ചെയ്യണം. അതിന് ചെയ്യുന്ന മെഷേഴ്സ് ആണ് എന്ത്? സ്റ്റെറിലൈസേഷൻ ബൈ RBI എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് RBI ചെയ്യുന്ന മോണിറ്ററി പോളിസി, അതായത് മണി സപ്ലൈസും ഇൻഫ്ലേഷൻസും ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് RBI ചെയ്യുന്ന മെഷേഴ്സ് എന്തൊക്കെയാണ്? RBI ചെയ്യുന്ന ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്? ബാങ്ക് റേറ്റ്. എന്താണ് ബാങ്ക് റേറ്റ്? എക്സാമിന് ചോദിക്കും, ഒത്തിരി തവണ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് ബാങ്ക് റേറ്റ്.
It refers to the rate at which central bank lend money to commercial bank as a lender to last resort. നമ്മൾ lender to last resort പഠിച്ചു. സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യും, അല്ലെങ്കിൽ RBI കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് പണം ആവശ്യമായിട്ടുള്ള സമയത്ത് ലോൺ കൊടുക്കും. RBI എന്ത് ചെയ്യും, കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ലോൺ കൊടുക്കും. അപ്പോൾ RBI വാങ്ങുന്ന റേറ്റ്, ഇൻട്രസ്റ്റിനെയാണ് എന്ത് വിളിക്കുന്നത്, ബാങ്ക് റേറ്റ് എന്ന് വിളിക്കുന്നത്. സെൻട്രൽ ബാങ്ക് ഇൻക്രീസസ് ബാങ്ക് റേറ്റ് ഡ്യൂറിംഗ് ഇൻഫ്ലേഷൻസ്, റെഡ്യൂസസ് ഇറ്റ് ഇൻ ടൈംസ് ഓഫ് ഡീഫ്ലേഷൻ. അതായത് ഇൻഫ്ലേഷൻ സമയത്ത് എക്കണോമിയിൽ പ്രൈസ് കൂടി നിൽക്കുന്നു, പണം കൂടി നിൽക്കുന്ന ഒരു അവസ്ഥ. ഇൻഫ്ലേഷൻ സമയമാകുമ്പോൾ എന്ത് ചെയ്യും, പണം കൂടുതലല്ലേ, മണി സപ്ലൈ കൂടുതലാണ്. മണി സപ്ലൈ കൂടുമ്പോൾ അത് കുറയ്ക്കണം. അപ്പൊ എന്ത് ചെയ്യും, RBI എന്ത് ചെയ്യും, ഈ ബാങ്ക് റേറ്റ് കൂട്ടും. അതായത് ബാങ്കുകൾക്ക് ലോൺ കിട്ടാത്തൊരവസ്ഥയാക്കി മാറ്റും. ഓക്കെ, ഇനി തിരിച്ചാണെങ്കിലോ, ഡിഫ്ലേഷൻ വരുന്ന സമയത്തോ അല്ലെങ്കിൽ മണി സപ്ലൈ കുറഞ്ഞിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, കുറയ്ക്കും. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, OMO ചെയ്യും. It refers to buying and selling of security by central bank from or to the public and commercial bank. അതായത് സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യും, പബ്ലിക്കിന്റെ കയ്യിൽ നിന്നോ ബാങ്കുകളുടെ കയ്യിൽ നിന്നോ സെക്യൂരിറ്റീസ് വാങ്ങുകയോ അല്ലെങ്കിൽ അവർക്ക് സെക്യൂരിറ്റീസ് വിൽക്കുകയും ചെയ്യും. ഇതുവഴി എന്ത് ചെയ്യും, മോണിറ്ററി കൺട്രോൾ ചെയ്യുന്ന ഒരു മെഷറാണ് എന്താ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഗവൺമെന്റ്, അതായത് ഇൻഫ്ലേഷൻ കൂടുന്നു, അതായത് മാർക്കറ്റിൽ മണി സപ്ലൈ കൂടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ബാങ്കുകളെ കൊണ്ട് ഒക്കെ എന്ത് ചെയ്യിപ്പിക്കുന്നു, RBI ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വാങ്ങിപ്പിക്കുന്നു. അങ്ങനെ അവരുടെ കയ്യിലെ പണം കുറയ്ക്കുന്നു. പക്ഷെ തിരിച്ചാണെങ്കിലോ, ഡീഫ്ലേഷൻ വരുന്ന സമയത്തോ തിരിച്ചു വാങ്ങുന്നു. ബാങ്കുകളിലെ കുറെ സെക്യൂരിറ്റി ഉണ്ട്, ബാങ്കിന് പൈസയുടെ ആവശ്യമുണ്ട്, RBI ഇതെല്ലാം വാങ്ങി പൈസ കൊടുക്കുന്നു. ലീഗൽ റിസർവ് റേഷ്യോ, RBI can influence the credit creation power of commercial bank by making changes in CRR and SLR. Cash reserve ratio, statutory liquidity ratio, ഇതിന് ചേഞ്ച് വരുത്തും. ഇതിന്റെ ഒരു റേഷ്യോക്ക് അല്ലെ പെർസെന്റേജിന് ആര് ചേഞ്ച് വരുത്തും, RBI ചേഞ്ച് വരുത്തും. എന്തിനു വേണ്ടി, കൺട്രോൾ ചെയ്യാനായിട്ട്. ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റുട്ടറി റിസർവ് റേഷ്യോ പഠിച്ചല്ലേ. ലാസ്റ്റ് ചാപ്റ്റർ പഠിക്കാനായിട്ടുള്ള ടോപ്പിക്കാണ് ഡിമോണിറ്റൈസേഷൻ. എന്താണ് ഡിമോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാല്, ഡിമോണിറ്റൈസേഷൻ പണം പിൻവലിച്ചു അല്ലെ, നോട്ട് നിരോധനം. Then demonetization was a new initiative taken by Government of India on November 8, 2016 to tackle the problems of corruption, black money, terrorism and circulation of fake currency in the economy. അതായത് നമ്മുടെ എക്കണോമിയിൽ അഫക്ട് ചെയ്തുകൊണ്ടിരുന്ന പ്രശ്നം, നമ്മുടെ സാമ്പത്തിക മേഖല അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രശ്നമാണ് കറപ്ഷൻ, അഴിമതി. ദെൻ ബ്ലാക്ക് മണി, കള്ളപ്പണം, പിന്നെ ടെററിസം, തീവ്രവാദം, പിന്നെ സർക്കുലേഷൻ ഓഫ് ഫേക്ക് കറൻസി, കള്ളനോട്ട്. ഇങ്ങനെയുള്ള ഇഷ്യൂസ് നമ്മുടെ എക്കണോമിയിൽ വളരെ അധികം ഉണ്ടായിരുന്നു. ഇതിനെ പിടിച്ചടക്കാനും ഇത് ഒഴിവാക്കാനായിട്ടും നമ്മുടെ ഗവൺമെന്റ് ചെയ്ത ഒരു മെഷറാണ് എന്ന ഡേറ്റ് ഓർത്തിരിക്കണം. ഡേറ്റ് MCQ November 8, 2016. 2016 നവംബർ 8 എന്ത് ചെയ്തു, നമ്മുടെ ഗവൺമെന്റ് ഡിമോണിറ്റൈസേഷൻ, നോട്ട് നിരോധിച്ചു. എന്താ ചെയ്തത്, the old currency note of 500 and 1000, പഴയ 500 1000 നോട്ടുകൾ എന്ത് ചെയ്തു, നോ ലീഗൽ ടെൻഡർ, എന്താണ് അതിന് നിയമസാധ്യതയില്ല, അത് പിൻവലിച്ചു എക്കണോമിയിൽ നിന്ന്. എന്നിട്ട് എന്ത് ചെയ്തു, പുതിയ 500-ന്റെയും 2000-ന്റെയും നോട്ടുകൾ ലോഞ്ച് ചെയ്തു. Public was advised to deposit all currency note in their bank account until 31st December 2016 without any declaration and up to 31st 17 with a declaration to RBI. അതായത് 2016 ഡിസംബർ 31 വരെ പബ്ലിക്കിന്റെ കയ്യിൽ പഴയ നോട്ടുകൾ ഉണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്തു, 2017 മാർച്ച് 31 വരെ സമയം കൊടുത്തു. പഴയ നോട്ടുകൾ എന്ത് ചെയ്യണം, അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാനായിട്ട്. Further to avoid a complete breakdown and cash crunch, the government had allowed the exchange of ₹4,000 old currency for a new currency per person per day. അപ്പം പെട്ടെന്ന് ഇങ്ങനെ ആളുകൾക്ക് പ്രശ്നം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ക്രാഷ് ഉണ്ടാകുന്നു, എക്കണോമിയിൽ ഇഷ്യൂ ഉണ്ടാകാതിരിക്കാനായിട്ട് ഒരു ദിവസം ഒരു വ്യക്തിക്ക് 4000 രൂപ, പരമാവധി 4000 രൂപ മാറ്റാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആക്കി. ഓൾഡ് കറൻസി നോട്ട് വെർ അക്സെപ്റ്റബിൾ ആസ് എ ലീഗൽ ടെൻഡർ അറ്റ് പെട്രോൾ പമ്പ്. പഴയ നോട്ടുകൾ എവിടെയൊക്കെ കൊടുക്കായിരുന്നു, പെട്രോൾ പമ്പുകളില്, ഗവൺമെന്റ് ഹോസ്പിറ്റലുകളില്, പിന്നെ ഗവൺമെന്റ് ടാക്സ്, പവർ ബില്ല് അങ്ങനെയൊക്കെ അടയ്ക്കാനായിട്ടൊക്കെ എന്ത് കൊടുക്കായിരുന്നു, പഴയ നോട്ടുകൾ കൊടുക്കാനായിട്ട് സമ്മതിച്ചു. പക്ഷേ ഈ നോട്ട് നിരോധിച്ചുകൊണ്ട് പ്രയോജനവും ഉണ്ടായി, കുറച്ച് ദോഷങ്ങളും ഉണ്ടായി. എന്തൊക്കെയാണ് പ്രയോജനങ്ങൾ, എന്തൊക്കെയാണ് ദോഷങ്ങൾ നോക്കിക്കേ. വാട്ട് ആർ ദ മെറിറ്റ്, ഡിമോണിറ്റൈസേഷന്റെ മെറിറ്റുകൾ എന്തൊക്കെയാണ്? ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ വർ ബ്രോട്ട് ഇൻ ടു ടാക്സ് അംബിറ്റ്. അതായത് അത്രയും നാളും ആളുകളുടെ വരുമാനം, ഒത്തിരി പേരുടെ നമുക്ക് വരുമാനങ്ങൾ അറിയത്തില്ലായിരുന്നു, കൃത്യമായിട്ട് ഇൻകം ടാക്സ് ഒന്നും ഒത്തിരി പേരും അടയ്ക്കുന്നില്ലായിരുന്നു, അടയ്ക്കാൻ ലയബിൾ ആണെങ്കിലും ഒത്തിരി പേരും അടയ്ക്കുന്നില്ലായിരുന്നു. അപ്പൊ ആരൊക്കെയാണ് കൃത്യമായിട്ട് ലയബിൾ എന്ന കാര്യം അറിയാനായിട്ട് പറ്റി. ഒത്തിരി ആളുകൾക്ക് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വന്നു, ടാക്സിന്റെ ഒരു പ്രിവ്യൂയിലേക്ക് വന്നു. The major achievement of demonetization has that it had helped the government to track
ബ്ലാക്ക് മണി, കള്ളപ്പണം അല്ലെങ്കിൽ കള്ളപ്പണം കണ്ടുപിടിക്കാനായിട്ട് ഒത്തിരി സഹായിച്ചു. ഡിമോണിറ്റൈസേഷൻ ഈസ് ആൻ എഫക്റ്റീവ് കൗണ്ടർ മെഷർ അഗെയിൻസ്റ്റ് ഇല്ലീഗൽ ആക്ടിവിറ്റി, അതായത് ഫണ്ട് ടെററിസം, ഗാംബ്ലിംഗ്, പിന്നെ അസറ്റുകളുടെ വില കൂട്ടിയും കുറച്ചും കാണിക്കുക, ഗോൾഡ്, റിയൽ എസ്റ്റേറ്റ്, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് അതൊക്കെ ഒഴിവാക്കാനായിട്ട് സഹായിച്ചു. പീപ്പിൾ ഡിസ്ക്ലോസ് ദെയർ ഇൻകം ബൈ ഡെപ്പോസിറ്റ് മണി ഇൻ ദെയർ ബാങ്ക് അക്കൗണ്ട്, അതായത് ആളുകളുടെ കൈ പൈസ ഉണ്ടായിരിക്കും, കയ്യിൽ നോട്ടിരുന്ന ഗവൺമെന്റ് അറിയത്തില്ലല്ലോ. എന്ത് ചെയ്തു, ആളുകൾക്ക് ഇത് പണം മാറ്റണമെങ്കിൽ, പഴയ 500,000 ഉള്ളവർക്ക് മാറ്റണമെങ്കിൽ ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു, ആളുകളുടെ വരുമാനം ഗവൺമെന്റിന് അറിയാൻ പറ്റുന്നു. അതുവഴി ഗവൺമെന്റ് ഒത്തിരി ടാക്സ് റവന്യൂ ഉണ്ടായി. ദ ഇന്ത്യൻ എക്കണോമി ബിക്കം ക്യാഷ്ലെസ് ടു ഗ്രേറ്റ് എക്സ്റ്റെന്റ്, അതായത് ആളുകൾ ഡിജിറ്റൽ പേയ്മെന്റിലേക്ക് മാറാനായിട്ട് ഈ നോട്ട് നിരോധനം, ക്യാഷ്ലെസ് പേപ്പർ ക്യാഷ് യൂസ് ചെയ്യാതെയായി. ഇനി എന്താണ് ഡിസഡ്വാൻറ്റേജസ്? The demonetization has initially created chaos and frenzy among common people. ആളുകളുടെ പരിഭ്രാന്തിയും പ്രശ്നങ്ങളും സൃഷ്ടിച്ചു. പെട്ടെന്ന് ആൾക്ക് പേടിയായി, നമ്മുടെ കയ്യിലുള്ള പണം നഷ്ടമാകുമോ, ഈ ഞാൻ എന്ത് ചെയ്യും, ആകെ ഉള്ള ഒരു സമ്പാദ്യമാണ്, അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തു. Destruction of all currency unit and printing of new currency unit involve costs that have to be borne by government. If the costs are higher than the benefit, there is no use of demonetization. അതായത് ഗവൺമെന്റ് ഈ പഴയ കറൻസികൾ ആളുകളുടെ നിന്ന് വാങ്ങി നശിപ്പിച്ചു കളയണം, പുതിയ കറൻസികൾ പ്രിന്റ് ചെയ്യണം. അതിന് എക്സ്പെൻസ്, കോസ്റ്റ് കൂടുതലാണ്. നമ്മൾ നോട്ട് നിരോധിച്ചത് ഒരു ഉദ്ദേശത്തോടെയാണ്. അതിന്റെ ബെനിഫിറ്റ് അതിനേക്കാളും കൂടുതൽ കോസ്റ്റ് ആണ് എന്തിന് വരുന്നത്, ഈ ഡിമോണിറ്റൈസേഷൻ വരുന്നെങ്കിൽ നഷ്ടം. Many people kept cash as their black money was converted into other asset classes. അതായത് ബ്ലാക്ക് മണി ഉണ്ടായിരുന്ന ആളുകൾ എന്ത് ചെയ്തു, ബാങ്കുകളിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാതെ അത് റിയൽ എസ്റ്റേറ്റും ഗോൾഡ് ഒക്കെ ആക്കി മാറ്റി. ഡിമോണിറ്റൈസേഷൻ അവരെ എഫക്ട് ചെയ്തില്ല. ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ പഠിക്കാനുള്ളത്. ഒന്ന് ഓടിച്ചു നോക്കിക്കേ, ബാക്കിൽ നോക്കിക്കേ, എന്തൊക്കെ പഠിച്ചു. ഡിമോണിറ്റൈസേഷൻ, നോട്ട് നിരോധിച്ചു. എന്താണ്? November 8, 2016. ഏതൊക്കെ നോട്ട്? 500-ഉം 1000-ഉം. ഏതൊക്കെ വന്നു? 500-ഉം 2000-ഉം. ഓക്കെ, അതിന് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, അഡ്വാൻറ്റേജസ് ഉണ്ട്. ഓക്കെ, പിന്നെന്താണ്? RBIയുടെ മെഷേഴ്സ്, ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ്, ലീഗൽ റിസർവ് റേഷ്യോ SLR-ഉം CRR-ഉം, സ്റ്റെറിലൈസേഷൻ ബൈ RBI, റിസർവ് ഡെപ്പോസിറ്റ് റേഷ്യോ, കറൻസി ഡെപ്പോസിറ്റ് റേഷ്യോ, RBIയുടെ ഫങ്ഷൻസ്, ഹൈ പവേർഡ് മണി, ദെൻ ബാങ്കുകളുടെ ഫങ്ഷൻസ്. അടുത്ത എന്താണ്? സപ്ലൈ ഓഫ് മണി, M1, M2, M3, M4. M1, M2 നാരോ മണി, M3, M4 ബ്രോഡ് മണി, M1 ലിക്വിഡിറ്റി കൂടിയ മണി, M4 ലിക്വിഡിറ്റി കുറഞ്ഞ മണി, M3 അഗ്രിഗേറ്റ് മണി, മോണിറ്ററി റിസോഴ്സ്. പിന്നെ ഡിമാൻഡ് ഫോർ മണി, പ്രിക്വേഷണറി, സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻസ്. പിന്നെ എന്താണ്? ബാർട്ടർ സിസ്റ്റം, മണി. ഇതൊക്കെയല്ലേ പഠിച്ചത്? ഓർമ്മയില്ലേ? ഓക്കെ ആണോ? സെറ്റ് ആണോ? ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഡീൽ ചെയ്യത്തില്ലേ? ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ നമുക്ക് ഡീൽ ചെയ്യാം. അതിന് മുന്നേ ജസ്റ്റ് ഒരു ബ്രേക്കിന് പോയിട്ട് വരാം.
ഓക്കെ, ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ 4 ഇൻകം ഡിറ്റർമിനേഷൻ. എന്താണ് ചാപ്റ്റർ 4 ഇൻകം ഡിറ്റർമിനേഷൻ? ഓക്കെ, ഇൻകം ഡിറ്റർമിൻ ചെയ്യാൻ പോവാണ്. ആരുടെ ഇൻകം, എന്ത് ഇൻകം എന്നൊക്കെ ചാപ്റ്റർ തുറന്നാലേ നമുക്ക് അറിയത്തുള്ളൂ. അപ്പം ഇൻകം ഡിറ്റർമിനേഷൻ നിങ്ങളുടെ ചാപ്റ്റർ 4 ആണ് മാക്രോ എക്കണോമിക്സിൽ. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും, പ്രോബ്ലം ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ഇത്. ഓക്കെ, എക്സ് ആൻഡ് ആൻഡ് എക്സ് പോസ്റ്റ് രണ്ട് ടേംസ് ആണ്, എക്സ് ആൻഡ് ആൻഡ് എക്സ് പോസ്റ്റ്. ഓക്കെ, എക്സ് ആൻഡ് എക്സ് പോസ്റ്റ്. എന്താണ് എക്സ് ആൻഡ് എന്ന് പറഞ്ഞാൽ ദ പ്ലാൻഡ് ഓർ ഇന്റൻഡഡ് വാല്യൂ ഓഫ് എ വേരിയബിൾ ഈസ് കോൾഡ് എക്സ് ആൻഡ്. അതായത് നമ്മൾ കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കുന്നു. ഒരു പ്രീ പ്ലാനോടെ, ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? ഒരു വേരിയബിൾ, ഒരു ഫാക്ടറിനെ നമ്മൾ പ്രീ പ്ലാൻ ചെയ്യുന്നു, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? എക്സ് ആൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പം ആ പ്ലാൻ ചെയ്തത് എന്താണ്? അതിന്റെ ആക്ച്വൽ, അതായത് നമ്മൾ ഇത്രയും സെയിൽസ് ഉണ്ടാകും, എന്നാൽ എക്കണോമിയിൽ ഇത്രയും ആയിരിക്കും സേവിങ്സ്. ഒരു സ്പെസിഫിക് എമൗണ്ട് പറഞ്ഞിട്ട് പറയുന്നു ഇത്രയും ആയിരിക്കും എക്കണോമിയിൽ ഉണ്ടാകുന്ന സേവിങ്സ്. അത് നമ്മൾ പ്ലാൻ ചെയ്യുക. എക്കണോമിയിലെ പാസ്റ്റും കറന്റ് സിറ്റുവേഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയായിരിക്കും ഇത്രയും ആയിരിക്കും സേവിങ്. ദാറ്റ് ഈസ് എക്സ് ആൻഡ് എന്ന് പറയുന്നത്, എക്സ് ആൻഡ് സേവിങ്സ്. ദെൻ നമ്മൾ പക്ഷേ ആ ഒരു കഴിഞ്ഞു, നമ്മൾ ഏത് സ്പെസിഫിക് പീരീഡിലേക്കാണോ സേവിങ്സ് പറഞ്ഞത്, ആ പീരീഡ് കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു ആക്ച്വൽ വാല്യൂ കിട്ടും അല്ലേ? നമ്മൾ 2025-26 ഫിനാൻഷ്യൽ ഇയറിൽ ഇത്രയും ആയിരിക്കും സേവിങ്സ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ആസ് പെർ ദ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് നമ്മൾ സേവിങ്സ് ഇത്രയായിരിക്കും അസ്യൂം ചെയ്തു. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്യുന്നതിനെ അല്ലെങ്കിൽ ഇന്റന്റ് ചെയ്യുന്ന, നമ്മുടെ ഊഹിച്ച് നമ്മൾ എടുക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? എക്സ് ആൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും എക്സ്പോസ്റ്റ് എന്ന് പറഞ്ഞാല്? എക്സ്പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് യഥാർത്ഥത്തിൽ ഉണ്ടായത് 2025-26 ഫൈനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ആയ ശേഷം നമ്മൾ നോക്കുന്നു, നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ എന്താണ് മെഷർ ചെയ്യുന്നു, ഹൗ മച്ച് ഓഫ് സേവിങ്സ് ഇൻ ആൻ എക്കണോമി, ആ എക്കണോമി എത്ര സേവിങ്സ് ഉണ്ടായി. അതാണ് എന്ത്? ആ ആക്ച്വൽ അല്ലെങ്കിൽ റിയലൈസബിൾ വാല്യൂവിനെയാണ് എന്ത് വിളിക്കുന്നത്? എക്സ്പോസ്റ്റ് എന്ന് വിളിക്കുന്നത്. എക്സ്പോസ്റ്റ് ആൻഡ് എക്സ് ആൻഡ്. ഓക്കെ, 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പോസ്റ്റും എക്സ് ആൻഡേയും. ഓക്കെ, നമുക്ക് എക്സ് ആൻഡ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇൻകം ഡിറ്റർമിൻ ചെയ്യുക അല്ലെ? ഡിറ്റർമിൻ ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാൻഡ് ആണോ റിയലൈസ്ഡ് ആണോ? നമ്മൾ പ്ലാൻ ചെയ്യുക. എക്കണോമി തന്നെ പ്ലാൻ ചെയ്യുകയാണ് അല്ലെ? നമ്മളെല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുകയാണ്. അപ്പം എക്സ് ആൻഡ് ആണ് നമ്മളെല്ലാം പഠിക്കുന്നത്. നമ്മൾ ഇനി കുറെ പ്ലാനിങ് കാര്യങ്ങളെ പറ്റിയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഒരു പ്ലാനിങ് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇനിയും കാണാനും കേൾക്കാനും പോകുന്നത്. അപ്പൊ എക്സ് ആൻഡ് കൺസപ്ഷൻ. ഒരു എക്കണോമിയിൽ എന്തുണ്ട്? നമ്മൾ പഠിച്ചു കൺസപ്ഷനും ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. നമ്മൾ ഇതെല്ലാം ഈ ചാപ്റ്റർ ഡീൽ ചെയ്യുന്ന അസ്യൂം ചെയ്യുന്നത് എന്ത് തരം എക്കണോമി ആണെന്ന് ഓർത്തോണം. ഒരു 2 സെക്ടർ, എന്തെന്നാടെ, ഒരു 2 സെക്ടർ എക്കണോമിയെ പറ്റിയാണ് ഡീൽ ചെയ്യുന്നത്. എന്താണ് ഡീൽ ചെയ്യുന്നത്? 2 സെക്ടർ എക്കണോമി. 2 സെക്ടർ എക്കണോമി എന്ന് പറഞ്ഞാൽ അവിടെ ആരൊക്കെ ഉണ്ട്? ഫേം ഉണ്ട്, ഇൻഡിവിജ്വൽ ഉണ്ട് അല്ലെ? ഫേം അല്ലെ ഇൻഡിവിജ്വൽ ഓർ ഹൗസ് ഹോൾഡ് ഉണ്ട്. ഒരു 2 സെക്ടർ എക്കണോമിയെ പറ്റിയാണ് ഡീൽ ചെയ്യുന്നത്. there are no government, there are no ഫോറിൻ സെക്ടറോ ഗവൺമെന്റോ ഇല്ലാത്ത ഒരു 2 സെക്ടർ എക്കണോമി മോഡലിനെ പറ്റിയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഫേം ആൻഡ് ഹൗസ് ഹോൾഡ് ഉള്ള ഒരു എക്കണോമിയെ പറ്റിയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ആ എക്കണോമിയിൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു കൺസപ്ഷൻ ഉണ്ടാകും, അവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകും അല്ലെ? വൺ ഓഫ് ദി പാർട്ടി കൺസ്യൂം ആൻഡ് വൺ അതർ പാർട്ടി ഇൻവെസ്റ്റേഴ്സ്. ഒരു പാർട്ടി കൺസ്യൂം ചെയ്യുകയും ഒരു പാർട്ടി ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു അല്ലെ? അപ്പം എക്സ് ആൻഡ് ആണ്, നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്, ഒരു ഇന്റന്റ് ചെയ്യുകയാണ് കൺസംപ്ഷനെ പറ്റി ഇന്റന്റ് ചെയ്യുകയാണ്. എന്താണ് എക്സ് ആൻഡ് കൺസംപ്ഷൻ പറയുന്നത്? ദ പ്ലാൻഡ് വാല്യൂ ഓഫ് കൺസംപ്ഷൻ ഇൻ ആൻ എക്കണോമി ഈസ് കോൾഡ് എക്സ് ആൻഡ് കൺസംപ്ഷൻ. ഒരു എക്കണോമിയിലെ കൺസംപ്ഷൻ എത്ര നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്. അതായത് എക്കണോമിയിൽ എത്ര കൺസപ്ഷൻ ഉണ്ടാകുമെന്ന് നമ്മൾ വാല്യൂ ചെയ്യുന്നതിനെയാണ്, പ്ലാൻ ചെയ്യുന്നതിനെയാണ്, ഡിറ്റർമൈൻ ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? എക്സ് ആൻഡ് കൺസപ്ഷൻ. എക്സ് ആൻഡ് എന്ന് പറയാൻ കാരണമാണ് ദറ്റ് ഈസ് പ്ലാൻഡ് ആയതുകൊണ്ട് നമ്മൾ എക്സ് ആൻഡ് കൺസപ്ഷൻ എന്ന് പറയുന്നു. People spend the major portion of income for the consumption and rest for the savings.
അതായത് എനിക്കൊരു വരുമാനമുണ്ട്, എനിക്ക് മന്ത്ലി ഒരു സാലറി കിട്ടി കഴിയുമ്പോഴത്തേന് എന്താണ് ഞാൻ ചെയ്യുന്നത്? എന്താ എന്റെ ആവശ്യങ്ങൾ ഞാൻ നിറവേറ്റും, ഞാൻ കൺസപ്ഷൻ യൂസ് ചെയ്യും. എന്റെ എക്സ്പെൻസിനെ മീറ്റ് ചെയ്യത്തില്ലേ? എനിക്ക് കുറെ കാര്യങ്ങളില്ലേ, അവസാനം സേവ് ചെയ്യാനൊന്നും വരത്തില്ല. പക്ഷെ എന്ത് ചെയ്യും, നമ്മൾ ഒരു പാർട്ട് സേവ് ചെയ്യും. എക്കണോമിയിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു വ്യക്തിക്ക് ഒരു ഇൻകം ഉണ്ടായി കഴിഞ്ഞാൽ അയാള് എന്ത് ചെയ്യും? അയാളുടെ എക്സ്പെൻസുകൾ കൺസപ്ഷന് വേണ്ടി ഉപയോഗിച്ച് അയാളുടെ എക്സ്പെൻസുകളെ മീറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിട്ട് ബാക്കി വന്ന ഭാഗം എന്ത് ചെയ്യും? സേവ് ചെയ്ത് വെക്കും. ബാക്കി വന്ന ഭാഗം സേവ് ചെയ്യും. 2 ദിവസത്തേക്കാണെങ്കിൽ അത് സേവിങ്സ് ആണ്, സേവ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് ഇൻകം എങ്ങനെയാണ് ഇൻകത്തിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഇൻകം ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ Y ആൻഡ് കൺസപ്ഷൻ ബൈ C ആൻഡ് S സേവിങ്സ്. ഓക്കെ, ഇൻകം എന്താണ്? ഒരു വ്യക്തിക്ക് ഇൻകം കിട്ടുമ്പോൾ അതിന്റെ ഒരു പാർട്ട് കൺസ്യൂം ചെയ്യുകയും റെസ്റ്റ് പാർട്ട് എന്ത് ചെയ്യും? സേവിങ് ചെയ്യുകയും ചെയ്യും. Y is equal to C plus S. Y is equal to C plus S. Y is equal to C plus S. C for consumption, S for savings. ഇൻകം എന്ന് പറഞ്ഞാൽ കൺസ്യൂംഷൻ പ്ലസ് സേവിങ്സ് ആണ് വരുന്നത്. There is a functional relationship exists between the consumption and income. കൺസപ്ഷനും ഇൻകവും തമ്മിൽ ഒരു ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ഉണ്ട്. എന്താണ്? അതിനെയാണ് നമ്മൾ കൺസപ്ഷൻ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഇൻകവും അയാൾ കൺസ്യൂം ചെയ്യുന്നതും തമ്മിൽ, അയാളുടെ കൺസപ്ഷൻ പാറ്റേണും തമ്മിൽ ഒരു ബന്ധമില്ലേ? ഇൻകം ഉണ്ടെങ്കിലല്ലേ കൺസ്യൂം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇൻകം ഉണ്ടെങ്കിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്നു അല്ലെ? ഇൻകം കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൺസപ്ഷൻ കൂടത്തില്ലേ? വരുമാനം കൂടുമ്പോൾ നമ്മുടെ എക്സ്പെൻസുകൾ കൂടത്തില്ലേ? നമുക്ക് കുറെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റത്തില്ലേ? സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ല വോൺസ്. അപ്പൊ ഇൻകമും കൺസപ്ഷനും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. അത് നമ്മൾ പറയുന്നതിന് എന്താണ്? അതിനെയാണ് ആ ഒരു റിലേഷൻഷിപ്പിനെ നമ്മൾ പറയുന്നത് കൺസപ്ഷൻ ഫംഗ്ഷൻ ആണ്. അപ്പം ഒരു എക്കണോമിയിൽ ഉണ്ടാകുന്ന കൺസപ്ഷനെ നമ്മൾ പ്ലാൻ ചെയ്യണം. ഒരു പ്ലാൻഡ് വാല്യൂവിനെയാണ് എക്സ് ആൻഡ് കൺസപ്ഷൻ എന്ന് വിളിക്കുന്നത്. ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഇൻകത്തിന്റെ ഒരു ഭാഗം അയാൾ കൺസ്യൂം ചെയ്യുകയും ബാക്കിയുള്ള ഭാഗം അയാൾ സേവ് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇൻകം ഈസ് ഈക്വൽ ടു കൺസപ്ഷൻ പ്ലസ് സേവിംഗ് എന്ന് പറയുന്നു. ദെൻ ഒരു വ്യക്തിയുടെ ഇൻകവും കൺസപ്ഷനും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, ഒരു ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് ഫംഗ്ഷൻ, മാത്തമാറ്റിക്സിൽ ഫംഗ്ഷൻസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്തമാറ്റിക്സ് ഉള്ള സ്റ്റുഡൻസിന് അറിയാം ഫംഗ്ഷൻസ് എന്ന് കേൾക്കാറുണ്ട് അല്ലെ? ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ അതിനെന്ത് വിളിക്കും? കൺസപ്ഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് വിളിക്കും. അപ്പം ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ consumption and income is called as consumption function or propensity to consume എന്ന് വിളിക്കും. മാത്സ് പ്രകാരം അതിനെ എങ്ങനെ എഴുതും? ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യും. C is equal to consumption is equal to F of Y. Yയുടെ ഇത്രയും ഭാഗമായിരിക്കും നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. this much fraction of income is consumed അല്ലെ? C is equal to Y of F of Y. C is equal to F of Y എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? എക്സ് ആൻഡ് കൺസപ്ഷൻ, പ്ലാന്റ് വാല്യൂ ഓഫ് എക്കണോമിയിലെ പ്ലാന്റ് വാല്യൂ ഓഫ് കൺസപ്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സ് ആൻഡ് കൺസപ്ഷൻ എന്ന് വിളിക്കുന്നത്. കൺസപ്ഷനും ഇൻകവും തമ്മിൽ ഒരു ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അതിനെ എന്ത് വിളിക്കും? കൺസപ്ഷൻ ഫംഗ്ഷൻ എന്നോ അല്ലെങ്കിൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്നോ വിളിക്കും. ഫംഗ്ഷണൽ എന്ന് വിളിക്കും, പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്നോ വിളിക്കും. അതിനെ മാത്തമാറ്റിക്സിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? C is equal to F of Y. C is equal to F of Y. C is equal to F of Y എന്ന് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, the ratio between consumption and income is called average propensity to consume. അതായത് ഒരു വ്യക്തിയുടെ കൺസപ്ഷനും ഇൻകവും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കാണിക്കും അല്ലെ? അപ്പം ഒരു വ്യക്തിക്ക് 10 രൂപ ഇൻകം കിട്ടി, അയാള് എത്ര 8 രൂപ കൺസ്യൂം ചെയ്തു, 8 രൂപയുടെ എക്സ്പെൻസുകളെ മീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചു. അപ്പൊ റേഷ്യോ എന്താണ്? 8:10 അല്ലെങ്കിൽ എന്ത് പറയാൻ പറ്റും? 4:5 എന്ന് വിളിക്കും. ആ ഒരു റേഷ്യോ ആണ് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് വിളിക്കുന്നത്. ഒരു കൺസപ്ഷനും ഇൻകവും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ കൺസപ്ഷനും ഇൻകവും തമ്മിലുള്ള ആ ഒരു റേഷ്യോയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, APC എന്ന് വിളിക്കും. APC എന്ന് വിളിക്കും. അടുത്തത്, ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഇൻകവും സേവിങ്സും ഉണ്ടല്ലേ? ഒരു വ്യക്തിക്ക് ഇൻകം കിട്ടുമ്പോൾ ബാക്കി കൺസ്യൂം ചെയ്യുന്നതിന്റെ ബാക്കി ഭാഗം എന്ത് ചെയ്യും? സേവ് ചെയ്യും. അപ്പം ആ സേവിങ്സും ഇൻകവും തമ്മിലുള്ള റേഷ്യോനെ നമ്മൾ എന്ത് വിളിക്കും? ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് വിളിക്കും. ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവിങ്സ് എന്ന് വിളിക്കും. അപ്പം ഒരു വ്യക്തിയുടെ കൺസപ്ഷനും ഇൻകവും തമ്മിലുള്ള റേഷ്യോ എന്ത് വിളിക്കും? ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്നും ഒരു വ്യക്തിയുടെ സേവിങ്സും ഇൻകവും തമ്മിലുള്ള റേഷ്യോ എന്ത് വിളിക്കും? ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ് എന്നും വിളിക്കും. The ratio between change in consumption and change in income is called marginal propensity to consume. അതായത് ഒരു വ്യക്തിയുടെ ഇൻകത്തിന് വരുന്ന ചേഞ്ച് എന്തിനും ചേഞ്ച് ഉണ്ടാവും? കൺസപ്ഷൻ ചേഞ്ച് ഉണ്ടാകത്തില്ലേ? എന്റെ ഇൻകം, എനിക്കിപ്പോ മന്ത്ലി സാലറി 25K ആന്ന് വിചാരിക്കുക. ഓക്കെ, അതിൽ ഒരു 20K എന്റെ എക്സ്പെൻസുകൾക്ക് പോയിട്ട് 5K ഞാൻ സേവ് ചെയ്യുന്നു. എന്റെ ഇൻകം ഇൻക്രീസ് ആകുന്നു, എന്റെ ഇൻകം ഒരു 30K ആയി മാറുന്നു.
എന്തായിരിക്കും? അപ്പൊ എന്ത് ചെയ്യും? എന്റെ കൺസപ്ഷന്റെ ചെലവുകൾ കൂടി അല്ലെ. എനിക്കൊരു 22,000 ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി? 22,000 ചെലവാക്കാൻ തുടങ്ങി, കൺസ്യൂം ചെയ്യാൻ തുടങ്ങി. ബാക്കി 8K ഞാൻ സേവ് ചെയ്യുന്നു. ഇനി കുറയാണ്, എന്റെ ഇൻകം കുറഞ്ഞു, മര്യാദയ്ക്ക് പണിയെടുക്കാത്ത കാരണം എനിക്ക് എന്ത് ചെയ്തു? എന്റെ ഇൻകം കുറഞ്ഞു, 20K ആയെന്ന് വിചാരിച്ചു. അപ്പൊ എന്ത് ചെയ്തു? എന്റെ കൺസപ്ഷൻ കുറഞ്ഞു, 19K ആയി. ഓക്കെ, എന്റെ കൺസപ്ഷൻ 19K ആയി, 1K മാത്രം ഞാൻ സേവ് ചെയ്യുന്നു. അപ്പൊ എന്ത് വരും? ഇൻകത്തിന് വരുന്ന ചേഞ്ച് കൺസപ്ഷനും ചേഞ്ച് ഉണ്ടാക്കും, സേവിങ്സിനും ചേഞ്ച് ഉണ്ടാക്കും. ഇൻകത്തിന് വരുന്ന ചേഞ്ച് കൺസപ്ഷനും ചേഞ്ച് ഉണ്ടാക്കും, സേവിങ്സിനും ചേഞ്ച് ഉണ്ടാക്കും. അപ്പൊ ഇൻകത്തിന് വരുന്ന ചേഞ്ച് എങ്ങനെയാണ് കൺസപ്ഷനെ അഫക്ട് ചെയ്യുന്നത്? അത് ചേഞ്ച്, ആ ചേഞ്ച് ഇൻ ഇൻകം എങ്ങനെ ചേഞ്ച് ഇൻ കൺസപ്ഷനെ അഫക്ട് ചെയ്യും? ആ ഒരു റേഷ്യോ പറയുന്നതിനെ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. അത് ചേഞ്ച് ഇൻ മാർജിനൽ എന്ന വേർഡ്, മാർജിനൽ ചേഞ്ച് ടു വൺ ഫാക്ടർ അഫക്ടിങ് അനദർ ഫാക്ടർ അല്ലെ. ഇൻകത്തിന് വന്ന ചേഞ്ച് എങ്ങനെ കൺസപ്ഷനെ അഫക്ട് ചെയ്യും? ആ റേഷ്യോ പറയുന്നതാണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമർ. അടുത്തത് സേവിങ്സിന് വന്ന ചേഞ്ച് എങ്ങനെ ഇൻകത്തിന് വന്ന ചേഞ്ച് എങ്ങനെ സേവിങ്സിനെ അഫക്ട് ചെയ്തു? ഒരു വ്യക്തിയുടെ വരുമാനം കൂടി അല്ലെങ്കിൽ കുറഞ്ഞു, അത് എങ്ങനെ അയാളുടെ സേവിങ്സിനെ അഫക്ട് ചെയ്തു എന്ന് പറയുന്ന റേഷ്യോ ആണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്. അപ്പം 4 കാര്യങ്ങൾ പഠിച്ചു. എക്സാമിന് ചോദിക്കും. APC, APS, MPC, MPS എക്സാമിന് ചോദിക്കും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ 2 മാർക്കിനോ എല്ലാം ചോദിക്കും. അപ്പൊ എഴുതണം കേട്ടോ. എന്താണ് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമർ? ദ റേഷ്യോ between consumption and income is called average propensity to consumer. Average propensity to consume. നോക്കിക്കേ, average propensity to consume ന്റെ definition. The ratio between consumption and income is called average propensity to consumer. അടുത്ത രണ്ടാമത്തെ നോക്കിക്കേ, രണ്ടാമത്തെ എന്താണ്? The ratio between savings and income is called average propensity to save. Propensity to save പറഞ്ഞാൽ നാക്ക് ഉളുക്കുന്നു. The ratio between change in consumption. Consumption വരുന്ന ചേഞ്ച് എങ്ങനെ എന്തിനെ അഫക്ട് ചെയ്യും? ഇൻകത്തിന് വരുന്ന ചേഞ്ച് എങ്ങനെ കൺസപ്ഷനെ അഫക്ട് ചെയ്യും എന്ന് പറയുന്നതാണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമർ. അടുത്ത എന്താണ്? ഇൻകത്തിന് വരുന്ന ചേഞ്ച് എങ്ങനെ സേവിങ്സിന് വരും? ആ റേഷ്യോ പറയുന്നത് എന്താണ്? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്. APC, APS, MPC, MPS. ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് ഇവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. എന്ത് റിലേഷൻഷിപ്പ് ആണ് അവർ തമ്മിലുള്ളത്? MPCയുടെ വാല്യൂ MPSന്റെ വാല്യൂടെ ആഡ് ചെയ്താൽ ആൻസർ വിൽ ബി 1. MPS അപ്പൊ എന്താണ്? MPS കണ്ടുപിടിക്കാൻ 1ൽ നിന്ന് MPC കുറച്ചാൽ മതി. MPC കണ്ടുപിടിക്കാൻ 1ൽ നിന്ന് MPS കണ്ടുപിടിച്ചാൽ മതി. APS പ്ലസ് APC 1. അപ്പൊ അതുപോലെ തന്നെ APC കണ്ടുപിടിക്കാം, APS കണ്ടുപിടിക്കാം. ഓക്കെ, MPC എന്ന് പറഞ്ഞതാണ് ചേഞ്ച് ഇൻ കൺസപ്ഷൻ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഇൻകം. MPS എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ സേവിങ്സ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഇൻകം. APS എന്താണ്? APS എന്ന് പറയുമ്പോൾ സേവിങ്സ് ഡിവൈഡഡ് ബൈ ഇൻകം. APS എന്ന് പറയുമ്പോൾ കൺസപ്ഷൻ ഡിവൈഡഡ് ബൈ ഇൻകം. ഇക്വേഷൻസ് ഓർത്തോണേ. എക്സാൻഡേ കൺസപ്ഷൻ എന്തൊക്കെ വരും? ഓട്ടോണോമസ് കൺസപ്ഷൻ ഉണ്ട്, ഇൻകം ലെവൽ കൺസപ്ഷൻ ഉണ്ട്. അതായത് നമ്മള് എക്സാൻഡ് കൺസപ്ഷന്റെ ഫംഗ്ഷന്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇൻകം ഇല്ല, എനിക്ക് വരുമാനമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കാതിരിക്കുന്നുണ്ടോ? ഷെൽട്ടർ, എന്റെ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാവുന്നിരിക്കുന്നില്ലല്ലോ, എനിക്ക് എന്റെ എക്സ്പെൻസുകൾ നടന്നു പോകുന്നില്ലേ? അതായത് ഓട്ടോണോമസ് കൺസപ്ഷൻ ഉണ്ട്. 0 ഇൻകത്തിലും നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഒന്നെങ്കിൽ കടം മേടിച്ചാലേ മറ്റാരെങ്കിലും നമുക്ക് തരുന്നു. ഓക്കെ, 0 ഇൻകം ആയിരിക്കുമ്പോൾ നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. 0 ഇൻകം ആയിരിക്കുമ്പോഴും നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് എന്താണ് ഗ്രാഫ്? എക്സാൻഡയുടെ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എക്സാൻഡ കൺസപ്ഷന്റെ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് Y ആക്സിസിൽ നിന്നായിരിക്കും. ഓക്കെ, Y ആക്സിസിൽ നിന്നായിരിക്കും എക്സാൻഡയുടെ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അല്ല 0ൽ നിന്നല്ല, 0 അല്ല. ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? ഇൻകം 0 ആയിരിക്കുമ്പോഴും നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഓട്ടോണോമസ് കൺസപ്ഷൻ എന്ന് വിളിക്കുന്നത്. അതായത് 0 ഇൻകത്തിൽ നമുക്ക് എന്തുണ്ട്? കൺസപ്ഷൻ ഉണ്ട്. ദ ലെവൽ ഓഫ് കൺസപ്ഷൻ അറ്റ് ദ ഇൻകം ലെവൽ 0 ഇൻകം ഉള്ളപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു? കൺസ്യൂം ചെയ്യുന്നു. ഇൻകം 0 ഉള്ളപ്പോഴും നമ്മൾ കൺസ്യൂം ചെയ്യുന്നു. അതാണ് ഓട്ടോണോമസ് കൺസപ്ഷൻ. പിന്നെ ഇൻകം ഉണ്ടാകുമ്പോഴും നമ്മൾ കൺസപ്ഷൻ കൊടുക്കുന്നു. അതാണ് ഇൻകം ലെവൽ കൺസപ്ഷൻ. അപ്പം എക്സാൻഡേ കൺസപ്ഷൻ 2 ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ഓട്ടോണോമസ് കൺസപ്ഷൻ, അതായത് ഇൻകം 0 ആയിരിക്കുമ്പോഴും നമ്മൾ കൺസ്യൂം ചെയ്യുന്നു, ഇൻകം ഉണ്ടാകുമ്പോഴും നമ്മൾ കൺസ്യൂം ചെയ്യുന്നു. അപ്പൊ എക്സാൻഡേ കൺസപ്ഷനകത്ത് എന്തൊക്കെയുണ്ട്? ഓട്ടോണോമസ് കൺസപ്ഷൻ ലെവലും ഉണ്ട്, ഇൻകം ലെവൽ കൺസപ്ഷനും ഉണ്ട്. ഓക്കെ, കൺസപ്ഷന്റെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? C. ഇൻകം ലെവലിനെ ഡിനോട്ട് ചെയ്യുന്നത് CY.
സോറി സി ബാർ വരുവേ, സി ബാർ. കൺസപ്ഷനെ ഡിനോട്ട് ചെയ്യുന്ന സി, ഓട്ടോണോമസ് കൺസപ്ഷൻ സി, മേളിലൊരു ഹിന്ദി അക്ഷരം പോലെ ഒരു മേളിലൊരു തൂക്കിയിടുന്നുണ്ട്, സി ബാർ പ്ലസ് ഇൻകം ലെവൽ കൺസപ്ഷൻ എങ്ങനെയാണ്, സ്മോൾ ലെറ്റർ സി വൈ, സ്മോൾ ലെറ്റർ സി വൈ. ഈ സ്മോൾ ലെറ്റർ സി എന്ന് പറഞ്ഞാൽ എം പി സി ആണ് കേട്ടോ, എം പി സി. ഇക്വേഷൻ എങ്ങനെയാണ് ഒന്നുകൂടെ ഇക്വേഷൻ നോക്കിക്കേ. കൺസപ്ഷൻ ഫംഗ്ഷന്റെ ക്യാപിറ്റൽ ലെറ്റർ സി, അതിന് ഓട്ടോണോമസ് കൺസപ്ഷൻ സി ബാർ പ്ലസ് ഇൻകം ലെവൽ, ഇൻകം ഇത് സ്മോൾ ലെറ്റർ സി ആണ്. സ്മോൾ ലെറ്റർ സി ഉദ്ദേശിക്കുന്നത് എന്താണ്, എം പി സി കേട്ടോ. സ്മോൾ ലെറ്റർ സി എം പി സി ആണ് ഉദ്ദേശിക്കുന്നത്. സി is equal to സി ബാർ പ്ലസ് സി വൈ. സി ഫോർ സ്മോൾ സി ഫോർ എം പി സി, ഇത് ഇൻകം, ഇത് ഓട്ടോണോമസ് കൺസപ്ഷൻ. മാറിപ്പോയതേ. അപ്പോൾ എന്തുണ്ട്, ടു സെക്ടർ എക്കണോമിയില് രണ്ട് കാര്യങ്ങൾ നടക്കുന്നു അല്ലേ, ഒന്ന് കൺസപ്ഷനും രണ്ട് ഇൻവെസ്റ്റ്മെന്റും അല്ലെ, രണ്ട് സെക്ടേഴ്സ് ഇല്ലേ, ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഒരാൾ കൺസ്യൂം ചെയ്യുന്നു. എക്സ് ആൻഡ് ആഗ്രിഗേറ്റ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പം ഒരു ടു സെക്ടർ എക്കണോമിയിൽ എന്തൊക്കെയുണ്ട്, കൺസപ്ഷൻ ഉണ്ട്, കൺസപ്ഷനെ പറ്റി പഠിച്ചില്ലേ. ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത് എന്താണ്, കൺസപ്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ എക്സ് ആൻഡ് ആഗ്രിഗേറ്റ് ഇൻവെസ്റ്റ്മെന്റ്. എക്സ് ആൻഡ് ആഗ്രിഗേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇതാണ്, എക്സ് ആൻഡ് ആഗ്രിഗേറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. Ex ante investment is what investor plan or intended to invest at different level of income in economy. എക്കണോമിയില് പല ലെവലില് ഒരു എന്താണ്, ഒരു ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്, ഒരു വ്യക്തി എത്ര ഇൻവെസ്റ്റ് ചെയ്യും, ഡിഫറെന്റ് ലെവൽ ഓഫ് ഇൻകത്തിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യും, അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് എക്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. ഒരു ഇൻവെസ്റ്റർ ഡിഫറെന്റ് ലെവൽ ഓഫ് ഇൻകത്തിൽ, ഒരു എക്കണോമിയിലെ ഡിഫറെന്റ് ലെവൽ ഓഫ് ഇൻകത്തിൽ എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യും എന്ന് പറയുന്നതാണ് എന്ത്, എക്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. എക്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, പക്ഷെ നമ്മൾ അസ്യൂം ചെയ്യുന്നു എക്കണോമിക്സിൽ അസംഷൻസ്. എക്കണോമിക്സ് മൊത്തം ഊഹം, വെറുതെ കുറെ തിയറിയും ഉണ്ട് അല്ലെ. ഇതെല്ലാം എന്ന് പറയും, ഇതൊന്നും യഥാർത്ഥ പ്രാക്ടിക്കലി ഇതുപോലൊന്നും അല്ല, ഇതെല്ലാം ഒരു ഊഹാപോഹങ്ങളിലൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. പ്രാക്ടിക്കലിൽ ചേഞ്ച് വരാം, അത് നമ്മളോട്ട് പഠിക്കുവോ അതുമില്ല, എല്ലാം കുറെ ഊഹങ്ങൾ, അസംഷൻസ് പഠിച്ച് പോവുകയാണ്. അപ്പൊ എക്കണോമിക്സിൽ പറയുന്ന അനുസരിച്ച് എന്താണ്, ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ് ഓട്ടോണോമസ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ് ഓട്ടോണോമസ് ആണ്, അതായത് ഒരേപോലെയാണ്, ചേഞ്ച് വരുന്നില്ല. ഇൻകം ലെവലിന്, ഇൻകത്തിനനുസരിച്ച് എന്ത് ചേഞ്ച് വരുന്നില്ല, ഇൻകം മാറുന്നതനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റ് ചേഞ്ച് ചെയ്യുന്നില്ല. ഇൻവെസ്റ്റ്മെന്റ് സ്ട്രെയിറ്റ് ആയിട്ട്, ഇൻവെസ്റ്റ്മെന്റ് സ്റ്റഡി ആയിട്ട് പോകുന്നു. ഇൻവെസ്റ്റ്മെന്റ് സ്ട്രെയിറ്റ് സ്റ്റഡി ആയിട്ട് പോകുന്നു. ഇൻവെസ്റ്റ്മെന്റിന് ചേഞ്ച് വരുന്നില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്താണ്, ഇൻവെസ്റ്റ്മെന്റ് ഓട്ടോണോമസ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. എന്താണ് ഇൻവെസ്റ്റ്മെന്റ്, ഓട്ടോണോമസ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പം ഒരു ടു സെക്ടർ എക്കണോമിയിലെ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയായിരിക്കും, ഓട്ടോണോമസ് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. അടുത്തത് എക്സ് ആൻഡ് ആഗ്രിഗേറ്റ് ഡിമാൻഡ്. എക്സ് ആൻഡ് ആഗ്രിഗേറ്റ് ഡിമാൻഡ്. Aggregate demand is defined as the total demand for all final goods and services produced in an economy in an accounting year. അതായത് നമ്മൾ ഒരു ഗുഡ്സിനുണ്ടാകുന്ന, പ്രൊഡക്റ്റിനുണ്ടാകുന്ന ഡിമാൻഡിനെ പറ്റി പഠിച്ചു. അപ്പോൾ ഒരു എക്കണോമിയിലെ ടോട്ടൽ ഗുഡ്സിന്, ടോട്ടൽ സർവീസസിന് അല്ലെ, ഒരു എക്കണോമിയിലെ എല്ലാ ഫൈനൽ ഗുഡ്സിനും എല്ലാ സർവീസസിനും ഉണ്ടാകുന്ന ടോട്ടൽ ഡിമാൻഡ്. നമ്മൾ മൈക്രോ എക്കണോമിക്സിലാണ് എന്ത് പഠിച്ചത്, ഡിമാൻഡ് ഒക്കെ പഠിച്ചത്. ഡിമാൻഡ് നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ വെച്ചാണ് പഠിച്ചത്. നമ്മൾ മാംഗോ എക്സാമ്പിൾ എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫുഡിന്റെ എക്സാമ്പിൾ ഒക്കെയാണ് എടുത്തത്. ഒരു എക്കണോമിയിൽ കുറെ പ്രൊഡക്റ്റുകളുണ്ട്, കുറെ സർവീസ് ഉണ്ട്. ഇതിന്റെ എല്ലാം ടോട്ടൽ ഡിമാൻഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന്. ഒരു എക്കണോമിയിൽ പ്രൊഡ്യൂസ് ചെയ്ത, ഒരു എക്കണോമിയിൽ ഒരു അക്കൗണ്ടിങ് ഏരിയയിൽ പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ ഫൈനൽ ഗുഡ്സിന്റെയും എല്ലാ സർവീസസിന്റെയും ടോട്ടൽ ഡിമാൻഡിനെയാണ് എന്ത് വിളിക്കുന്നത്, ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. ബിക്കോസ് എന്താണ്, മൈക്രോ എക്കണോമിക്സ് എന്താ ഡീൽ ചെയ്യുന്നത്, ഇൻഡിവിജ്വൽ ആണെങ്കിൽ എക്കണോമി ആസ് എ ഹോൾ അല്ലെ, എക്കണോമി ടോട്ടലി വ്യൂ ചെയ്യുന്നതാണ് എന്താണ്, ഒരു ബേർഡ്സ് വ്യൂ പോയിന്റ് ആണ് എന്തിനുള്ളത്, മാക്രോ എക്കണോമിക്സ്. അതുകൊണ്ടാണ് ഒരു എക്കണോമിയിലെ എല്ലാ ഗുഡ്സിനും എല്ലാ സർവീസസിനും ഉണ്ടാകുന്ന ടോട്ടൽ ഡിമാൻഡിനെയാണ് ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. It is the average expenditure of economy on goods and services. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, ഒരു എക്കണോമിയില് ഗുഡ്സ് ആൻഡ് സർവീസസിന് ഉണ്ടാകുന്ന ടോട്ടൽ എക്സ്പെൻഡിച്ചറിനെയാണ് എന്ത് വിളിക്കുന്നത്, ഒരു എക്കണോമിയിൽ ഉണ്ടാകുന്ന ടോട്ടൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഈ എക്സ് ആൻഡ് ആഗ്രിഗേറ്റ് ഡിമാൻഡ്. അതായത് ഒരു ടു സെക്ടർ എക്കണോമിയിൽ എന്തൊക്കെ സംഭവിക്കുന്നു, ഒരു ടു സെക്ടർ എക്കണോമിയിൽ രണ്ട് സെക്ടേഴ്സ് ഉണ്ട്, ഹൗസ് ഹോൾഡ് അല്ലെ, പിന്നെ ആരുണ്ട് നമ്മുടെ ഫേം. ഇവർക്ക് രണ്ടുപേർക്കും എക്സ്പെൻസ് ഉണ്ടാകുന്നുള്ളൂ. അപ്പം ഹൗസ് ഹോൾഡിന് ഉണ്ടാകുന്ന എക്സ്പെൻസ് എന്താണ്, കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ. ഫേമിന് ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചർ എന്താണ്, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ. ഇതെന്താണ്, എക്സ് ആൻഡ് അല്ലേ നമ്മൾ പഠിച്ചേ, എക്സ് ആൻഡ് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചറും എക്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്
എക്സ്പെൻഡിച്ചറും. അതാണ് ഡിമാൻഡ്. ഒരു 2 സെക്ടർ എക്കണോമിയിൽ നമ്മൾ എക്സാൻഡ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അക്കൗണ്ടിങ് ഇയറിൽ എക്കണോമിയിലുള്ള എല്ലാ ഫൈനൽ ഗുഡ്സിനും എല്ലാ സർവീസസിനും വരുന്ന ടോട്ടൽ ഡിമാൻഡിനെയാണ് ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസസിന് വേണ്ടി ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചർ ആണ്. അല്ലെ? ഗുഡ്സ് ആൻഡ് സർവീസസിന് വേണ്ടി ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചേഴ്സ് ആണ്. ഫാക്ടർ സർവീസസ് കിട്ടുന്നു. ആർക്ക് കിട്ടുന്നു? ഫേമിന് കിട്ടുന്നു. അപ്പൊ അവർ സർവീസ് ചെയ്യുന്നു, അതിന് പ്രതിഫലമായിട്ട് അവർ കൊടുക്കുന്നു. അവർക്ക് ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചർ. ഹൗസ് ഹോൾഡ് കൺസ്യൂം ചെയ്യുന്ന വഴി, ഗുഡ്സ് ആൻഡ് സർവീസസ് കൺസ്യൂം ചെയ്യുന്ന വഴി അവർക്ക് എക്സ്പെൻസ് ഉണ്ടാകുന്നു. അങ്ങനെ ഒരു എക്കണോമിയിൽ ഉണ്ടാകുന്ന ടോട്ടൽ എക്സ്പെൻഡിച്ചറിനെയാണ് ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു 2 സെക്ടർ എക്കണോമി ആകുമ്പോൾ എന്തൊക്കെയാണ്? കൺസപ്ഷൻ എക്സ്പെൻഡിച്ചറും എന്താണ്? അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറുമാണ് ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ്? കൺസപ്ഷൻ എക്സ്പെൻഡിച്ചറും ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറും ഉണ്ടാകുന്നു. അപ്പൊ അതിന്റെ രണ്ടിന്റെ സമ്മാണ് ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. എക്സ് ആൻഡ് ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു സി പ്ലസ് ഐ. സി എന്താണ്? കൺസപ്ഷൻ. ഐ എന്താണ്? ഇൻവെസ്റ്റ്മെന്റ്. അതിന്റെ ഇക്വേഷൻ പഠിച്ചില്ലേ? സി കൺസപ്ഷൻ ഇക്വേഷൻ എന്താണ്? സി ബാർ പ്ലസ് സി വൈ പ്ലസ് ഐ ബാർ. അല്ലെ? നമ്മള് അറേഞ്ച് ചെയ്യണം. അതായത് ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഇക്വേഷൻ സി കൺസപ്ഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ്. അതിനകത്ത് കൺസപ്ഷൻ ഇക്വേഷൻ ആണ് സി ബാർ പ്ലസ് സി വൈ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് ഇക്വേഷൻ ഐ ബാർ. ഈ ബാറുകാരില്ലേ, ഓട്ടോണോമസ് രണ്ടുപേരില്ലേ, അവർ രണ്ടുപേരും എടുത്ത് സി ബാർ പ്ലസ് തോന്നട തെളിയാത്ത ഞാൻ എഴുതുന്നതിന്റെ കുഴപ്പമായിരിക്കാം. സി ബാർ പ്ലസ് വൈ ബാർ ഐ ബാർ പ്ലസ് സി വൈ. സി ബാർ പ്ലസ് ഐ ബാർ പ്ലസ് സി വൈ. ഓക്കെ, രണ്ട് ഓട്ടോണോമസ് കൺസെപ്ഷൻ ഉണ്ട്. അതിനെ ടോട്ടലി നമ്മൾ എടുക്കും സി ബാർ പ്ലസ് ഐ ബാർ ഓട്ടോണോമസ് എക്സ്പെൻഡിച്ചർ പ്ലസ് സി വൈ. എ ബാർ പ്ലസ് സി വൈ. ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഇക്വേഷൻ എ ബാർ പ്ലസ് സി വൈ. അപ്പൊ ഡിമാൻഡ് കഴിഞ്ഞു. ഒരു എക്കണോമിയിലെ ടോട്ടൽ ഡിമാൻഡിനെ പറ്റി പഠിച്ചു. 2 സെക്ടർ എക്കണോമിയിലെ ടോട്ടൽ ഡിമാൻഡിനെ പറ്റി പഠിച്ചു. സപ്ലൈ വേണ്ടേ? ഡിമാൻഡ് പിടിച്ച സപ്ലൈ വേണ്ടേ? മണി പിടിച്ചപ്പം മണി ഡിമാൻഡ് പിടിച്ചു, മണി സപ്ലൈ വേണ്ടേ? മണിയെ മാത്രം മതിയോ? സപ്ലൈ വേണ്ടേ? Aggregate supply is defined as total supply of all final goods and services produced in an economy in an accounting year. Definition നോക്കിയേ. aggregate demand aggregate supply definitions ഒരേപോലെ അല്ലേ? മറ്റേത് എന്താ പറഞ്ഞത്? aggregate demand is defined as the total demand for all final goods and services produced in an economy during an accounting year. അവിടെ എന്താണ്? ഡിമാൻഡ് പഠിച്ചു. ആ ഡിമാൻഡ് മാറ്റി സപ്ലൈ ആക്കിയാൽ ആഗ്രിഗേറ്റ് സപ്ലൈ ആയി. ആഗ്രിഗേറ്റ് സപ്ലൈ ഇസ് ഡിഫൈൻഡ് ആസ് ടോട്ടൽ സപ്ലൈ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ഇൻ ആൻ എക്കണോമി ഇൻ ആൻ ഇയർ. എന്താണ്? ഈ സപ്ലൈ ഉള്ളിടത്ത് ഡിമാൻഡ് ഇട്ടാൽ ഈ സപ്ലൈയുടെ അവിടെ ഡിമാൻഡ് ഇട്ടു, ഈ സപ്ലൈയുടെ അവിടെ ഡിമാൻഡ് ഇട്ടു, ഈ ഓക്കെ, അത് രണ്ടെണ്ണം ഇട്ട് കഴിഞ്ഞാൽ എന്തായി? അത് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഡെഫിനിഷൻ ആയി. ഒരു വെടിക്ക് രണ്ട് പക്ഷി. ഇതിനെന്ത് വിളിക്കും? ആഗ്രിഗേറ്റ് ഡിമാൻഡിനെ. അതായത് ആഗ്രിഗേറ്റ് ഡിമാൻഡ് നമ്മൾ എന്ത് പറയും? ഒരു എക്കണോമിയിൽ ഉണ്ടായ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആണ്. ഗുഡ്സ് ആൻഡ് സർവീസസിന് വേണ്ടി ഉണ്ടായ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആണെന്ന് പറഞ്ഞു. ഇവിടെ എന്ത് പറയുന്നു? ആഗ്രിഗേറ്റ് ഔട്ട്പുട്ട് ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു എക്കണോമിയിൽ പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ ഗുഡ്സിന്റെയും ഒരു അഗ്രിഗേറ്റ് വാല്യൂ, എത്ര ഫൈനൽ ഗുഡ്സ് ഉണ്ടായി, എത്ര സർവീസ് ഉണ്ടായി, അതിന്റെ വാല്യൂവിനെയാണ്, ആക്ച്വൽ ഔട്ട്പുട്ടിനെയാണ്, ടോട്ടൽ ഔട്ട്പുട്ടിനെയാണ് എന്ത് വിളിക്കുന്നത്? ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ആഗ്രിഗേറ്റ് ഇൻകം ഓഫ് ദ എക്കണോമി. ഒരു എക്കണോമിയിലെ ആഗ്രിഗേറ്റ് ഇൻകത്തിന് ഈക്വൽ ആയിരിക്കും എന്ത്? ആഗ്രിഗേറ്റ് സപ്ലൈ. ഓക്കെ, അതായത് ഒരു എക്കണോമിയിലെ സപ്ലൈ എന്തിന് ഈക്വൽ ആയിരിക്കും? അവിടുത്തെ ഇൻകത്തിന് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ആഗ്രിഗേറ്റ് സപ്ലൈ കർവിന്റെ MCQ ക്വസ്റ്റ്യൻ, ആഗ്രിഗേറ്റ് സപ്ലൈ കർവ് എപ്പോഴും ഒരു 45 ഡിഗ്രി ലൈൻ ആയിരിക്കും. ഒരു 45 ഡിഗ്രി ലൈൻ ആയിരിക്കും. ഇൻകം ഡിറ്റർമിനേഷൻ, അതായത് ഇൻകം ഡിറ്റർമിൻ ചെയ്യണം. അതായത് ഒരു എക്കണോമിയിലെ ഇൻകം ഡിറ്റർമിനേഷൻ പറഞ്ഞാൽ ഇക്വിലിബ്രിയം പോയിന്റ് കണ്ടുപിടിക്കണം. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകം ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം പോയിന്റ് കണ്ടുപിടിക്കാനാണ്. ഇക്വിലിബ്രിയം എന്താണ് നമ്മൾ പഠിച്ചിരുന്നു. എന്താണ്? ഡിമാൻഡ് ഈസ് ഈക്വൽ ടു സപ്ലൈ വരുമ്പോഴാണ് എന്ത് വരുന്നത്? ഇക്വിലിബ്രിയം പോയിന്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ആഗ്രിഗേറ്റ് ഡിമാൻഡും ആഗ്രിഗേറ്റ് സപ്ലൈയും ഈക്വൽ ആകുമ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? ഒരു മാർക്കറ്റില് ഇക്വിലിബ്രിയം ഉണ്ടാകുന്നത്. അപ്പം നോക്കിയേ, ഇക്വേഷൻ നോക്കിയേ. ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ആഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയണമെങ്കിൽ സപ്ലൈ ആകുമ്പോൾ ഇക്വിലിബ്രിയം ഉണ്ടാകുന്നു. ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഇക്വേഷൻ എ ബാർ പ്ലസ് സി വൈ ഇസ് ഈക്വൽ ടു ആഗ്രിഗേറ്റ് സപ്ലൈ എന്താന്ന് പറഞ്ഞേ? വൈ ഇൻകം ആണെന്ന് പറഞ്ഞു.
അല്ലേ? ഇനി y കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ a bar പ്ലസ് 1 മൈനസ് സി. ഒന്നുകൂടെ കാണിച്ചു തരാം എങ്ങനെ ഇക്വേഷൻ വന്നതെന്ന്. പിന്നെ പറയും സാർ ഇക്വേഷൻ എങ്ങനെ വന്നു എന്ന് പറഞ്ഞില്ല എന്ന് പുള്ളി ഉണ്ടായി പറഞ്ഞത്. അങ്ങനെ ഞാൻ എനിക്കെന്തിന് കുഴിവെട്ടുന്നു? AD = AS അല്ലെ? AD എന്ന് പറഞ്ഞാൽ എന്താണ്? C ബാർ പ്ലസ് നമ്മൾ ഷോർട്ട് പഠിച്ചല്ലോ, A ബാർ പ്ലസ് CY ആണ് എന്ത്? ആഗ്രിഗേറ്റ് ഡിമാൻഡ്. ആഗ്രിഗേറ്റ് സപ്ലൈഡ് ഇക്വേഷൻ എന്താണ്? Y. ഓക്കെ, Y എന്ന് പറഞ്ഞു. അപ്പം ആഗ്രിഗേറ്റ് ഡിമാൻഡ് = ഈ വൈയുടെ കൂടെ ഈ CY കൂടെ ഇങ്ങോട്ട് വന്നു. കോമൺ നോക്കി കഴിഞ്ഞാൽ Y കോമൺ ആണ്, 1 മൈനസ് സി എന്ന് പറഞ്ഞു. അത് ആഗ്രിഗേറ്റ് ഡിമാൻഡ് അല്ല, ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ = y ഓഫ് 1 മൈനസ് സി എന്ന് വന്നു. ഓക്കെ, നമുക്ക് y ഇൻകം ഡിറ്റർമിനേഷൻ ആയിട്ട് y വെളിയിലെടുക്കുക. ഇക്വിലിബ്രിയം, അതിന് എന്താണ്? വൈയുടെ മേളിൽ ഒരു സ്റ്റാറോടെ വരച്ചാൽ ഇക്വിലിബ്രിയം ഇൻകം ആയി. അപ്പം A ബാർ ബൈ 1 മൈനസ് സി. A ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? C ബാർ പ്ലസ് I ബാർ ഡിവൈഡ് ബൈ 1 മൈനസ് സി. ഓക്കെ, ഒരു ടു സെക്ടർ എക്കണോമിയില് എന്താണ് ഇൻകം ഡിറ്റർമിനേഷൻ ഇക്വിലിബ്രിയം പോയിന്റ് കണ്ടിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? C ബാർ പ്ലസ് I ബാർ ഡിവൈഡ് ബൈ 1 മൈനസ് സി. C ബാർ പ്ലസ് I ബാർ ഡിവൈഡ് ബൈ 1 മൈനസ് സി. എക്സസ് ഡിമാൻഡും ഡെഫിസിറ്റ് ഡിമാൻഡും, അതായത് ആഗ്രിഗേറ്റ് ഡിമാൻഡും ആഗ്രിഗേറ്റ് സപ്ലൈയും ഈക്വൽ ആകുമ്പോൾ, എന്താകും? ഇക്വിലിബ്രിയം പോയിന്റ് അല്ലെങ്കിൽ മാർക്കറ്റ് ഇക്വിലിബ്രിയം ആകും. ആഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുതലും ആഗ്രിഗേറ്റ് സപ്ലൈ കുറവാണ്. അതിന്റെ അർത്ഥം എന്താണ്? എക്സസ് ഡിമാൻഡ്. When aggregate demand is greater than aggregate supply, when aggregate demand is excess than aggregate supply, അതിനെ എക്സസ് ഡിമാൻഡ് എന്ന് വിളിക്കും. ആഗ്രിഗേറ്റ് സപ്ലൈ കൂടുതലും ആഗ്രിഗേറ്റ് ഡിമാൻഡ് കുറവാണ്. ആഗ്രിഗേറ്റ് സപ്ലൈ കൂടുതലും ആഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുതലാണെങ്കിൽ എക്സസ് സപ്ലൈ എന്നല്ല പറയുന്നത്, ഡെഫിസിറ്റ് ഡിമാൻഡ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഡെഫിസിറ്റ് ഡിമാൻഡ് എന്ന് വിളിക്കും. ഇനി രണ്ട് ഈക്വൽ ആണെങ്കിൽ എഫക്റ്റീവ് ഡിമാൻഡ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം എന്ന് വിളിക്കും. അപ്പോൾ ഈ ചാപ്റ്ററും നമ്മൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എന്താണ് ഈ ചാപ്റ്റർ പഠിച്ചേ? ഇത്രയാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് പ്രോബ്ലംസ്. ലാസ്റ്റ് കാണിച്ചു തരാം. ഇൻകം ഡിറ്റർമിനേഷൻ, എക്സ് ആൻഡ് എക്സ് പോസ്റ്റ്, എക്സ് ആൻഡ് കൺസപ്ഷൻ ഇക്വേഷൻ ആണ് C = F of Y. പിന്നെ APC, APS, MPC, MPS, പിന്നെ ഇക്വേഷൻ കൺസപ്ഷൻ ഫംഗ്ഷന്റെ ഇക്വേഷൻ, എക്സ് ആൻഡ് ആഗ്രിഗേറ്റ് ഇൻവെസ്റ്റ്മെന്റ് അതിന്റെ ഇക്വേഷൻ, എക്സ് ആൻഡ് ആഗ്രിഗേറ്റ് ഡിമാൻഡ് അതിന്റെ ഇക്വേഷൻ, എക്സ് ആൻഡ് ആഗ്രിഗേറ്റ് സപ്ലൈ അതിന്റെ ഇക്വേഷൻ. അതൊരു 45 ഡിഗ്രി ആയിരിക്കും. പിന്നെ എന്ത് കണ്ടുപിടിച്ചു? ഇക്വിലിബ്രിയം പോയിന്റ് കണ്ടുപിടിച്ചു. AD = AS ആകുമ്പോൾ A ബാർ, അതിന്റെ അർത്ഥം A ബാർ പ്ലസ് CY = I ബാർ, അല്ലെ സോറി Y എന്ന് വരും. അപ്പം A ബാർ = Y മൈനസ് CY. Y കോമൺ എടുക്കുമ്പോൾ Y ഓഫ് 1 മൈനസ് സി. അപ്പോൾ എന്ത് കിട്ടും? ഇക്വിലിബ്രിയം ഇൻകത്തിനെ കണ്ടുപിടിക്കാനായിട്ട് A ബാർ ഡിവൈഡ് ബൈ 1 മൈനസ് സി അല്ലെങ്കിൽ C ബാർ പ്ലസ് I ബാർ ഡിവൈഡ് ബൈ 1 മൈനസ് സി എന്ന് വിളിക്കും. ആഗ്രിഗേറ്റ് ഡിമാൻഡ് ആഗ്രിഗേറ്റ് സപ്ലൈയെക്കാളും കൂടുതലാകുമ്പോൾ, എക്സസ് ഡിമാൻഡ് എന്നും, ആഗ്രിഗേറ്റ് സപ്ലൈ ആഗ്രിഗേറ്റ് ഡിമാൻഡിനേക്കാളും കൂടുതലാകുമ്പോൾ ഡെഫിസിറ്റ് ഡിമാൻഡ് എന്നും, രണ്ടും ഈക്വൽ ആകുമ്പോൾ എഫക്റ്റീവ് ഡിമാൻഡ് എന്നും വിളിക്കുന്നു. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. അടുത്ത ചാപ്റ്റർ നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ്, ദേശീയ വരുമാനം കണക്കാക്കൽ. ഓക്കെ, അതിന് മുന്നേ ഒരു ബ്രേക്കിന് പോയിട്ട് വരാം. സ്റ്റേ ട്യൂൺ.
ബ്രേക്ക് കഴിഞ്ഞ എല്ലാവരും വന്നേ. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഏതാണ്? നോക്കി വായിക്കടേ. ചാപ്റ്റർ 3 നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, മാക്രോ എക്കണോമിക്സ് സെക്കൻഡ് ടേം പോർഷന്റെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ എത്തിയിരിക്കുകയാണ്. നമ്മള് 2 ചാപ്റ്റേഴ്സ് മാക്രോയിൽ നിന്ന് ഡിസ്കസ് ചെയ്തു. ലാസ്റ്റ് ചാപ്റ്റർ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, ദേശീയ വരുമാനം കണക്കാക്കൽ. ഓക്കെ, എന്താണ് ഈ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാല്? നാഷണൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഇൻകം ഇസ് ദ സം ടോട്ടൽ ഓഫ് മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ഇൻ ആൻ എക്കണോമി ഡ്യൂറിങ് എ ഫൈനാൻഷ്യൽ ഇയർ. ഒരു ഫൈനാൻഷ്യൽ ഇയർ, ഒരു സാമ്പത്തിക വർഷത്തില് ഒരു എക്കണോമിയില് പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ ഫൈനൽ ഗുഡ്സിന്റെയും എല്ലാ സർവീസസിന്റെയും മണി വാല്യൂനാണ് എന്ത് വിളിക്കുന്നത്? നാഷണൽ ഇൻകം എന്ന് വിളിക്കുന്നത്. ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഒരു രാജ്യത്ത് ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ആ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ ഫൈനൽ ഗുഡ്സും എന്താണ് ഈ ഫൈനൽ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഗുഡ്സ് യൂസ്ഡ് ഫോർ ദ ഫൈനൽ കൺസംപ്ഷൻ നോട്ട് അഗെയിൻ സബ്ജക്ട് ടു പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് കോൾഡ് ഫൈനൽ ഗുഡ്സ്. അതായത് ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തു, ഇനി അതിന് ഫർദർ പ്രൊഡക്ഷൻ ഒന്നും ഇല്ല, അത് മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള മെഷീൻസ് ഒക്കെ, ഓക്കെ, റെഫ്രിജറേറ്റർ എല്ലാ പ്രൊഡക്ഷനും കഴിഞ്ഞിരിക്കുവാണ്, അത് മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കാണ് ഇനി ഉപയോഗിക്കുന്നത്, അതിൽ യാതൊരു ഫർദർ പ്രൊഡക്ഷനും ഇല്ല. ഓക്കെ, ഫൈനൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഗുഡ്സ് ഫൈനൽ കൺസപ്ഷന് വേണ്ടിയാണ്. ഇനി അത് എന്ത് പർപ്പസിന് വേണ്ടിയാണോ നിർമ്മിച്ചത് ആ പർപ്പസിന് ഉപയോഗിക്കാം. അതിൽ ഇനി യാതൊരു പ്രോസസ്സിങ്ങോ ഒന്നും നടക്കുന്നില്ല. ഓക്കെ, അങ്ങനെയുള്ള ഗുഡ്സിനെയാണ് ഫൈനൽ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫൈനൽ ഗുഡ്സ്. അപ്പൊ ഒരു രാജ്യത്ത് ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ ഫൈനൽ ഗുഡ്സിന്റെയും, ഫൈനൽ ഗുഡ്സ് ആണ് പഠിച്ചില്ലേ, ഫൈനൽ ഗുഡ്സിന്റെയും അതുപോലെ സർവീസസിന്റെയും വാല്യൂ എന്ത് വരെയാണ്? മണി വാല്യൂ. അവരുടെ വാല്യൂനെ മണിയിൽ റെപ്രസെന്റ് ചെയ്യും. ബിക്കോസ് മണി ഇസ് ദ മെഷർ വാല്യൂ, അല്ലെ, കോമൺ മെഷർ വാല്യൂ ആണ് മണി. അപ്പൊ എന്ത് ചെയ്യും? മണി വാല്യൂ എടുത്ത് അതിന്റെ ടോട്ടൽ, അതിന്റെ സം കണ്ടുപിടിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? സം ടോട്ടൽ ആണ് എന്ത് വിളിക്കുന്നത്? നാഷണൽ ഇൻകം. അപ്പൊ ഒരു ഫൈനാൻഷ്യൽ ഇയറില് ഒരു രാജ്യത്തിന് പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ ഫൈനൽ ഗുഡ്സിന്റെയും സർവീസസിന്റെയും മണി വാല്യൂവിന്റെ സം ടോട്ടൽ ആണ് നാഷണൽ ഇൻകം അല്ലെങ്കിൽ ദേശീയ വരുമാനം എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ഇൻകം ഓഫ് പീപ്പിൾ ഓഫ് എ നേഷൻ ഡ്യൂറിംഗ് ദ ഇയർ. ഒരു രാജ്യത്തെ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ ആളുകളുടെ വരുമാനമാണ്, ഒരു വർഷം ഉണ്ടായ വരുമാനത്തെയാണ് നാഷണൽ ഇൻകം എന്ന് വിളിക്കുന്നത്. എന്താണ് ഫൈനൽ ഗുഡ്സ് എന്ന് പറഞ്ഞാല്? എന്താ ഫൈനൽ ഗുഡ്സ്? ഫൈനൽ ഗുഡ്സ് used for the final consumption not again subject to the process of production is called final goods. അതായത് ഫൈനൽ കൺസപ്ഷൻ അത് എന്ത് പർപ്പസിനാണോ പ്രൊഡ്യൂസ് ചെയ്ത് ആ പർപ്പസിന് മാത്രം ഇനി ഉപയോഗിക്കത്തുള്ളൂ. ആ ഗുഡ്സിന് മേൽ ഇനി യാതൊരു പ്രൊഡക്ഷൻ പ്രോസസ്സും നടക്കുന്നില്ല. ആ ടൈപ്പ് ഓഫ് ഗുഡ്സുകളെയാണ് ഫൈനൽ ഗുഡ്സ് എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്നത്. ഫൈനൽ ഗുഡ്സ് 2 ടൈപ്പ് ഉണ്ട്: കൺസപ്ഷൻ ഗുഡ്സ് ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ്. കൺസ്യൂമർ ഗുഡ് അല്ലെങ്കിൽ കൺസപ്ഷൻ ഗുഡ്സ്. ഗുഡ്സ് ആർ നോട്ട് സബ്ജക്ട് ടു ഫർദർ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ യൂസ്ഡ് ബൈ കൺസ്യൂമർ ഡയറക്ട്ലി. അതായത് ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തു, അതിന് മേൽ ഇനി യാതൊരു പ്രോസസ്സും നടക്കുന്നില്ല, അതിന് മേൽ യാതൊരു പ്രോസസ്സും ഇല്ല, അത് കൺസ്യൂമർ ഡയറക്ട്ലി കൺസ്യൂം ചെയ്യാൻ പോവാണ്, അത് കൺസ്യൂമർ ഡയറക്ട്ലി കൺസ്യൂം ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളതിനെയാണ് കൺസ്യൂമർ ഗുഡ്സ് അല്ലെങ്കിൽ കൺസപ്ഷൻ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. പെൻസിൽ പ്രൊഡ്യൂസ് ചെയ്തു, പേന എന്ത് ചെയ്തു? ഈ പേന കമ്പനി പ്രൊഡ്യൂസ് ചെയ്തു. ഇനി ഇതിനകത്ത് യാതൊരു പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടോ? ഈ പേന പാക്കറ്റ് വെളി ഇറങ്ങി, ഇനി എന്ത് ചെയ്യുന്നു? ആരെങ്കിലും വാങ്ങിക്കൊണ്ട് പോയിട്ട് ഇനി അതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ടോ? അതിന്റെ പ്രൊഡക്ഷൻ പ്രോസസ് കംപ്ലീറ്റ് ചെയ്തു. അതെന്താണ്? അത് ഇനി കൺസപ്ഷന് വേണ്ടിയുള്ള എന്ത് പർപ്പസിനാണോ അത് പ്രൊഡ്യൂസ് ചെയ്ത് ആ പർപ്പസിന് വേണ്ടിയാണ് ഇനി ഉള്ളത്. അതന്നെ കൺസ്യൂമർ ഡയറക്ട്ലി ഉപയോഗിക്കുന്നു. ഞാനാണ് കൺസ്യൂമർ, പേനയുടെ കൺസ്യൂമർ ഞാനല്ലേ, ഞാൻ വാങ്ങി എഴുതുന്നു, ഞാൻ ഡയറക്ട്ലി കൺസ്യൂം ചെയ്യുന്നു. അതാണ് കൺസ്യൂമർ ഓർ കൺസപ്ഷൻ ഫൈനൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്താണ് പ്രൊഡ്യൂസേഴ്സ് ഓർ ക്യാപിറ്റൽ ഗുഡ്സ്? അതായത് ഈ മിഷ്യൻസ്, ബിൽഡിങ്, ഇത് ഒരു ബിൽഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനൊരു എന്ത് പർപ്പസിനാണ്? ഷെൽട്ടറോ മറ്റോ എന്തെങ്കിലും ഫാക്ടറി ആക്കാനോ ഒരു പർപ്പസിന് വേണ്ടിയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ആ പ്രൊഡ്യൂസ് ചെയ്തു, ഇനി അതിൽ യാതൊരു പ്രൊഡക്ഷൻ പ്രോസസ് നടക്കുന്നില്ല, റിനോവേഷൻ ഒന്നും അല്ല, അത് പണികളെല്ലാം കംപ്ലീറ്റ് ആയി. ഇനി അത് എന്ത് പർപ്പസിന് വേണ്ടിയാണ് പ്രൊഡ്യൂസ് ചെയ്ത് അതിന് യൂസ് ചെയ്യാം, കൺസപ്ഷൻ യൂസ് ചെയ്യാം. ആ ഡയറക്ട്ലി ആണ് കൺസ്യൂം ചെയ്യുന്നത്? പേന പോലെ ഡയറക്ട്ലി കൺസ്യൂമേഴ്സ് കൺസ്യൂം ചെയ്യുന്നതാണോ? അല്ല. അങ്ങനെയുള്ളതിനാണ് പ്രൊഡ്യൂസർ ഗുഡ്സ് ഓർ ക്യാപിറ്റൽ ഗുഡ്സ്. മെഷീൻസ്, ബിൽഡിംഗ് ഒക്കെ വരും. ഓക്കെ, എന്താണ് ഇന്റർമീഡിയറ്ററി ഗുഡ്സ്? ഗുഡ്സ് യൂസ് ആസ് ആൻ ഇൻപുട്ട് ഫോർ പ്രൊഡ്യൂസിങ് അതർ ഗുഡ്സ് ആർ കോൾഡ് ഇന്റർമീഡിയറ്ററി ഗുഡ്സ്. ഒരു ഗുഡ്സ് ഉണ്ടാക്കാനായിട്ട് മറ്റൊരു ഗുഡ്സിനെ നമ്മൾ ഉപയോഗിക്കുന്നു. അതായത് എന്താണ്? പേപ്പർ ഫാക്ടറിക്കാർ വുഡ് യൂസ് ചെയ്യുന്നു, ഷൂ ഫാക്ടറിക്കാർ ലെതർ യൂസ് ചെയ്യുന്നു, റോ മെറ്റീരിയൽ. ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ മറ്റൊരു ഗുഡ്സ് ഉപയോഗിക്കുന്നു. ഒരു ഗുഡ്സിന്റെ പ്രൊഡക്ഷന് വേണ്ടി എന്താണ്? മറ്റൊരു ഗുഡ് ഇൻപുട്ട് ആയിട്ട് ഉപയോഗിക്കുന്നു, റോ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ,
ഷൂ ഉണ്ടാക്കാൻ ലെതർ എന്ന് പറഞ്ഞ ഗുഡ്സ് യൂസ് ചെയ്യുന്നു. അപ്പൊ എന്താണ്, അപ്പൊ ഷൂ ഫാക്ടറിയുടെ ഇൻപുട്ട് ആണ് ലെതർ അല്ലെ, അതിനെയാണ് ഇന്റർമീഡിയറ്ററി ഗുഡ്സ് വിളിക്കുന്നത്. ഓക്കെ, അടുത്തത് എന്താണ് ഇൻവെസ്റ്റ്മെന്റ്. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് 3-4 മാർക്കിന് ചോദിക്കുന്നതാണ്. Investment means capital formation. It is the addition to the existing stock of capital. It is flow variable. അതായത് ഒരു എക്കണോമിയിൽ ഒരു എക്കണോമിയിൽ എന്തുണ്ട്, ക്യാപിറ്റൽ ഇരിപ്പില്ലേ, ആ ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻവെസ്റ്റ്മെന്റ് വിളിക്കുന്നത്. ആ ക്യാപിറ്റൽ ഫോർമേഷനെയാണ് എന്ത് വിളിക്കുന്നത്, ഇൻവെസ്റ്റ്മെന്റ് വിളിക്കുന്നത്. ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാലോ ടോട്ടൽ ഡ്യൂറബിൾ ഓർ ക്യാപിറ്റൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ഡ്യൂറിംഗ് എ ഇയർ ഇൻ ആൻ എക്കണോമി ഈസ് കോൾഡ് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ്. ഒരു എക്കണോമിയില് ഒരു ഇയറിൽ പ്രൊഡ്യൂസ് ചെയ്ത ഡ്യൂറബിൾ ഗുഡ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സിന്റെ ആ ഒരു വാല്യൂവിനെയാണ് എന്ത് വിളിക്കുന്നത്, ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, അതായത് ഒരു എന്താണ്, ഓൾറെഡി ക്യാപിറ്റൽ ഉണ്ട്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ, ആ ക്യാപിറ്റൽ ഗുഡ്സ് അല്ലെങ്കിൽ ഡ്യൂറബിൾ ഗുഡ്സ്, ആ ഗുഡ്സിന്റെ ടോട്ടൽ വാല്യൂവിനെയാണ് ഗ്രോസ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. അതിലേക്ക് വന്ന അഡീഷനെയാണ് അല്ലെ, അതിലേക്ക് വന്ന എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലിലേക്ക് വന്ന അഡീഷനെയാണ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഈക്വൽ ടു ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് മൈനസ് ഡിപ്രീസിയേഷൻ. ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നെറ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഒരു എക്കണോമിയിൽ ഉണ്ടാകുന്ന ക്യാപിറ്റൽ ഗുഡ്സിനെയാണ് എന്ത് വിളിക്കുന്നത്, ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. ക്യാപിറ്റൽ ഫോർമേഷനാണ്, സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലിനെയാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആ ക്യാപിറ്റൽ ഗുഡ്സിന്റെ വാല്യൂവിനെയാണ് ആ വാല്യൂവിനെയാണ് എന്ത് വിളിക്കുന്നത്, ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. ആ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റിന് ഡിപ്രീസിയേഷൻ കുറച്ച് എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ ന്യൂ സ്റ്റോക്ക് അഡീഷൻസ് കണ്ടുപിടിക്കുന്നതിനെയാണ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. എന്താണ് ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ കൺസപ്ഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ? ലോസ് ഓഫ് വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ് ഡ്യൂ ടു നോർമൽ വിയർ ആൻഡ് ടയർ ഈസ് കോൾഡ് ഡിപ്രീസിയേഷൻ. അക്കൗണ്ടൻസിയിൽ ഒക്കെ പഠിച്ചതല്ലേ, ഒരു അസറ്റ് ഉപയോഗിക്കുന്നത് മൂലം അതിന് കാലപ്പഴക്കം വരുന്നു, തേയ്മാനം വരുന്നു അല്ലെ. നമ്മൾ ഇന്ന് ഒരു ഫോൺ ഞാൻ വാങ്ങി കഴിഞ്ഞാൽ അടുത്ത ദിവസം വിൽക്കാൻ നേരം തൊട്ടടുത്ത ദിവസം വിറ്റാൽ പോലും ആ ഒരു വാല്യൂ കിട്ടത്തില്ല. നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്, ഫിക്സഡ് ക്യാപിറ്റൽ അസറ്റുകൾ വാങ്ങി ഉപയോഗിക്കുന്ന മൂലമോ പഴക്കം മൂലമോ അല്ലെങ്കിൽ ടെക്നോളജി വരുന്ന ചേഞ്ചസ് മൂലമോ ഒബ്സലൻസ് മൂലമോ ഒക്കെ എന്ത് സംഭവിക്കുന്നു, അതിന്റെ വാല്യൂ ഇടിയുന്നു, അതിന്റെ വാല്യൂവിന് കുറവുണ്ടാകുന്നു. അതിനെയാണ് എന്ത് വിളിക്കുന്നത്, ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്, ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ കൺസപ്ഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. സ്റ്റോക്ക് വേരിയബിളും ഫ്ലോ വേരിയബിളും. എ വേരിയബിൾ ദാറ്റ് ക്യാൻ ബി മെഷർഡ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം ഈസ് കോൾഡ് സ്റ്റോക്ക്. ഒരു പോയിന്റ് ഓഫ് ടൈമില് ഒരു ടൈം ഉണ്ട്, അതിന്റെ ഒരു പോയിന്റിൽ ഇന്നിപ്പോ നോക്കി, ഇന്ന് നമുക്ക് ഒരു എന്താണ് വേരിയബിളിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്, ഒരു വേരിയബിളിനെ മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് വിളിക്കും, സ്റ്റോക്ക് വേരിയബിൾ എന്ന് വിളിക്കും. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ മെഷർ ചെയ്യാനായിട്ട് പറ്റും. വെൽത്ത്, ക്യാപിറ്റൽ, ഇൻവെന്ററി ഒക്കെ ഒരു പർട്ടിക്കുലർ പോയിന്റ് അല്ലെങ്കിൽ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിനെ സ്റ്റോക്ക് വേരിയബിൾ എന്ന് വിളിക്കും. ഫ്ലോ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് പീരിയഡിലേക്ക്, ഒരു പ്രത്യേക ടൈമിലേക്കല്ല, ഒരു പീരിയഡിലേക്കാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സ്റ്റോക്ക് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ഓഫ് ടൈമിലേക്കാണ്. ബാലൻസ് ഷീറ്റ്, അക്കൗണ്ടൻസ് ബാലൻസ് ഷീറ്റ് ഒരു ഡേയിലേക്കാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെ. ബാലൻസ് ഷീറ്റ് ഇപ്പം ഡേറ്റഡ് ഓൺ 31st of December 2024 ആണ് ബാലൻസ് ഷീറ്റ് ഡേറ്റ് എങ്കിൽ ആ ഒരു പോയിന്റിലാണ്, ആ ഒരു ഡേയിലാണ്, അത്രയും കാലത്തില്ല, ആ ഡേയിലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അസറ്റിന്റെയും ലയബിലിറ്റിയുടെയും ക്യാപിറ്റലിന്റെയും ബാലൻസ് ആണ് ബാലൻസ് ഷീറ്റിൽ കാണുന്നത്. നമ്മൾ പക്ഷേ ഈ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ഫൈനാൻഷ്യൽ ഇയറിലേക്ക്, ഒരു പീരിയഡിലേക്കല്ലേ പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെയാണ് ഒരു വേരിയബിളിന്റെ വാല്യൂ നമുക്ക് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ സ്റ്റോക്ക് വേരിയബിൾ എന്നും, ഫ്ലോ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈമിലേക്കാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ അതിനെ ഫ്ലോ വേരിയബിൾ എന്ന് വിളിക്കും. ചേഞ്ച് ഇൻ ഇൻവെന്ററി ഒക്കെ ഒരു പ്രത്യേക പീരിയഡ്, ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെ ഉണ്ടായ ചേഞ്ച്, അത് സ്റ്റാർട്ടിങ്ങും വേണം എൻഡിങ്ങും വേണം. അതിന്റെ ഒരു ദിവസം രാവിലെ തുടങ്ങിയപ്പോഴും ആ ദിവസത്തിന്റെ അവസാനം, അപ്പൊ ഒരു സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് ഉണ്ട്. ഇൻവെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് ഓഫ് ടൈമിലാണ്. ഇന്ന് 2:30ക്കുള്ള ഇൻവെന്ററി കണ്ടുപിടിച്ചു, ആ പോയിന്റ് ഓഫ് ടൈമിലാണ്. രാവിലെ 10 മണിക്ക് കമ്പനി തുറന്നപ്പോഴും വൈകിട്ട് 5 മണിക്കും ഉള്ള ഇടയിലുണ്ടായ ചേഞ്ച് കണ്ടുപിടിച്ചു. അപ്പൊ ഒരു സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് ഉണ്ട്, ആണ് ഫ്ലോ, ഒരു ഒഴുക്കുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? കൺസപ്ഷൻ ഓഫ് ഇൻകം, ചേഞ്ച് ഇൻ ഇൻവെന്ററി ഒക്കെ അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. എന്താണ് ഇൻവെന്ററി? ദ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ദാറ്റ് എ ഫേം could not be sold is called inventory. അതായത് നമ്മൾ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു, നമ്മൾ ഇൻപുട്ട് വെച്ച് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു,
അത് നമുക്ക് വിൽക്കാൻ പറ്റാതിരിക്കുന്ന സ്റ്റോക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻവെന്ററി. അതായത് ഫിനിഷ്ഡ് ഗുഡ്സ്, നമുക്ക് വിൽക്കാൻ പറ്റാതെ അൺസോൾഡ് ആയിട്ടിരിക്കുന്ന നമ്മുടെ ഔട്ട്പുട്ടിനെയാണ് എന്ത് വിളിക്കുന്നത്, ഇൻവെന്ററി എന്ന് വിളിക്കുന്നത്. ഇൻ ഷോർട്ട് ടേം ഇറ്റ് ഈസ് അൺസോൾഡ് സ്റ്റോക്ക്, വിറ്റ് പോകാത്ത സ്റ്റോക്കിനെയാണ് ഇൻവെന്ററി എന്ന് വിളിക്കുന്നത്. ഇൻവെന്ററി എന്താണ്, സ്റ്റോക്ക് വേരിയബിൾ ആണ്. ഇൻവെന്ററി എന്താണ്, സ്റ്റോക്ക് വേരിയബിൾ. പോയിന്റ് ഓഫ് ടൈമിലല്ലേ കണ്ടുപിടിക്കുന്നത്. ഇറ്റ് മേ അക്യുമുലേറ്റ് ഓർ ഡീഅക്യുമുലേറ്റ്, അക്യുമുലേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡിക്യുമുലേറ്റ് ചെയ്യാൻ പറ്റും. എന്താണ് അക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ, കുറെ പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി എന്താണ് അക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി? ഇഫ് വാല്യൂ ഓഫ് ഇൻവെന്ററി അറ്റ് ദ എൻഡ് ഓഫ് ഇയർ ഈസ് മോർ ദാൻ ദ വാല്യൂ ഓഫ് ഇൻവെന്ററി അറ്റ് ദ ബിഗിനിങ് ഓഫ് ഇയർ, ഇറ്റ് ഈസ് കോൾഡ് അക്യുമുലേഷൻ ഓഫ് ഇയർ. അതായത് ഒരു വർഷം ആരംഭിച്ചു, ഫോർ എക്സാമ്പിൾ 2023-24 അല്ലെ, നമ്മുടെ 24-25 അല്ലേ, 2024-25 ഫൈനാൻഷ്യൽ ഇയർ. 2024 ഏപ്രിൽ 1 ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പം നമ്മുടെ ഇൻവെന്ററി 1 ലക്ഷമായിരുന്നു. 1 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഓക്കെ, 2025 മാർച്ച് 31 ആയെന്ന് വിചാരിക്കുക. 2025 മാർച്ച് 31 ആയപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെന്ററി, ബാക്കി ഉള്ള അൺസോൾഡ് ഗുഡ്സ് 1,25,000 ആയി. ഇവിടെ എന്ത് സംഭവിച്ചു, എൻഡ് പീരീഡിലെ സ്റ്റോക്ക് ഇൻവെന്ററി, വാല്യൂ ഓഫ് സ്റ്റോക്ക് ഇൻവെന്ററി എന്താണ്, ഓപ്പണിങ്ങിനെക്കാളും ബിഗിനിങ്ങിനെക്കാളും കൂടുതലാണ്. അതിനെ എന്ത് വിളിക്കും, അക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി. എന്ത് വിളിക്കും, accumulation of inventory. If value of inventory at the end of the year is more than the value of inventory at the beginning of year, it is called accumulation of inventory. എന്ത് വിളിക്കും, accumulation of inventory. എന്താണ് decumulation of inventory എന്ന് പറഞ്ഞാൽ, if value of inventory at the end of year is less than the value of inventory at the beginning of year, it is called decumulation. അതായത് accumulation ഓപ്പോസിറ്റ്. ഒരു വർഷം ആരംഭിച്ചപ്പോൾ 1 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്, ആ വർഷം എൻഡ് ചെയ്തപ്പോൾ 80,000 രൂപയുടെ സ്റ്റോക്കേ ഉള്ളൂ. എന്താണ്, ഓപ്പണിങ്ങിലെ സ്റ്റോക്ക് ക്ലോസിങ്ങിനെക്കാളും കൂടുതലാണ്. അതാണ് ഡിക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി എന്ന് വിളിക്കുന്നത്. അടുത്തത് പ്ലാൻഡ് അക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി, പ്ലാൻഡ് ഡിക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി. The deliberate increase in stock of goods of a firm is called planned accumulation of inventory. മനഃപൂർവ്വം സ്റ്റോക്ക്, ഒരു വർഷാവസാനമുള്ള സ്റ്റോക്ക് ഓഫ് ഇൻവെന്ററി അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് കൂട്ടി, മനഃപൂർവ്വം നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് കൂട്ടി, അതിനെയാണ് എന്ത് വിളിക്കുന്നത്, പ്ലാൻഡ് അക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി എന്ന് വിളിക്കുന്നത്. പ്ലാൻഡ് ഡിക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി എന്ന് പറഞ്ഞാലോ, മനഃപൂർവ്വം നമ്മൾ എന്ത് ചെയ്തു, ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ചു. ഡെലിബറേറ്റ് ഡിക്രീസ് ഇൻ സ്റ്റോക്ക് ഓഫ് എ ഗുഡ്സ് ഓഫ് എ ഫേം ഈസ് കോൾഡ് പ്ലാൻഡ് ഡിക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി. ഓക്കെ, അൺപ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും വിചാരിച്ചില്ല, നമ്മളൊന്നും പ്ലാൻ ചെയ്തില്ല, എങ്ങനെയോ സംഭവിച്ചു പോയി. ഓക്കെ, the unexpected increasing stock of goods due to fall in sales. സെയിൽസ് കുറഞ്ഞു, നമ്മുടെ തെറ്റുകൊണ്ടൊന്നല്ല, നമ്മൾ പ്ലാൻ ചെയ്തില്ല, സെയിൽസ് കുറഞ്ഞു. സെയിൽസ് കുറഞ്ഞത് കാരണം ക്ലോസിംഗ് സ്റ്റോക്ക് കൂട്ടി. ക്ലോസിംഗ് സ്റ്റോക്ക് കൂടുന്നതിനെയാണ് അൺപ്ലാൻഡ് അക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി എന്ന് വിളിക്കുന്നത്. അൺപ്ലാൻഡ് അക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി. സെയിൽസ് കൂടിയപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് കുറഞ്ഞു, അതാണ് അൺപ്ലാൻഡ് ഡിക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി. ഒന്ന് നോക്കിക്കേ, തിരിഞ്ഞു പോകരുത്. ഇൻവെന്ററി എന്ന് പറഞ്ഞതാണ് നമ്മുടെ ഔട്ട്പുട്ട്, അൺസോൾഡ് ആയിട്ടുള്ള ഗുഡ്സിനെയാണ്, അൺസോൾഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടിനെയാണ് എന്ത് വിളിക്കുന്നത്, ഇൻവെന്ററി എന്ന് വിളിക്കുന്നത്. ഇൻവെന്ററി എന്താണ്, ഒരു സ്റ്റോക്ക് വേരിയബിൾ ആണ്, അത് അക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് അക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്കിനെക്കാളും കൂടുതലാണെങ്കിൽ അക്യുമുലേറ്റ് അടിഞ്ഞുകൂടി, തുടർന്ന് ഓപ്പണിംഗ് സ്റ്റോക്കിനെക്കാളും കൂടുതലാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എങ്കിൽ അക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി എന്ന് വിളിക്കും. ഓക്കെ, ഓപ്പണിംഗ് സ്റ്റോക്കിനെക്കാളും കുറവാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എങ്കിൽ, ഓപ്പണിംഗ് സ്റ്റോക്കിനെക്കാളും കുറവാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എങ്കിൽ ഡിക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി എന്ന് വിളിക്കും. പ്ലാൻഡ് അക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്, മനഃപൂർവ്വമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ക്ലോസിംഗ് സ്റ്റോക്ക് കൂട്ടി. മനഃപൂർവ്വം നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കൂട്ടി, അതിന്റെ അർത്ഥം എന്താണ്, പ്ലാൻഡ് അക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി. പ്ലാൻഡ് ഡിക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി എന്ന് പറഞ്ഞാലോ, മനഃപൂർവ്വമായിട്ട് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ചു. അൺപ്ലാൻഡ് അക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി, സെയിൽ കുറഞ്ഞു, അത് കാരണം നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് കൂടി. സെയിൽ കുറഞ്ഞ കാരണം ഗുഡ്സ് ഒന്നും വിറ്റ് പോകാതെ ക്ലോസിംഗ് സ്റ്റോക്ക് കൂടി. അതിനർത്ഥം അതാണ് എന്ത്, അൺപ്ലാൻഡ് അക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ. അടുത്തത് സെയിൽസ് കൂടി, അൺഎക്സ്പെക്ടഡ് ആയിട്ട് സെയിൽസ് കൂടി, അതുകൊണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക് കുറഞ്ഞു, അത് അൺപ്ലാൻഡ് ഡിക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി എന്ന് വിളിക്കും. അപ്പൊ ചേഞ്ച് ഇൻ ഇൻവെന്ററി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ചേഞ്ച് ഇൻ ഇൻവെന്ററി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. അടുത്ത കോൺസെപ്റ്റ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. എന്താണ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ്? ഇൻഡയറക്ട് ടാക്സ് ആർ ടാക്സ് ഇമ്പോസ്ഡ് ബൈ ഗവൺമെന്റ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസ്. ഗുഡ്സ് ആൻഡ് സർവീസസിന് മേല ഗവൺമെന്റ് പിരിക്കുന്ന ടാക്സ് ആണ്, ഇമ്പോസ് ചെയ്യുന്ന ടാക്സിനെയാണ് എന്ത് വിളിക്കുന്നത്, നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. ഇൻഡയറക്ട് ടാക്സ് വിളിക്കുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മേലിൽ ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻഡയറക്ട് ടാക്സ് എന്ന് വിളിക്കുന്നത്, ഇൻഡയറക്ട് ടാക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, sometimes government gives subsidies to
എൻകറേജ് പ്രൊഡ്യൂസേഴ്സ്. ഗവൺമെന്റ് എന്ത് ചെയ്യും? സബ്സിഡി തരും അല്ലെ, പ്രൊഡ്യൂസേഴ്സിനെ എൻകറേജ് ചെയ്യാനായിട്ട്, പ്രൊഡ്യൂസേഴ്സ് മോർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സബ്സിഡി കൊടുക്കും. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡയറക്ട് ടാക്സ് ആൻഡ് സബ്സിഡി ഈസ് കോൾഡ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. അപ്പം ഗുഡ്സ് ആൻഡ് സർവീസസിന് മേലില്ല ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ആണ് എന്ത്? ഇൻഡയറക്ട് ടാക്സ്. ആ ഇൻഡയറക്ട് ടാക്സിൽ നിന്ന് സബ്സിഡി, ഗവൺമെന്റ് ഇടയ്ക്ക് സബ്സിഡികൾ കൊടുക്കാറുണ്ട്. ആ സബ്സിഡി കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. എന്ത് കിട്ടും? നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കിട്ടും. ഓക്കെ. Transfer payment or transfer income or transfer return. If എന്തോന്നാണോ ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്? അതായത് ഇഫ് എ പേയ്മെന്റ് ഈസ് എന്നുണ്ട്, ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് ഉണ്ടായി, തെറ്റ് പറ്റാത്തവരായി ആരുമില്ലല്ലോ. ട്രാൻസ്ഫർ പേയ്മെന്റ് ഓർ ട്രാൻസ്ഫർ ഇൻകം ഓർ ട്രാൻസ്ഫർ റിട്ടേൺ. ട്രാൻസ്ഫർ പേയ്മെന്റ്, ട്രാൻസ്ഫർ ഇൻകം, ട്രാൻസ്ഫർ റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് എ പേയ്മെന്റ് ഈസ് യൂണിലാറ്ററൽ പേയ്മെന്റ് ഫോർ വിച്ച് നോ സർവീസ് ഈസ് റെൻഡഡ്. ഒന്നും ചെയ്യാതെ ഒരു പേയ്മെന്റ് കിട്ടുന്നു. പെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്? എന്താണ്? പാസ്റ്റിൽ ജോലി ചെയ്തതിന് തരുന്നു. അന്ന് സാലറി കിട്ടിയില്ലേ, നേരത്തെ ആരോ ജോലി ചെയ്തെന്ന് പറഞ്ഞിട്ട് പെൻഷൻ തരുന്നു, അല്ലല്ലോ. പെൻഷൻ കിട്ടുക പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, ഗവൺമെന്റ് ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല, ഗവൺമെന്റ് നമുക്ക് പെൻഷൻ തരുന്നു. നമ്മൾ ഒരു സർവീസ് റെൻഡർ ചെയ്യാതെ നമുക്ക് പേയ്മെന്റ് കിട്ടുന്നു. സ്കോളർഷിപ്പ് കിട്ടുന്നു, നമ്മൾ ഒരു കാര്യം ചെയ്യാതെ നമുക്ക് കിട്ടുന്നു. ഓക്കെ. വിഡോ പെൻഷൻ, സ്കോളർഷിപ്പ്, ഓൾഡ് ഏജ് പെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ യാതൊരു സർവീസും റെൻഡർ ചെയ്യാതെ നമുക്കൊരു പേയ്മെന്റ് കിട്ടുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ട്രാൻസ്ഫർ പേയ്മെന്റ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഇൻകം അല്ലെങ്കിൽ ട്രാൻസ്ഫർ റിട്ടേൺസ് എന്ന് വിളിക്കുന്നത്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. എന്താണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഫാക്ടർ ഇൻകം ഏൺ ബൈ ദ ഡൊമസ്റ്റിക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എംപ്ലോയ്ഡ് ഇൻ റെസ്റ്റ് ഓഫ് ദ വേൾഡ് ആൻഡ് ദ ഫാക്ടർ ഇൻകം ഏൺ ബൈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് എംപ്ലോയ്ഡ് ഇൻ ഡൊമസ്റ്റിക് കൺട്രി. അതായത് നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ്, നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്തിന്റെ ഡിഫറൻസ് ആണ്? ഫസ്റ്റ് എന്താണ്? ദ ഫാക്ടർ ഇൻകം ഏൺ ബൈ ഡൊമസ്റ്റിക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് നമ്മുടെ നാട്ടിലുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മറ്റു രാജ്യങ്ങൾ എംപ്ലോയ് ചെയ്ത മൂലം നമുക്ക് കിട്ടിയ ഇൻകത്തിൽ നിന്ന് അവിടെയുള്ള ആ രാജ്യങ്ങളിലെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മുടെ രാജ്യത്തെ എംപ്ലോയ് ചെയ്തതിനുള്ള, അതായത് നമ്മുടെ രാജ്യത്ത് നിന്നുണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മുടെ രാജ്യത്തുണ്ട്. ഇതെവിടെ വെച്ചു? എവിടത്തേക്ക് കൊടുത്തു? എബ്രോഡ് യൂസ് ചെയ്തു. നമ്മുടെ രാജ്യത്തെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എബ്രോഡ് യൂസ് ചെയ്തു. ഓക്കെ. അതിൽ നിന്ന് എന്തുണ്ടായി? ഇൻകം ഉണ്ടായി. പിന്നീട് എബ്രോഡിലുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചു. അവിടെയും ഒരു ഇൻകം വെളിയിലേക്ക് കൊടുത്തു. അപ്പം വെളിയിലേക്ക് ഇൻകം പോയി. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതായത് നമ്മുടെ രാജ്യത്ത് ഡൊമസ്റ്റിക് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻസ് എന്ത് ചെയ്യുന്നു? റെസ്റ്റ് ഓഫ് വേൾഡിലെ എംപ്ലോയ് ചെയ്ത മൂലം കിട്ടിയ ഇൻകത്തിൽ നിന്ന് എന്ത് കുറച്ചു? റെസ്റ്റ് ഓഫ് വേൾഡിലെ അല്ലെ എബ്രോഡിലെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മുടെ എക്കണോമിയിൽ എംപ്ലോയ് ചെയ്ത മൂലം ഉണ്ടായ ഇൻകം. അതിന്റെ ഡിഫറൻസ് ആണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് വിളിക്കുന്നത്. അതാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. അടുത്തത് ഒരു വലിയ കോൺസെപ്റ്റ് ആണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എ ടു സെക്ടർ എക്കണോമി. It is a flow which shows how income of an economy circulates different sectors in an economy. നമ്മുടെ ടു സെക്ടർ എക്കണോമിയാണ് വിളിക്കുന്നത്. സർക്കുലർ ഫ്ലോയ്ക്കകത്ത് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്കണോമിയിൽ ഇൻകം എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്, കാണിക്കുന്ന അല്ലെ ഇൻകത്തിന്റെ സർക്കുലേഷൻ കാണിക്കുന്ന എന്താണ് ഒരു ഡയഗ്രാം ആണ് എന്ത് a circular flow of income എന്ന് വിളിക്കുന്നത്. The two sector economy exists. Economies are firms and household അല്ലെ. ടു സെക്ടർ എക്കണോമിയിൽ ആരൊക്കെ ഉണ്ട്? ഫേമും ഹൗസ്ഹോൾഡും ഉണ്ട്. Firm are the production unit and they receive factors of production from household, give reward for the factor productions. Households spend the entire income received from the firms and nothing to save. This shown by flow chart. അതായത് ഒരു ടു സെക്ടർ എക്കണോമിയിൽ ഫേമും ഉണ്ട്, ആരുണ്ട്? ഹൗസ്ഹോൾഡും ഉണ്ട്. ഫേമും ഉണ്ട്, ഹൗസ്ഹോൾഡും ഉണ്ട്. ഹൗസ്ഹോൾഡിന്റെ കയ്യിൽ എന്തുണ്ട്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ഹൗസ്ഹോൾഡിന്റെ കയ്യിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആര് വാങ്ങും? ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ ഫേം വാങ്ങും. ഹൗസ്ഹോൾഡിന്റെ കയ്യിൽ നിന്ന് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫേം വാങ്ങും. അപ്പൊ അതിന് പകരമായിട്ട് എന്ത് കൊടുക്കും? ഫാക്ടർ റിവാർഡുകൾ കൊടുക്കും അല്ലെ. അതിന് റിവാർഡ് അല്ലെങ്കിൽ ഫാക്ടർ പേയ്മെന്റ് കൊടുക്കും. ഹൗസ്ഹോൾഡിന്റെ കയ്യിൽ നിന്ന് ഫാക്ടേഴ്സ് ഓഫ് ഇൻകം ആര് വാങ്ങുന്നു?
ഫേം വാങ്ങുന്നു, അതിന് പകരമായിട്ട് ഫാക്ടർ പേയ്മെന്റ് അല്ലെങ്കിൽ ഫാക്ടർ റിവാർഡ് ഫേം ഹൗസ് ഹോൾഡിന് കൊടുക്കുന്നു. അപ്പൊ തനിക്ക് കിട്ടിയ ഇൻകം അതുവഴി കിട്ടിയ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൊടുത്ത് കിട്ടിയ ഇൻകം എൻറ്റയർലി, അതായത് ഒരു രൂപ പോലും സേവ് ചെയ്യാതെ ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യുന്നു, ആർക്ക് കൊടുക്കുന്നു, ഫേമിന് കൊടുക്കുന്നു. എന്തിനു വേണ്ടി? അവരുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങുന്നതിന്, അവരുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങുന്നത്. ഇതാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് വിളിക്കുന്നത്. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. അതായത് ഒരു 2 സെക്ടർ എക്കണോമിയിൽ 2 സെക്ടേഴ്സ് ആണുള്ളത്, ഫേമും ഹൗസ് ഹോൾഡും. ഫേം ആണ് പ്രൊഡക്ഷൻ യൂണിറ്റ്. ഫേം എന്ത് ചെയ്യും? പ്രൊഡക്ഷൻ നടത്തും. പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് അവർക്ക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആരുടെ കയ്യിലുണ്ട്? ഹൗസ് ഹോൾഡ്. ഹൗസ് ഹോൾഡിന്റെ കയ്യിൽ നിന്ന് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫേംസ് വാങ്ങും. അതിന് റിട്ടേൺ ആയിട്ട് ഫാക്ടർ റിവാർഡ് കൊടുക്കും. അങ്ങനെ കിട്ടിയ ആ ഇൻകം എൻറ്റയർലി സേവ് ചെയ്യാതെ എൻറ്റയർലി ആര് ചെയ്യും? ഫേം ഫേമിന്റെ ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങിയിട്ട് ആര് കൊടുക്കുന്നു? ഹൗസ് ഹോൾഡ് കൊടുക്കുന്നു. അപ്പൊ നോക്കിയേ, ആ ഇൻകം ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ആണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ 2 സെക്ടർ എക്കണോമി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്ററിലെ കോൺസെപ്റ്റുകൾ ഇതൊക്കെയാണ്. ഇനി ലാസ്റ്റ് കോൺസെപ്റ്റ്, എങ്ങനെയാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഒരു എക്കണോമിയിൽ നാഷണൽ ഇൻകം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു? 3 മെത്തേഡിലാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. പ്രോഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. എന്താണ് പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ? എന്താണ് പ്രോഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡ്? Under this method, national income can be measured by adding all final goods and services produced by each firms in an economy during the financial year. ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഒരു എക്കണോമിയിൽ പ്രൊഡ്യൂസ് ചെയ്ത ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ വാല്യൂ, അതല്ലേ നാഷണൽ ഇൻകം. അപ്പൊ എന്താണ് ഒരു എക്കണോമിയിൽ പ്രൊഡ്യൂസ് ചെയ്ത ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ വാല്യൂ വെച്ചിട്ട് നാഷണൽ ഇൻകം കണ്ടുപിടിക്കുന്ന മെത്തേഡ് ആണ് പ്രോഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ വാല്യൂ മെത്തേഡ്. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസ് അല്ലേ. അപ്പൊ ആ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ എന്താണ് വാല്യൂ വെച്ചിട്ട് നാഷണൽ ഇൻകം കണ്ടുപിടിക്കുന്ന മെത്തേഡ് ആണ് പ്രോഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. Then the problem of double counting rises. Double counting means value of goods or service is added more than once in calculation of national income. അതായത് ഒരു ഗുഡ്സ് വീണ്ടും വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതായത് എന്റെ കയ്യിൽ 2000 രൂപയുടെ ഗുഡ്സ് ഉണ്ട്, ഞാൻ എന്റെ ഫ്രണ്ടിന് അത് വിൽക്കുന്നു 16,000 രൂപയ്ക്ക്. എന്റെ 2000 രൂപയുടെ ഗുഡ്സ് ഞാൻ 16,000 രൂപയ്ക്ക് വിൽക്കുന്നു. ഓക്കെ, അവൻ അത് 22,000 രൂപയ്ക്ക് വിൽക്കുന്നു. 22,000 രൂപ വിൽക്കുന്നു. ഇപ്പൊ നോക്കിയേ, എക്കണോമിയിൽ ആളുകളുടെ വരുമാനത്തിലെ നാഷണൽ എന്ന് പറയുന്നത് വരുമാനം എത്ര? 8,000 പ്ലസ് 1,600 പ്ലസ് 22,000 14 16 46,000 എന്ന് വരും ഇൻകം. 46,000 ആണ് നാഷണൽ ഇൻകം എന്ന് പറയും. തെറ്റാണ്. ബിക്കോസ് ഈ 16-നകത്ത് ഈ 8,000 ഇല്ലേ, അപ്പൊ ഇവിടെ എത്ര ഇൻക്രീസ് ഉണ്ടായുള്ളൂ? 8,000. ഈ 22-നകത്ത് ഈ 8 ഉണ്ട്, 16 ഉണ്ട്. ഓക്കെ, അവിടെ എത്ര ഇൻക്രീസ് വരുന്നുള്ളൂ? 16 വരെ നോക്കുമ്പോൾ എത്ര ഇൻക്രീസ് വരുന്നുള്ളൂ? 6,000 ഇൻക്രീസ് വരുന്നുള്ളൂ. അപ്പൊ ടോട്ടൽ ഇൻകം എത്രയാണ്? 8 പ്ലസ് 8 പ്ലസ് 6 16 22 22,000 ആണ് ടോട്ടൽ നാഷണൽ ഇൻകം. അതായത് പ്രോഡക്റ്റ് മെത്തേഡിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്, ഡബിൾ കൗണ്ടിങ് വരുന്നു. ഒരേ സാധനം വീണ്ടും 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 ആഡ് ചെയ്യുന്നു. അപ്പൊ നാഷണൽ ഇൻകം പ്രോഡക്റ്റ് മെത്തേഡ് അനുസരിച്ച് ആ ഒരു എക്കണോമിയിൽ പ്രൊഡ്യൂസ് ചെയ്ത ടോട്ടൽ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ വാല്യൂവിനെയാണ് നാഷണൽ ഇൻകം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഡബിൾ കൗണ്ടിങ് എന്ന് പറഞ്ഞ പ്രോബ്ലം പ്രോഡക്റ്റ് മെത്തേഡിൽ റൈസ് ചെയ്യുന്നു. എന്താണ് ഡബിൾ കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ? വാല്യൂ ഓഫ് എ ഗുഡ് ഓർ സർവീസ് ഈസ് ആഡഡ് മോർ than once in a calculation of national income. To avoid double counting, we use value added method. അപ്പം value added method യൂസ് ചെയ്യും. വാല്യൂ ആഡഡ് മെത്തേഡ് അല്ലെങ്കിൽ ഗ്രോസ് വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ആൻഡ് ഇന്റർമീഡിയറ്റ് കൺസപ്ഷൻ, അതായത് ഈ ഒഴിവാക്കുന്ന എക്സ്ട്രാ വന്ന, ഇപ്പൊ ഞാൻ കണ്ടില്ലേ 8,000 എടുത്തു, 6,000 എടുത്തു, ആ ഒരു മെത്തേഡിലെ യൂസ് ചെയ്യത്തുള്ളൂ. വീണ്ടും ഡബിൾ കൗണ്ടിങ് യൂസ് ചെയ്യുന്നില്ല. എങ്ങനെയാണ് ചെയ്യുന്നത്? ഫസ്റ്റ് വാല്യൂ ആഡഡ് അല്ലെങ്കിൽ ഗ്രോസ് വാല്യൂ ആഡഡ് കണ്ടുപിടിക്കണം. വാല്യൂ ആഡഡ് അല്ലെങ്കിൽ ഗ്രോസ് വാല്യൂ ആഡഡ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് വാല്യൂ ആഡഡ് കണ്ടുപിടിക്കുന്നത്? വാല്യൂ ആഡഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വാല്യൂ ആഡഡ് കണ്ടുപിടിക്കാൻ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് കൺസപ്ഷൻ. ഔട്ട്പുട്ടിന്റെ വാല്യൂ ഇന്റർമീഡിയറ്റ് കൺസപ്ഷൻ കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? വാല്യൂ ആഡഡ് അല്ലെങ്കിൽ ഗ്രോസ് വാല്യൂ ആഡഡ് കിട്ടും. GVA കിട്ടും. ഓക്കെ, വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്നെ കണ്ടുപിടിക്കാൻ പറ്റും? മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. അതായത് 200 യൂണിറ്റ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു, ഒരു യൂണിറ്റിന് 10 രൂപയാണ് വില. അപ്പൊ എത്രയാണ് എന്റെ ഔട്ട്പുട്ടിന്റെ വാല്യൂ? 2,000. അതിൽ നിന്ന് ഇന്റർമീഡിയറ്റ് കൺസപ്ഷൻ കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഗ്രോസ് വാല്യൂ ആഡഡ് കിട്ടും. അണ്ടർ വാല്യൂ ആഡഡ് മെത്തേഡ് വി കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം ബൈ ആഡിങ് GV ഓഫ് ഓൾ ഫേംസ്. ഇതിപ്പം ഒരു എക്കണോമിയില് ടോട്ടലി 5 ഫേംസ് ഉണ്ട്.
ഈ 5 ഫേംസിന്റെയും ഗ്രോസ് വാല്യൂ ആണ് കണ്ടുപിടിക്കും. ഗ്രോസ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്ന് വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ കുറയ്ക്കും. അപ്പൊ എന്ത് കിട്ടും? ഈ 5 ഫേംസിന്റെയും GVA കിട്ടും. ഈ GVA എല്ലാം കൂട്ടുന്നതാണ് എന്ത്? നാഷണൽ ഇൻകം. ഓക്കെ, GVA ടോട്ടൽ ആണ് GDP. നാഷണൽ ഇൻകം റെപ്രസെന്റ് ചെയ്യുന്ന ഏതിലാണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലെ, GDP-യിലാണ്. അപ്പം ഒരു പ്രോഡക്റ്റ് മെത്തേഡ് അനുസരിച്ച് ഗ്രോസ് വാല്യൂ ആഡ്, എല്ലാ ഫേംസിന്റെയും ഗ്രോസ് വാല്യൂ ആഡ് കണ്ടുപിടിക്കുമ്പോൾ GDP കിട്ടും. ആ GVA ഗ്രോസ് വാല്യൂ ആഡിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ നെറ്റ് വാല്യൂ ആഡ് കിട്ടും. കിട്ടും നെറ്റ് വാല്യൂ ആഡ് കിട്ടും. അടുത്ത മെത്തേഡ് ഇൻകം മെത്തേഡ്. എന്ത് മെത്തേഡ്? ഇൻകം മെത്തേഡ്. Under this method, national income is calculated by all factor income received by owners of factors of production. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടല്ലോ, ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലെ ഓണേഴ്സിന് കിട്ടുന്ന ഫാക്ടർ ഇൻകംസ് എല്ലാം കൂട്ടി, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസിന്റെ ഓണേഴ്സിന് കിട്ടുന്ന ഫാക്ടർ ഇൻകം എല്ലാം കൂടെ ആഡ് ചെയ്ത് നാഷണൽ ഇൻകം കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ഇൻകം മെത്തേഡ്. അപ്പൊ ഇൻകം മെത്തേഡിൽ എന്താണ് യൂസ് ചെയ്യുന്നത്? ഫാക്ടർ ഇൻകംസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇൻകം റിസീവ്ഡ് ബൈ ലാൻഡ്. ലാൻഡിന് കിട്ടുന്ന ഇൻകം എന്താണ്? ലാൻഡിന് കിട്ടുന്ന ഇൻകം എന്താണ്? റെന്റ്. ലേബറിന് കിട്ടുന്ന വേജസ് ആൻഡ് സാലറി. ക്യാപിറ്റലിന് കിട്ടുന്ന ഇൻട്രസ്റ്റ്. ഓൺടർപ്രണർഷിപ്പിന് കിട്ടുന്ന പ്രോഫിറ്റ്. ഇതെല്ലാം കൂട്ടും. എന്താണ്? W വേജസ് പ്ലസ് റെന്റ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് കൂട്ടുമ്പോൾ GDP കിട്ടും അല്ലെ, GDP കിട്ടും. എക്സ്പെൻഡിച്ചർ മെത്തേഡ് അനുസരിച്ചോ? ഈ മെത്തേഡ് അനുസരിച്ച് നാഷണൽ ഇൻകം കണ്ടുപിടിക്കുന്നത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ, ഡൊമസ്റ്റിക് പ്രൊഡക്ഷന് വേണ്ടി വന്നിട്ടുള്ള ഫൈനൽ എക്സ്പെൻഡിച്ചേഴ്സ് ആണ് എടുക്കുന്നത് അല്ലെ. എന്തൊക്കെ എക്സ്പെൻഡിച്ചർ ആണ് എക്കണോമിയിൽ വരുന്നത്? ഫൈനൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചേഴ്സ്, അതായത് ഹൗസ് ഹോൾഡിന് വരുന്നതാണ് ഫൈനൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ. ഫേമിന് വരുന്നത് ഫൈനൽ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ. ഗവൺമെന്റിന് വരുന്നത് ഗവൺമെന്റ് ഫൈനൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ. പിന്നെ ഫോറിൻ സെക്ടറിന് വരുന്നത് എക്സ്പോർട്ട് റവന്യൂ. എന്ത്? എക്സ്പോർട്ട് റവന്യൂ. എക്സ്പോർട്ട് റവന്യൂ എന്ന് പറയുന്നതാണ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ചെയ്താൽ എക്സ്പോർട്ട് റവന്യൂ കിട്ടും. ഓക്കെ, ഇക്വേഷൻ എങ്ങനെയാണ്? GDP-യുടെ C പ്ലസ്, അതായത് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് ഫൈനൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് I ഫൈനൽ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ പ്ലസ് G ഗവൺമെന്റ് ഫൈനൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് X മൈനസ് M, അതായത് എക്സ്പോർട്ട് റവന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എക്സ്പെൻഡിച്ചർ മെത്തേഡ് കിട്ടും. എന്ത് കിട്ടും? എക്സ്പെൻഡിച്ചർ മെത്തേഡ് കിട്ടും. ഓക്കെ, മെത്തേഡ് എല്ലാം കഴിഞ്ഞു. ഓക്കെ. പിന്നെ ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മളിപ്പം പറഞ്ഞു വാല്യൂ ആഡഡ് മെത്തേഡ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് മെത്തേഡ് അനുസരിച്ച് എന്താണ് സംഭവിക്കുന്നത്? പ്രോഡക്റ്റ് മെത്തേഡ് അനുസരിച്ച് GVA അല്ലെ, ഗ്രോസ് വാല്യൂ ആഡഡ്. ഒരു എക്കണോമിയിൽ GVA കണ്ടുപിടിക്കും. ആ എത്ര ഫേംസ് ഉണ്ടോ അവരുടെ എല്ലാം കൂടെ GVA കൂട്ടി കഴിയുമ്പോൾ എന്ത് കിട്ടും? സിഗ്മ GVA, ടോട്ടൽ ഗ്രോസ് വാല്യൂ ആഡ് കിട്ടും. അതാണ് ആ ടോട്ടൽ ഗ്രോസ് വാല്യൂ ആഡഡ് ആണ് എന്ത്? GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ GVA-യിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? NVA, നെറ്റ് വാല്യൂ ആഡഡ്, അല്ലെങ്കിൽ NDP കിട്ടും. NDP. ഓക്കെ, എന്ത് കിട്ടും? NDP ആണ് കിട്ടുന്നത്. ഈ NDP-യിൽ നിന്ന് അപ്പൊ NDP മാർക്കറ്റ് പ്രൈസ് ആണ്. NDP അറ്റ് MP കിട്ടും. ഈ NDP-യിൽ നിന്ന് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് നമ്മൾ പഠിച്ചു. ഡയറക്ട് ടാക്സ്, ഇൻഡയറക്ട് ടാക്സിൽ നിന്ന് സബ്സിഡി കുറയ്ക്കുമ്പോൾ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കിട്ടും. അപ്പം കിട്ടുന്നത് NDP FC, NDP അറ്റ് ഫാക്ടർ കോസ്റ്റ് കിട്ടും. ഓക്കെ, എന്താണ്? ഒരു എക്കണോമിയിലെ GVA എല്ലാം കൂട്ടി കഴിയുമ്പോൾ ഒരു എക്കണോമിയിൽ ഉണ്ടാകുന്ന എല്ലാ ഫേംസിനും ഗ്രോസ് വാല്യൂ ആഡഡ് കൂട്ടി കഴിയുമ്പോൾ എന്ത് കിട്ടും? സിഗ്മ ഗ്രോസ് വാല്യൂ ആഡഡ്. അതാണ് ആ പ്രൊഡക്റ്റ് മെത്തേഡ് അനുസരിച്ച് GDP എന്ന് പറയുന്നത്. ആ GDP-യിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ NDP കിട്ടും. എന്ത് NDP ആണ്? NDP MP, NDP അറ്റ് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് കിട്ടും. ആ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? NDP FC കിട്ടും. എന്ത് കിട്ടും? NDP FC കിട്ടും. NDP FC കിട്ടും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഇൻകം ഡിറ്റർമിനേഷൻ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ആൻ എക്കണോമി there occurs an increase of income by ₹100, the consumption by ₹60. Find MPC and MPS. ഒരു എക്കണോമിയിലെ ഇൻകം 100 രൂപ കൂടിയപ്പോൾ കൺസപ്ഷൻ 60 രൂപ കൂടി. 100 രൂപ ഇൻകം കൂടിയപ്പോൾ കൺസപ്ഷൻ 60 രൂപ കൂടി. MPC എത്രയാണ്? MPS എത്രയാണ്? ആദ്യം എന്തെടുക്കണം? MPC കണ്ടുപിടിക്കണം. MPC ഇക്വേഷൻ എന്താണ്? ചേഞ്ച് ഇൻ കൺസപ്ഷൻ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഇൻകം. എന്താണ് കൺസപ്ഷൻ വന്ന ചേഞ്ച്? 60 രൂപ കൂടി അല്ലെ. ഇൻകത്തിന് വന്ന ചേഞ്ച് എത്രയാണ്? 100 രൂപ കൂടി. സിമ്പിൾ ക്വസ്റ്റ്യൻ. 0.6 ആണ് MPC. ഇനി MPS കണ്ടുപിടിക്കണമെങ്കിൽ സേവിങ്സ് വേണം. സേവിങ്സ് നമുക്ക് അറിയത്തില്ല. അപ്പൊ എന്താണ്? MPS കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. MPC ഉണ്ടെങ്കിൽ 1 മൈനസ് MPC അല്ലെ. 1 മൈനസ് MPC ചെയ്ത് കഴിഞ്ഞാൽ MPS കിട്ടും. 1 മൈനസ് 0.6 ചെയ്ത് കഴിഞ്ഞാൽ
0.4 ആണ് എന്ത് 0.4 ആണ് MPS. ഓക്കെ, MPC കിട്ടി, MPS കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു എക്കണോമിയിലെ ഓട്ടോണോമസ് കൺസപ്ഷൻ 100 ആണ്, MPC 0.6 ആണ് എങ്കിൽ കൺസപ്ഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? കൺസപ്ഷൻ ഫംഗ്ഷൻ ഇക്വേഷൻ എന്താണ്? C ബാർ പ്ലസ് CY. C ബാർ എത്രയാണ്? 100. ഓട്ടോണോമസ് കൺസപ്ഷൻ 100, MPC 0.6, Y അതുപോലെ തന്നെ ഇടുക. കൺസപ്ഷൻ ഫംഗ്ഷൻ എത്രയാണ്? 100 പ്ലസ് 0.6. ഇനി ആ എക്കണോമിയിലെ എന്താണ് പല വേരിയസ് ഇൻകം ലെവലില് ഉള്ള കൺസപ്ഷനും കണ്ടുപിടിക്കണം, സേവിങ്സും കണ്ടുപിടിക്കണം. ഓക്കെ, 0 ഇൻകം ഉള്ളപ്പോൾ, 100 ഇൻകം ഉള്ളപ്പോൾ, 200, 3 ചെയ്യുന്നുള്ളൂ. 100, 200, 300 ഇൻകം ആകുമ്പോൾ അവിടുത്തെ കൺസപ്ഷൻ എത്ര, സേവിങ്സ് എത്ര? കൺസപ്ഷൻ ഫംഗ്ഷൻ ഇക്വേഷൻ എന്താണ്? 100 പ്ലസ് 0.6 Y. എന്താണ്? ആദ്യമേ ഇൻകം അല്ലെങ്കിൽ വൈയുടെ വാല്യൂ 0 ആവുന്നു. അതായത് 100 പ്ലസ് 0.6 ഇൻറ്റു 0 വരുമ്പോൾ 100 പ്ലസ് 0 ദാറ്റ് ഈസ് 100. 100ന്റെ കൂടെ 0 കൂട്ടിയാൽ 100. അപ്പം ഇൻകം ഒന്നും ഇല്ലെങ്കിലും അവിടെ എന്തുണ്ടാകുന്നു? ഓട്ടോണോമസ് കൺസപ്ഷൻ ഉണ്ടാകുന്നു അല്ലേ? കൺസപ്ഷൻ 0 ആകുന്നു. ഇൻകത്തിൽ നിന്ന് കൺസപ്ഷൻ കുറയ്ക്കുമ്പോഴാണ് സേവിങ്സ് കിട്ടുന്നത്. 0യിൽ നിന്ന് 100 കുറയ്ക്കുമ്പോൾ -100 വരുന്നു. ഓക്കെ, ദെൻ അടുത്തത് ഇക്വേഷൻ സെയിം തന്നെ, 100 പ്ലസ് 0.6 Y ആണ് വരുന്നത്. കൺസപ്ഷൻ ഇൻകം എത്രയായി? 100 ആയി. 100 പ്ലസ് 0.6 ഇൻറ്റു 100 ദാറ്റ് ഈസ് 100 പ്ലസ് 60, 160. കൺസപ്ഷൻ 160. ഇൻകം 100 ഉള്ളപ്പോൾ കൺസപ്ഷൻ 160. സേവിങ്സ് എത്രയാണ്? 100ൽ നിന്ന് 160 പോയാൽ -60. ഓക്കെ, ഇനി ഇൻകം കൂടി 200 ആയി. 200 ആകുമ്പോഴോ 100 പ്ലസ് 0.6 ഇൻറ്റു 200. 100 പ്ലസ് 120 ദാറ്റ് ഈസ് 220. ഇൻകം 200 ആയപ്പോൾ കൺസപ്ഷൻ 220 ആയി. ഇൻകം 200 ആയപ്പോൾ കൺസപ്ഷൻ 220 ആയി. അപ്പൊ എത്രയാണ്? -20 ആണ് സേവിങ്സ്. ഇനി ഒരെണ്ണം നോക്കാം. ഇൻകം 300 ആയി. ഇൻകം 300 ആയി. അപ്പൊ എത്രയാണ്? 100 പ്ലസ് 0.6 ഇൻറ്റു 300. കാൽക്കുലേറ്റർ ചെയ്ത് നോക്കണേ. 100 പ്ലസ് 0.6 ഇൻറ്റു 300, 180 ദാറ്റ് ഈസ് 280. ഇൻകം 300 ആയപ്പോൾ കൺസപ്ഷൻ 280. അപ്പം 300 280 പോകുമ്പോൾ സേവിങ്സ് 20 ആയി. ഇങ്ങനെ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കും. ഒരു എക്കണോമിയിലെ കൺസപ്ഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട് 65 പ്ലസ് 0.75 Y. ഇൻവെസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്. ആഗ്രിഗേറ്റ് ഡിമാൻഡ് അടിക്കണം. ആഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ ഇക്വേഷൻ C ബാർ പ്ലസ് C പ്ലസ് I. C എത്രയാണ്? 65 പ്ലസ് 0.75 Y. I എത്രയാണ്? 35. 65 35 കൂട്ടിയാൽ 100 പ്ലസ് 0.75 Y ആണ് ആഗ്രിഗേറ്റ് ഡിമാൻഡ്. ആഗ്രിഗേറ്റ് ഡിമാൻഡ് 100 പ്ലസ് 0.75. ഒരു എക്കണോമിയില് അവിടുത്തെ MPC, അവിടുത്തെ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം 0.75, ഓട്ടോണോമസ് കൺസപ്ഷൻ 100, ഓട്ടോണോമസ് കൺസപ്ഷൻ 100, ഇൻവെസ്റ്റ്മെന്റ് 50 എങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? ഇക്വിലിബ്രിയം ഇൻകം കണ്ടുപിടിക്കണം. ഇക്വിലിബ്രിയം ഇൻകം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഉണ്ട് C ബാർ പ്ലസ് I ബാർ ഡിവൈഡഡ് ബൈ 1 മൈനസ് C അല്ലെ? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമർ. C ബാർ എത്രയാണ്? 100, I ബാർ 50 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.75. 100 പ്ലസ് 50, 180 ഡിവൈഡഡ് ബൈ 0.25 ദാറ്റ് ഈസ് എത്ര കിട്ടും? 600. അവിടുത്തെ ഇക്വിലിബ്രിയം ഇൻകം 600 ആയിരിക്കും. ഓട്ടോണമസ് കൺസപ്ഷൻ 100, ഇൻവെസ്റ്റ്മെന്റ് 50, പിന്നെ അതുപോലെ MPC 0.75 ഉള്ള ഒരു എക്കണോമിയുടെ ഇക്വിലിബ്രിയം ഇൻകം 600 രൂപ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് മാരത്തോണില് എല്ലാ ചാപ്റ്റേഴ്സും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, മൈക്രോ ആൻഡ് മാക്രോ ഡിസ്കസ് ചെയ്തിരുന്നു. നിങ്ങൾ ഇനി ചെയ്യേണ്ടത് പറഞ്ഞാൽ ഈ ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യണം, നന്നായിട്ട് റിവൈസ് ചെയ്യണം. ഈ ക്ലാസ് ഒന്നുകൂടെ കണ്ടു നോക്കണമെങ്കിൽ കണ്ടു നോക്കുക. ഓക്കെ, നിങ്ങൾ റിവൈസ് ചെയ്ത് നിങ്ങൾ പ്രോബ്ലംസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് ടെക്സ്റ്റ് ഒക്കെ വായിച്ച് എല്ലാം സെറ്റ് ആയിട്ട് വേണം പോകാനായിട്ട്. എല്ലാവർക്കും
നല്ല മാർക്ക് കിട്ടട്ടെ. നിങ്ങൾ ക്രിസ്മസ് എക്സാംസിന് എല്ലാവർക്കും എക്കണോമിക്സിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും എല്ലാവർക്കും 72 എബോവ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഫൈനൽ എക്സാം വരെ ഈ കാര്യങ്ങളിൽ ഓർത്തിരുന്ന് അന്ന് നല്ലൊരു സ്കോർ നിങ്ങൾക്ക് എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദ ബെസ്റ്റ്. ഒരു പേടിയുമില്ലാതെ എല്ലാവരും പോയി എക്സാംസ് എഴുതുക. ഓക്കെ.